ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 4-ൻ്റെ അകത്തിലെ മുഴുവൻ എപ്പിസോഡ്സാണ്. മുഴുവൻ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ സീസൺ 4-ൻ്റെ അകത്തിൽ 8 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അത് മുഴുവനും ഒറ്റ വീഡിയോയ്ക്ക് എത്തി തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന് തുടക്കം തന്നെ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു കൊട്ടാരമാണ് കാണിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ സാനിമി അതുപോലെ തന്നെ ഒബനായി രണ്ട് ഡീമൺ സ്ലേയേഴ്സ് വന്നിരിക്കുന്നത്. ഉറപ്പാണോ അവരെ ഇവിടെ തന്നെയാണോ കൊണ്ടുവന്നത് എന്ന് ഒബനായി ഒരു ഡീമൺ സ്ലേയറോട് ചോദിക്കുകയാണ്. ദിവസം ഒരു ഡീമൻ ആണെങ്കിൽ ഒരു പെണ്ണിനെയും കൊണ്ട് ഈ കൊട്ടാരത്തിന്റെ അതിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അവരെ ഫോളോ ചെയ്ത് ആ ഡീമൺ സ്ലെയർ കയറി നോക്കുന്ന സമയത്ത് ആ കൊട്ടാരത്തിന്റെ അകത്ത് വേറെ ഒന്നുമില്ലായിരുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവരൊരു കാഴ്ച കാണുന്നത്. വീണ്ടും ഒരു ഡീമൻ ഒരു പെണ്ണിനെ തൂക്കിക്കൊണ്ടുപോകുന്നു. കണ്ടുടനെ തന്നെ അവർ 4 പേരും അവിടെ നിന്ന് ഓടി ആ ഡീമന്റെ അടുത്തോട്ട് പോകാൻ പോവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ഡീമൺ സ്ലേയേഴ്സ് പുറകെ വരുന്നത് അറിഞ്ഞ് ആ ഡീമൻ പറയുകയാണ്, ഞാൻ ഇന്നലെ ആ ഡീമൺ സ്ലേയേഴ്സിനെ കൊല്ലേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ആ ഡീമൻ കൊട്ടാരത്തിനകത്തിലേക്ക് കയറി പോവുകയാണ്. അവർ 4 പേരും അവരെ ഫോളോ ചെയ്ത് തന്നെ കയറി പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവരെ ചുറ്റും ഒരുപാടധികം ഡീമൻസ് നിൽക്കുന്ന സമയത്ത് ഒരു ഡീമൺ സ്ലെയറിനെ മണ്ടക്കോട്ടെ എടാ ഭയങ്കര സ്പീഡി ഒരു ഡീമൻ ചാടി വീഴുന്നു. എന്നാൽ ഇത് കണ്ട ഒബനായി അവനെ അങ്ങ് കൊല്ലുകയാണ്. കണ്ട ബാക്കിയുള്ള ഡീമൻസ് എല്ലാം കൂട്ടമായിട്ട് വരികയാണ്. പിന്നെ നടക്കുന്നത് ഒരു കിഡിലൻ ഫൈറ്റ് തന്നെയാണ്. നമ്മുടെ സാനിമി ഒബനായി പിന്നെ ആ ഡീമൺ സ്ലേയേഴ്സും എല്ലാം ആ ഡീമൻസിനെയൊക്കെ കൊല്ലുകയാണ്. വളരെയധികം സ്പീഡിൽ തന്നെ ആ ഡീമൻസിനെ എല്ലാവരെയും അവർ 4 പേരും കൂടി കൊല്ലുകയാണ്. ഇതേ സമയം തന്നെ ഒബനായി പറയുകയാണ്, ഇനി നിങ്ങൾ 2 പേരും ഇവിടുന്ന് പൊക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഡീമൺ സ്ലേയേഴ്സ് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഒബനായി സാനിമിയോട് പറയുകയാണ്, ഇവിടെ നടക്കുന്നത് എന്തോ ഒരു കാര്യം ശരിയല്ല, ഇത്ര ഡീമൻസിനൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന്. ഇതൊക്കെ കേട്ടാ സാനിമിയും പറയുകയാണ്, ശരിയാണ് ഞാനും ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഡീമൻ പിടിച്ചോണ്ട് പോയ ആ പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നത്. ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ സെനമിയാണെങ്കിൽ മേളിലോട്ട് അങ്ങ് ചാടുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ലോഡ് ഡീമൻസ് നിൽക്കുകയാണ്. ഈ ഡീമൻസിനെ കണ്ടുടനെ തന്നെ നമ്മുടെ സെനമിയാണെങ്കിൽ വിൻഡ് ബ്രീത്തിങ് സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞിട്ട് ആ ഡീമൻസിനെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയുകയാണ്. എന്നാൽ മറിഞ്ഞിരുന്ന ഡീമൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സാനിമയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സാനിമയുടെ പുറകിൽ നിന്ന് ഒബനായി ചാടി വരികയാണ്. സർപ്പർ ബ്രീത്തിങ് 5th ഫോം എന്ന് പറഞ്ഞ ആ ഡീമൻസിനെ എല്ലാത്തിനെയും കൊല്ലുകയാണ്. അത് വളരെ അടുത്തായിരുന്നെന്ന് നമ്മുടെ ഒബനായി പറയുകയാണ്, നിന്നോട് ആരാടാ പറഞ്ഞേ എന്നെ രക്ഷിക്കാനെന്ന് നമ്മുടെ സാനിമി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ഡീമന് മനസ്സിലാവുകയാണ്, ഇവര് സാധാരണ ഡീമൺ സ്ലേയേഴ്സ് ഒന്നുമില്ല, ഇവരാണ് പവർഫുൾ ആയിട്ടുള്ള ഹാഷറാസ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഡീമൻ ഓടിപ്പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജനമി പറയുകയാണ്, ഹേ ഡീമൻ നിന്റെ കയ്യിലിരിക്കുന്ന ആ പെണ്ണിനെ അതുപോലെ തന്നെ നിന്റെ തല ഇവിടെ വെച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നിന്റെ തല ഞാനിങ്ങനെ എടുക്കുമെന്ന് പറയട്ടെ. നമ്മുടെ സെനമി ആ ഡീമൻ്റെ അടുത്തോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വേറെ കുറേ ഡീമൻസ് വന്നിട്ട് നമ്മുടെ സെനമി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ സെനമി ആരാമോൻ എല്ലാ ഡീമൻസിനെ വളരെ ഈസി ആയിട്ട് തന്നെ കൊല്ലുകയാണ്. എന്നാൽ കുറച്ച് സമയം കിട്ടിയ ആ ഡീമനാണെങ്കിൽ അതിന്റെ മണ്ടയ്ക്കൊന്ന് താരോട്ട് ചാടുകയാണ്. എന്നാൽ നമ്മുടെ സാനിമിയും ഒബനായും അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ റൂഫ് ടോപ്പിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയും ഒരുപാടധികം ഡീമൻസ്. ഈ ഡീമൻസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുവാണ് അവർ രണ്ടുപേരും. ആ പെണ്ണിനെ പോയി രക്ഷിക്കുക, ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിയോളാമെന്ന് ഒബനായി പറയുകയാണ്. 4th ഫോം എന്ന് പറഞ്ഞ് നമ്മുടെ ഒബനായി ആണെങ്കിൽ അവളുള്ള എല്ലാ ഡീമൻസിനെ അങ്ങ് കൊല്ലുകയാണ്. ആ ഡീമനെ ഫോളോ ചെയ്ത് പോയാൽ നമ്മുടെ സെനമിനെയാണ് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ സെനമി ആ ഡീമന്റെ പുറകെ പോയി ഏതോ ഒരു സ്ഥലത്ത് എത്തുന്നു. അവിടെ വെച്ച് നമ്മുടെ സെനമി ആ ഡീമനോട് ചോദിക്കുവാണ്, നീ എന്താണ് വിചാരിച്ചത് ഈ സാധാരണ ഡീമനെയൊക്കെ വിട്ടാ ഞങ്ങളെ അങ്ങ് തോപ്പിക്കാൻ പറ്റുമെന്നോ? ഇവിടെ വെച്ച് നിന്റെ തോൽവി അങ്ങ് സമ്മതിച്ചിരിക്ക്, നിനക്ക് അർഹിക്കുന്ന മരണം ഞാൻ തരാമെന്ന് നമ്മുടെ സെനമി പറയുകയാണ്. നോക്കുന്ന സമയത്തിലെ ഫോളോ ചെയ്ത് വന്നേ എന്നാൽ ഇവളെ എടുത്തോന്ന് പറഞ്ഞിട്ട് അതിന്റെ മണ്ടയ്ക്കൊന്ന് താരോട്ട് എടുക്കും. അങ്ങനെ അവിടെ നിന്ന് കയറി വന്നുകൊണ്ടിരുന്ന ഒബനായി ആണെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് രക്ഷിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ഡീമൻ ആ ടെമ്പിളിന്റെ അതിലോട്ട് ചാടുകയാണ്. ഇവർ രണ്ടുപേരും ഫോളോ ചെയ്ത് അവരും ആ ടെമ്പിളിന്റെ അതിലോട്ട് ചാടുകയാണ്. നോക്കുന്ന സമയത്ത് വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൊന്നിട്ട് ഇവിടുന്ന് പോത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാനിമി പെട്ടെന്ന് ആ ഡീമന്റെ അടുത്തോട്ട് ചാടുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ സ്ഥലമൊക്കെ അങ്ങ് മാഞ്ഞു പോവുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്തെ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്, എനിക്കറിയത്തില്ല ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് മിഷനൊക്കെ കംപ്ലീറ്റ് വരുന്ന നമ്മുടെ കാനോനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ബട്ടർഫ്ലൈ ഹൗസിലേക്ക് വരുമ്പോൾ അവിടുത്തെ 3 കുട്ടികളും അവരെ ക്ഷണിക്കുകയാണ്. ഉടനെ തന്നെ അവളാണെങ്കിൽ ഷിരിബുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഷിരിബു അവളോട് പറയുകയാണ്, സോൾ സ്മിത്ത് വില്ലേജിൽ വെച്ച് നമുക്ക് 2 ഡീമൻസിനെ ഇല്ലാതാക്കാൻ സാധിച്ചു. സോ നമ്മൾ അതിന് നന്ദി പറയേണ്ടത് നമ്മുടെ താൻട്രോയോടും അതുപോലെ തന്നെ നമ്മുടെ മിറ്റ്സൂരിയോടും അതുപോലെ തന്നെ നമ്മുടെ മുയിച്ചിറോയോടും ആണെന്ന്. പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരോടും. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, ഇപ്പോൾ നെസ്കോയ്ക്കാണെങ്കിൽ സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂസാൻ എപ്പോൾ വേണമെങ്കിലും ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി വരും. എന്തു വില കൊടുത്തിട്ടും നമ്മുടെ നെസ്കോനെ മൂസാൻ കൊണ്ടുപോകും. അതാണ് എൻ്റെ പേടി. അതുമാത്രമല്ല ഇപ്പം നീ അവളെ നോക്കിക്കോണം, ഞാനിപ്പം ഹാസ്ട്ര
മീറ്റിങ്ങിന് വേണ്ടി പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിനുബു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താൻജറോനെയും ഗോട്ടോനെയാണ്. നമ്മുടെ താൻജറോ ചോദിക്കുവാണ് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. നമ്മുടെ ഗോട്ടോ പറയുകയാണ് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരവരുടെ വില്ലേജൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുവാണ്. അതുമാത്രമല്ല ആ ഡീമൻ്റെ അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വില്ലേജിലോട്ട് വേറെ ഡീമൻസ് ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. അഥവാ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ആളുകളില്ലാത്ത ഒരുപാടധികം വില്ലേജ് വേറെ ഉണ്ടെന്ന് നമ്മുടെ ഗോട്ടോ പറയുകയാണ്. അതൊക്കെ പോട്ട് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ 7 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നോട് മിത്സൂരിയാണ് പറഞ്ഞത് നല്ലപോലെ ഫുഡ് കഴിച്ചാൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ പവർഫുൾ ആവാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഗോട്ടോ മനസ്സിൽ ചിന്തിക്കുകയാണ് അത് ശരിയാണ്, ഓരോ ദിവസം കഴിയുമ്പോഴും നീ അവനെ അത്രയും പവർഫുൾ ആകുകയാണ്. തീർച്ചയായിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടാണ് നിനക്ക് ബോധം വന്നത്, എന്നാൽ നമ്മുടെ മിത്സൂരിക്കും അതുപോലെ തന്നെ മുയിച്ചിറോയ്ക്കും 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബോധം വന്നു എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻജറോ പറയാണ് അത് നല്ല കാര്യമല്ലോ. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, ഇപ്പൊ നിന്റെ അനിയത്തിക്ക് സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുമല്ലേ? ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻജറോ പറയുകയാണ് അതെങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അവൾക്ക് ഇപ്പോൾ സൂര്യവട്ടത്തൂടെ നടക്കാൻ പറ്റും. അവളിനി തിരിച്ച് മനുഷ്യരാകുവാണോ അതോ പൂർണ്ണമായിട്ട് ഒരു ഡീമൻ ആകുവാണോ എന്നൊന്നും അറിയത്തില്ല. അതുമാത്രമല്ല ഇവൾ എന്താണ് മനുഷ്യരെ ആക്രമിക്കാത്ത എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ലേഡി ഷിനുബു ആണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയാണ് ഷിനുബു അല്ല, എനിക്ക് ലേഡി തമായോ ആണ് പറഞ്ഞു തന്നെ. ലേഡി തമായോ അത് ആരാണെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ അത് ചുമച്ചിട്ട് ആ വിഷയം തന്നെ മാറ്റുവാണ്. കാരണം എന്ന് വെച്ചാൽ ലേഡി തമായോ ഒരു ഡീമനാണ്, അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചൊന്നും ഇവിടെ പറയാൻ സാധിക്കത്തില്ലെന്ന് പറയുകയാണ്. നെസ്കോയ്ക്ക് സൂര്യവട്ടത്തൂടെ നടക്കാവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഹാസ്ര മീറ്റിംഗ് തന്നെ നടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹാസ്രാസ് എല്ലാം കൂടെ മീറ്റിങ്ങിന് വേണ്ടി ഇരിക്കുന്നതാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ജനമി മിത്സൂരിയോട് ചോദിക്കുവാണ് എങ്ങനെ ഉണ്ടായിരുന്നു ആ അപ്പർ മൂണുമായിട്ടുള്ള ഫൈറ്റ്. നല്ല ഫൈറ്റ് തന്നെയായിരുന്നു, ഞങ്ങളുടെ ഫുൾ പവർ അതിൽ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. നമ്മുടെ മുയിച്ചിറോട് ചോദിക്കുവാണ് ശരിയല്ലേ മുയിച്ചിറോ? നമ്മുടെ മുയിച്ചിറോ പറയാണ് ശരിയാണെന്ന്, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിന് എനിക്കും ഒരു അപ്പർ മൂണിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുകയാണ് നമ്മുടെ ജനമി. എന്നാൽ ഇതൊക്കെ കേട്ടാ നമ്മുടെ ഒബനായി ചോദിക്കുവാണ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഫൈറ്റിന് ശേഷം? ഇതേ സമയം തന്നെ മിത്സൂരി പറയുകയാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഫുൾ ഹെൽത്തി ആണ്. എന്തിനാ എന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇവൻ എന്നെയും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുവാണ് നമ്മുടെ മിത്സൂരി. വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, എന്നാലും എനിക്ക് 100% ഒന്നും റിക്കവർ ആയിട്ടില്ലെന്ന് നമ്മുടെ മുയിച്ചിറോ അവരോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ സ്റ്റോൺ ഹാഷറ പറയുകയാണ് ഇനിയും ഒരു ഹാഷറിനെ കൂടെ നഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നേനെ, പക്ഷെ നിങ്ങളാണെങ്കിൽ 2 അപ്പർ മൂൺ ഡീമൻസിനെയാണ് കൊന്നിട്ട് വന്നിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമാണെന്ന് പറയുകയാണ് നമ്മുടെ സ്റ്റോൺ ഹാഷർ. എന്നാൽ ഇതേ സമയം തന്നെ മാസ്റ്ററിന്റെ ഭാര്യയായിട്ടുള്ള അമാനു അങ്ങോട്ട് വരുന്നത് എനിക്ക് വേണ്ടി ഇത്ര നേരം കാത്തിരുന്നതിന് നന്ദിയെന്ന് അവർ പറയുകയാണ്. മുതൽ മാസ്റ്ററിന് പകരം മീറ്റിംഗ് ഒക്കെ നടത്താൻ പോകുന്നത് ഞാനായിരിക്കും, മാസ്റ്ററിന്റെ ആരോഗ്യനില വളരെയധികം നമ്മുടെ മാസ്റ്ററിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ലേഡി അമ്മയോ പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരു ഡീമൻ ആണെങ്കിൽ സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം മൂസാനാണെങ്കിൽ ആ ഡീമനെ എന്ത് വില കൊടുക്കും പിടിക്കാൻ വരും, കാരണം അവൻ്റെ ആഗ്രഹവും അവൻ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അവനും സൂര്യവട്ടത്തൂടെ നടക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ് ലേഡി അമ്മ. മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഫൈറ്റിലാണെങ്കിൽ നമ്മുടെ മുയിച്ചിറോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മിത്സൂരിക്കും എന്തോ തരത്തിലുള്ള ഒരു മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ സെങ്കോക്കോ പീരീഡ് അഥവാ മൂസാനെ കൊല്ലാറായിട്ടുള്ള പീരീഡ്. അതാത്തെ സമയത്താണ് ഈ ഷോട്ട്സ്മാൻസ് ഒക്കെ ബ്രീത്തിങ് സ്റ്റൈലൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും ഏകദേശം ഇങ്ങനത്തെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇതൊക്കെ കേട്ട് നമ്മുടെ ജനമി ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അതുമാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ സീക്രട്ടായിട്ട് വെച്ചിട്ടുള്ളത്? ഇതേ സമയം തന്നെ ലേഡി പറയുകയാണ് ഈ കാര്യങ്ങളൊന്നും സീക്രട്ടായിട്ട് വെച്ചതല്ല, ഈ പിന്നെ വന്ന ഡീമൺ സ്ലേയേഴ്സ് ഒന്നും ഇങ്ങനത്തെ മാർക്കിംഗ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറയുകയാണ് നമ്മുടെ ലേഡി. മാർക്കിങ്ങിനെ കുറിച്ചുള്ള വലിയ ഇൻഫർമേഷൻ ഒന്നും നമ്മുടെ കയ്യിലില്ല, വളരെയധികം കുറച്ച് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഈ മാർക്കിങ് ഒരാൾക്ക് വന്നാൽ ആ ആളുടെ ചുറ്റുമുള്ള ബാക്കി എല്ലാവർക്കും വരുമെന്നാണ്. അതുമാത്രമല്ല ആദ്യമായിട്ട് ഈ മാർക്കിങ് വരുന്നത് ഒരു ഹാഷ്ട്രാഗ് ഒന്നുമല്ല, ഒരു സാധാരണ ഡീമൺ സ്ലെയറിനാണ് നമ്മുടെ താൻജറോയ്ക്ക്. അത് എങ്ങനെയാണ് വന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഹാഷ്ട്രാസിനും ഈ മാർക്കിങ് വന്നിട്ടുണ്ട്, മിത്സൂരി അതുപോലെ തന്നെ മുയിച്ചിറോ. ഈ മാർക്കിങ് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ അമ്മ. ഇതൊക്കെ കേട്ടാ നമ്മുടെ മിത്സൂരി പറയുകയാണ് ഞാൻ പറയാം എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടെന്ന്. ആ മാർക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരീരമൊക്കെ ലൈറ്റ് വെയിറ്റ് പോലാണ് എനിക്ക് തോന്നിയത്, എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വളരെയധികം സ്പീഡിൽ ബടബടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുമാത്രമല്ല ഞാൻ വാള് വീശുന്ന സമയത്ത് എനിക്ക് ആ വാളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാമായിരുന്നെന്ന് പറഞ്ഞ് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിത്സൂരി. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാവരും നമ്മുടെ മിത്സൂരിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലായില്ലെന്ന് മനസ്സിലായി, അതുകൊണ്ട് തന്നെ അവൾ സോറി ചോദിക്കുകയാണ്. പറയുന്നത് നമ്മുടെ മുയിച്ചിറോ ആണ്. കഴിഞ്ഞ ഫൈറ്റിലാണെങ്കിൽ എന്നെ ഒരു പോയിസണുള്ള ഒരു വാട്ടറിൽ പെടുത്തി, അവിടെ വെച്ച് ഞാൻ എൻ്റെ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ആ പോയിസൺ എൻ്റെ ശരീരത്തിൽ കയറാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇതേ സമയമായിരുന്നു ഒരു കുട്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഇതേ സമയം തന്നെ എൻ്റെ പഴയകാലത്തുള്ള ഓർമ്മകളൊക്കെ എനിക്ക് തിരിച്ചു വന്നു. കണ്ടപ്പോഴത്തേന് എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. അതേ സമയത്ത് തന്നെ
എനിക്ക് തോന്നുന്നു 1 മിനിറ്റിൽ 200 തവണയെങ്കിലും എൻ്റെ ഹാർട്ട് ഇടിച്ച് കാണും. അതുമാത്രമല്ല എൻ്റെ ബോഡി ടെമ്പറേച്ചർ വളരെയധികം കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് എനിക്ക് പനി വന്ന സമയത്തുള്ളതുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ടെമ്പറേച്ചർ. കേട്ട് നമ്മുടെ സെനമി ചോദിക്കുകയാണ്, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണോ നീ ഉദാഹരണമായിട്ടൊക്കെ പറയുന്നത്? സിമ്പിളായിട്ട് കാണുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് തോന്നുകയുള്ളെന്ന് നമ്മുടെ ജിയോ പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ സെനമിക്ക് വളരെ രീതിയിൽ ദേഷ്യം വരുന്നു. ഇതേസമയം തന്നെ നമ്മുടെ മിത്സുരി ചോദിക്കുവാണ്, എല്ലാ ഹാഷ്റാസിന്റെ ലക്ഷ്യവും ഇനി ആ മാർക്കിംഗ് വരുത്താനാണോ എന്ന്. ഇതേസമയം തന്നെ ലേഡി അമ്മയോ പറയുകയാണ്, അതിനുവേണ്ടി ഒരു ട്രെയിനിങ് നടത്തുന്ന കാര്യമാണെന്ന് പോവുകയാണ്. മാർക്കിംഗ് ഇല്ലാത്തവർ എങ്ങനെയാണ് മാർക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മറ്റുള്ള ഹാഷ്റാസ്. ലേഡി അമ്മ ഇവിടുന്ന് പോയില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ ജിയോ അവിടുന്ന് എഴുതേക്കുവാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ സെനമി പറയുകയാണ്, എടാ ജിയോ അവിടെ ഇരിക്കുക, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ജിയോ പറയുകയാണ്, അത് നിങ്ങൾ 6 പേരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ പറയും. ഇതേസമയം തന്നെ ഒബനായി ചോദിക്കുവാണ്, നീ എന്താണ് പറഞ്ഞു വരുന്നത്? നീ ഒരു ഹാഷ് എന്നുള്ള കാര്യം നീ മറന്നു പോകണ്ട. അതുമാത്രമല്ല നീ എന്തുവാ ഒറ്റയ്ക്കിരുന്ന് ട്രെയിൻ ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇതിനൊന്നും ഹാഷർ പറയുകയാണ്, അവിടെ ഇരിക്കുക, ഇതുവരെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. സ്റ്റോൺ ഹാഷർ പറയുകയാണ്. ഒരുപാടധികം ഫുഡ് കൊടുക്കുകയാണ് നമ്മുടെ കോറ്റോ. ഇതേസമയം തന്നെ അവൻ ചോദിക്കുകയാണ്, ഇവിടെയുള്ള ആളുകളൊക്കെ എന്ത്, ആ 3 കുട്ടികളൊക്കെ എന്ത് ചെയ്ത് ചോദിക്കുകയാണ്. ഇതേസമയം തന്നെ നമ്മുടെ താഞ്ചർ പറയുകയാണ്, ഇവിടെ ഇപ്പം ഹാഷ്റാസ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെസ്കോന്റെ കൂടെ. നെസ്കോ ഇപ്പം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. നന്നായിരുന്നു തന്നെ നമ്മുടെ ഗോഡ് ആ മഞ്ഞ മുടിക്കാരൻ വന്നാൽ എല്ലാം കുളവാകും. എന്നാൽ ഇതേസമയം തന്നെയായിരുന്നു ആ മഞ്ഞ മുടിക്കാരൻ അങ്ങോട്ട് വരുന്നത്. അവന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന വഴിക്ക് തന്നെ അവന്റെ തലയിലോട്ട് ഏതാണ്ട് ഒരു കളിപ്പാട്ടം പോലത്തെ ഏതാണ്ട് ഒരു സാധനം. ഇതേസമയം തന്നെ ആ കളിപ്പാട്ടം എടുക്കാൻ വന്ന ആ 3 കുട്ടികളിൽ ഒരു കുട്ടി കാണുകയാണ് നമ്മുടെ സെനിറ്റ്സുവിനെ. ഇതേസമയം തന്നെ ബാക്കിയുള്ള 2 പേരെയും കൂടി ഇങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ സെനിറ്റ്സുവിന്റെ അടുത്തോട്ട് അവർ 3 പേരും കൂടെ ചെല്ലുകയാണ്. ആ 3 കുട്ടികൾ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സെനിറ്റ്സ് പറയുകയാണ്, നിങ്ങൾ 3 പേരും എനിക്ക് വേണ്ടിയാണോ ഇവിടെ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് എന്നെ മിസ് ചെയ്തെന്ന്. നിങ്ങൾക്കറിയാവോ, ഈ മിഷനിലാണെങ്കിൽ ഞാൻ മരിക്കേണ്ടതായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങൾ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കുമല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഫുൾ ടെക്നിക്ക് യൂസ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇവിടെ ഞാനില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സങ്കടമായി കാണുമെന്ന് പറയുകയാണ് നമ്മുടെ സെനിറ്റ്സു. ഇതേസമയം തന്നെ ആ കുട്ടികളിൽ ഒരാൾ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന്. എന്നാൽ ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് ആവി വരുന്നത്. നമ്മുടെ സെനിറ്റ്സു ആവിയോട് പറയുകയാണ്, നിങ്ങൾ എന്നെ മിസ് ചെയ്ത് കാണുമല്ലേ മിസ്സിസ് ആവി എന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അവിടെ നെസ്കോ വന്നിട്ട് ഇങ്ങനെ ഒത്തി നോക്കുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സു നമ്മുടെ നെസ്കോനെ കാണുകയാണ്. നെസ്കോനെ കണ്ടുകൊണ്ടു തന്നെ നമ്മുടെ സെനിറ്റ്സു അങ്ങ് അലറി വിളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു ഹോം എന്ന് പറയുകയാണ് നമ്മുടെ നെസ്കോ. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ സെനിറ്റ്സു ഇല്ലാതായി പോവുകയാണ്. എന്നിട്ട് ഓടി വന്നിട്ട് നമ്മുടെ നെസ്കോന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയുകയാണ് നമ്മുടെ സെനിറ്റ്സു. ഞാൻ ആദ്യമായിട്ട് ചന്ദ്രന്റെ വെട്ടത്തിൽ കണ്ടപ്പോൾ നിന്നെ കാണാൻ വളരെയധികം സൗന്ദര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെക്കാട്ടി സൗന്ദര്യമുണ്ട് നിന്നെ സൂര്യവെട്ടത്തിൽ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. അതുമാത്രമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം, നീ ആ കാര്യങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്ന് പറയുകയാണ് നമ്മുടെ സെനിറ്റ്സു. വളരെയധികം സന്തോഷത്തിൽ നമ്മുടെ സെനിറ്റ്സു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നെസ്കോ പറയുകയാണ്, ഇനുസുക്കെ വെൽക്കം ടു ഹോം. എന്താണ് നീ പറഞ്ഞത്? ഇനൂസുക്കെ വെൽക്കം ടു ഹോം എന്ന് പറഞ്ഞ് നമ്മുടെ സെനിറ്റ്സുവിനോട് പറയുകയാണ്. ഇതൊക്കെ കണ്ട് വളരെയധികം കലി കയറുവാണ് നമ്മുടെ സെനിറ്റ്സുവിന്. എന്തിയവൻ, എനിക്കിപ്പോൾ അവനെ കൊല്ലണമെന്ന് പറയാണ് നമ്മുടെ സെനിറ്റ്സ്. നമ്മുടെ താഞ്ചറോയോട് ഗോട്ടോ ചോദിക്കുകയാണ്, എന്തി ആ പന്നിത്തലയൻ രാവിലെ ഇതുവരെ കറങ്ങി നടക്കുന്നത് കണ്ടു, പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല, രാവിലെ എന്തോ നെസ്കോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മുടെ താഞ്ചറോയോട് ഗോട്ടോ പറയുന്നു. അവൻ എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ? ഇപ്പോഴാണ് നമ്മുടെ ഇനോസ്കി നമ്മുടെ നെസ്കോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം കാണിക്കുന്നത്. ഇനോസുക്കെ 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 എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ നെസ്കോ ഇനൂഫുക്കെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. ഒന്നും അല്ലടി, ബിഗ് ബോസ് ഇനൂസുക്കെ ബിഗ് ബോ ഇനൂഫുക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഹാഗ്നോസിക്ക വരുന്നത്. ഹാഗ്നോസിക്കനെ കണ്ടുടനെ നമ്മുടെ താഞ്ചർ ചോദിക്കുവാണ്, ഹാഗ്നോസിക്ക എങ്ങനെയുണ്ട്, നിങ്ങളുടെ മുറിവൊക്കെ കുറവുണ്ടോ, ഉണങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ നമ്മുടെ ഹാഗ്നോസിക്കയാണെങ്കിൽ അവൻ നേരത്തെ പോളിഷ് ചെയ്യാൻ കൊടുത്ത ആ വാള് കൊണ്ട് താഞ്ചറോയ്ക്ക് കൊടുക്കുകയാണ്. കട്ടാരെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ താഞ്ചർക്ക് ഒരുപാടധികം സന്തോഷമാകുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഹാഗ്നോസിക്ക പറയുകയാണ്, ഒട്ടസുവിനെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരുപാടധികം നന്ദിയുണ്ടെന്ന്. അങ്ങനെ താഞ്ചറോ വാളെടുത്ത് നോക്കാൻ നേരത്തെ എന്തോ വിചിത്രമായിട്ട് തോന്നുന്നു. ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീൽ യൂസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഈ കട്ടാന ഉണ്ടാക്കിയ സോർട്ട് സ്മിത്ത് ഒരു ചില്ലറക്കാരനൊന്നുമല്ല, അത്യാവശ്യം പവറൊക്കെ ഉള്ള ഒരു സോർട്ട് സ്മിത്ത് തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ ഹാഗ്നോസിക്ക പറയുക. ഇതേ സമയമായിരുന്നു നമ്മുടെ താഞ്ചറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ വാളിൽ ഡിസ്ട്രോയ് എന്ന് എഴുതിയിരിക്കുന്നത് ഈ സോർട്ട് ഉണ്ടാക്കിയ സോർട്ട് സ്മിത്ത് ആണെങ്കിൽ എല്ലാ ഡീമൻസിനെ കൊല്ലണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതിൽ ഡിസ്ട്രോയ് എന്ന് എഴുതി, സ്വന്തം പേരെഴുതാതെ ഡിസ്ട്രോയ്. സാധാരണ ഡിസ്ട്രോയ് എന്നൊക്കെ എഴുതുന്നത്
കിടക്കുന്നത് ഹാഷ്റാസിന്റെ കട്ടാണുകളിലാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജിറോ ഒക്കെ ഞെട്ടുകയാണ്. ഓ നോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത് ഇത്രയധികം വിലയൊക്കെയുള്ള വാളായിരുന്നു. പക്ഷെ ഞാനൊന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ താൻജിറോ ചോദിക്കുവാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ ആ വാളിന്റെ ഫസ്റ്റ് സ്റ്റേജ് പോലും ഞാൻ തീർത്തിട്ടില്ലെന്ന്. അതൊന്നും നിങ്ങൾ കേൾക്കാതെ അതെടുത്ത് യൂസ് ചെയ്തു. ഞാൻ അതിന്റെ തുരുമ്പ് പോലും മര്യാദയ്ക്ക് കളഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജിറോയുടെ മൂക്കിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ടീമിനെ അറ്റാക്ക് ചെയ്തത് പിന്നെ എന്റെ പുറകിലുള്ള മുറിവ് ഇതുവരെ മാറിയിട്ടില്ല. ഒരുത്തൻ കാരണമാ എനിക്ക് ഈ വാൾ തുടക്കം തൊട്ട് പോളിഷ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് നിന്നോട് ചോദിച്ചിരിക്കും, ഞാൻ ഇതിന് നിനക്ക് പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ ഹാഗ്നോസ്. ഇതൊക്കെ കേട്ട് ഗോട്ടോ പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, താൻജിറോയ്ക്ക് ഇപ്പം അതിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങളെക്കാട്ടി ഒരുപാടധികം മുറിവ് താൻജിറോയ്ക്കുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹാഗ്നോസിക്ക പറയുകയാണ്, എന്നാൽ താൻജിറോ നീ ഒരു കാര്യം കേട്ടോ, നീ മരിക്കുന്നിടം വരെ എനിക്ക് എല്ലാ ദിവസവും റൈറ്റ് ആംബുലൻസ് കൊടുത്തരണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാഗ്നോസിക്ക അവിടെ നിന്ന് പോവുകയാണ്. പോലൊന്നും അല്ല നമ്മുടെ ഹാഗ്നോസിക്ക ചെറുതായിട്ട് ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം മുറിവൊക്കെ അല്ലേ, അതിന്റെ വേദന കാണുമെന്ന് പറയുകയാണ് നമ്മുടെ താൻജിറോ. ഇപ്പോഴാണ് നമ്മുടെ താൻജിറോ അവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന ഗെന്നിയെ കാണുന്നത്. നിന്റെയൊക്കെ വായൊന്ന് അടച്ചു വെക്കാൻ പറ്റുമോ? ഞാൻ ഇവിടെ കുറെ നേരം കൊണ്ട് നിന്റെ സഹിച്ചുകൊണ്ടിരിക്കുക, ഒന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ എന്ന് ഗെന്നി ചോദിക്കുക. ഞാൻ നിന്നെ കണ്ടില്ല, ഞാൻ ഇനി സൗണ്ട് ഉണ്ടാക്കത്തില്ലെന്ന് പറയുന്ന സമയത്തായിരുന്നു അവിടുത്തെ ജനലൊക്കെ പൊളിച്ചുകൊണ്ട് നമ്മുടെ ഇനോസ്കി ചാടി മറിഞ്ഞു വരുന്നത്. അവിടെ കിടന്ന് ചുമ്മാ അലച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിലും ഭേദം താൻജിറോ തന്നെയായിരുന്നെന്ന് നമ്മുടെ ഗെന്നിയെ പറയുകയാണ്. ട്രെയിനിങ് ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ, അതെന്താണെന്ന് നമ്മുടെ താൻജിറോ ചോദിക്കുന്നു. അതിനെ കുറിച്ചൊന്നും നിനക്ക് അറിയത്തില്ലേ? ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് ട്രെയിനിങ് തരും, ഇത്രയും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് അവര് പറഞ്ഞത്. വേറെ കാര്യമൊന്നും നീ എന്നോട് കുറിച്ച് ഓരോന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാഷ്റാസിനെയാണ്. ഇതേ സമയത്ത് എന്നെ ചോദിക്കുകയാണ്, ട്രെയിനിങ് ഒക്കെ തുടങ്ങുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്, ഇത് എപ്പോഴാണ് നിർത്തുന്നത്? നമ്മൾ ഈ ട്രെയിനിങ് 3 ദിവസത്തിനുള്ളിൽ തുടങ്ങും. കാരണം മൂസാൻക്ക് ബിക്സുജിയുടെ പ്ലാൻ എന്തുവാന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. എപ്പോ വേണമെങ്കിലും നെസ്കോനെ കൊണ്ടുപോകാൻ മൂസാൻ വരും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ ഹാഷ്റാസ് ആയിട്ടുള്ള നമുക്ക് തടഞ്ഞാൻ പറ്റുമെന്ന് വരില്ല. സമയം കിട്ടിയാൽ പോലും നമുക്ക് എല്ലാ ഡീമൺ സ്ലേയേഴ്സിനും ഒന്നും ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സുഗുക്കോസിന് മാത്രം ട്രെയിനിങ് കൊടുക്കാമെന്ന് പറയുകയാണ്. സുഗുക്കോസ് എന്ന് വെച്ചാൽ ഹാഷ്റാസുമായിട്ട് അടുത്തിരിക്കുക ഡീമൺ സ്ലേയേഴ്സിനെയാണ് പറയുന്നത്. അതിലാണ് നമ്മുടെ താൻജിറോ, സെനിറ്റ്സു, ഇനോസ്കി ഒക്കെ പെടുന്നത്. ഹാഷ്റാസ് ആയിട്ടുള്ള നമ്മളാണോ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? റിട്ടയർ ആയിട്ടുള്ള ഹാഷ്റാസിനോടും ഞാൻ ഹെൽപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സ്റ്റോൺ ഹാഷ്റാ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നീട് ആ ട്രെയിനിങ്ങിനെ കുറിച്ച് താൻജിറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെനിറ്റ്സുനെയാണ് നമ്മൾ കാണുന്നത്. ഒരു മിഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, വന്നപ്പോ തന്നെ ട്രെയിനിങ്ങോ, എന്റെ ദൈവമേ നീ അതിന് പോകുന്നുണ്ടോന്ന് നമ്മുടെ താൻജിറോ ചോദിക്കുകയാണ്. എല്ലാ ഹാഷ്റാസും ഡീമൺ സ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യും, അതാണ് ഈ ട്രെയിനിങ് എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻജിറോ പറയുവാണ്, അതൊരു നല്ല കാര്യമാണല്ലോ. എന്ത് നല്ല കാര്യം? നമ്മൾ ഇത്രയും നാളും ഒരുപാടധികം ട്രെയിനൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ ഇതുവരെ വന്നിരിക്കുന്നത്, പിന്നെ എന്തിനാണ് നമുക്ക് വീണ്ടും ട്രെയിനിങ്? എന്താണ് സെനിറ്റ്സു, നല്ല ഹാഷ്റാസ് ഒക്കെ ട്രെയിൻ ചെയ്യാൻ വരുമ്പോ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്താടാ പറയുന്നത്? നിന്റെ തലമണ്ട അടിച്ച് പൊളിക്കും. നീ വരത്തില്ലല്ലോ, ഞങ്ങളല്ലേ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യേണ്ടി, ഞങ്ങൾ വേണ്ട ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജിറോയുടെ തലയിൽ കയറി കടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. വേണ്ട ഒരു തേങ്ങയും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നമ്മുടെ സെനിറ്റ്സു. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പർ മൂൺ 4ന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെയധികം സ്പീഡിൽ മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അന്ന് നീ തണ്ടർ ബ്രീത്തിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അപ്പർ മൂൺ 4നെ കൊല്ലാൻ പറ്റിയത്. വളരെയധികം നന്ദിയുണ്ട് സെനിറ്റ്സു എന്ന് പറയുകയാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നമ്മളെ ഹാഷ്റാസ് ട്രെയിൻ ചെയ്യാതെ തരുത്തും, അത് നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും, ഒന്നും വെറുതെ ആവില്ല സെനിറ്റ്സു എന്ന് പറയുകയാണ് നമ്മുടെ താൻജിറോ. കാരണമാണ് താൻജിറോയ്ക്ക് അപ്പർ മൂൺ 4നെ കൊല്ലാൻ പറ്റിയെന്ന് കേട്ട നമ്മുടെ സെനിറ്റ്സുവിന് വളരെയധികം സന്തോഷം വരികയാണ്. എന്താണ് താൻജിറോ, എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ? എനിക്ക് തോന്നുന്നു അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. ട്രെയിനിങ് തുടങ്ങാനുള്ള സമയമായെന്ന് പറഞ്ഞ് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു അവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ കാണിക്കുന്നത് ഡീമൺ സ്ലേയേഴ്സിനൊക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടയർ ആയിട്ടുള്ള ടെങ്കനെയാണ്. ഹാഷ്റാസിന്നൊക്കെ റിട്ടയർ ആയി നിൽക്കുകയാണ് നമ്മുടെ ടെങ്കൻ. പോലും ടെങ്കനാണെങ്കിൽ ഡീമൺ സ്ലേയേഴ്സിനൊക്കെ ട്രെയിനിങ് ചെയ്യുകയാണ്. എന്തുവാണ് ഈ കാണിക്കുന്നത്? നീ ഒന്ന് ഒന്ന് ഉഷാറായിട്ട് ഓർഡറാ. ബിഗിനേഴ്സിന് സ്ട്രെങ്തിൽ എന്നൊക്കെയാ സമ്മതിക്ക്. ഈ ഓടുന്ന കാര്യമൊക്കെ വളരെയധികം സിമ്പിൾ അല്ലേ? പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ തളർന്ന് താഴോട്ട് വീഴുകയാണ്. ആരാടാ നിന്നോടൊക്കെ തളർന്ന് താഴെ വീഴാൻ പറഞ്ഞത്? പെട്ടെന്ന് എഴുന്നേറ്റ് ഓർഡറാന്ന് പറഞ്ഞ് അവന്റെ ചന്തി കിട്ടണം കൊടുക്കുകയാണ്. നിങ്ങൾ വേറൊരു കാര്യം കൂടെ ആലോചിച്ചോ, എന്നെ പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കത്തില്ല മറ്റൊരു ഹാഷ്റാസ് എന്ന് പറയുകയാണ് നമ്മുടെ ടങ്. സമയം തന്നെ ടങ്ങിന്റെ ഭാര്യമാരൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ ഉമ്മാരെ ഇങ്ങനെയൊക്കെ വിട്ടാ അവരെന്നെ കുറിച്ച് എന്താ ആലോചിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടങ്. ഇവരെ നിങ്ങളുടെ അടുത്ത് അയച്ചിരിക്കുന്നത് ഇവരുടെ സ്ട്രെങ്ത് കൂട്ടാനല്ലേ, അപ്പൊ മറ്റുള്ള ഹാഷ്റാസ് എന്താണ് ചെയ്യുന്നതെന്ന് ടങ്ങിന്റെ ഒരു ഭാര്യ ചോദിക്കുകയാണെങ്കിൽ ഇവരെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കും. മിക്സുരി ആണെങ്കിൽ ഫ്ലെക്സിബിൾ ട്രെയിനിങ് ചെയ്യും. ഒബനായി ആണെങ്കിൽ ഇവരുടെ ഷോർട്ട് സ്കിൽ ഇംപ്രൂവ്. സെനമി ആണെങ്കിൽ ഇവരെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കും. ജിയോമി ആണെങ്കിൽ ഇവർക്ക് ബോഡി ബിൽഡിംഗ് ട്രെയിനിങ് കൊടുക്കും. കാണിക്കുന്നത് നമ്മുടെ സെനമിയാണ്. സെനമി ആണെങ്കിൽ എല്ലാ ഡീമൺ സ്ലേയറിനെ വാരിക്കൊരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിക്സുരി ആണെങ്കിൽ ഒരു ഡീമൺ സ്ലേയറിനെ പിടിച്ച് ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്ന എല്ലാ ഡീമൺ സ്ലേയറിനെ അടിച്ച് താരെ ഇടുന്നു. നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ ജിയോമി ആണെങ്കിൽ അവരെ എല്ലാവരെയും വെള്ളത്തിൽ വെച്ച്
വെച്ച് ട്രെയിനിങ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഉറങ്ങിക്കൊണ്ടിരുന്ന താൻജോ എടുത്തോട്ടൊരു കാക്ക വരുന്നതാണ്. അതിന്റെ വായിൽ എന്തോ ഒരു കത്തുകൊണ്ട് അതെടുത്ത് വായിക്കാൻ നേരത്ത് ഹാഷ ട്രെയിനിങ്ങിന് ഇനി ജിയു ഇല്ല എന്നതാണ് വായിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് താൻജോ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വയ്യാതെ കിടക്കുന്ന മാസ്റ്റർ ഉപയോഗിക്കുകയാണ്. ഹാഷറാസൊക്കെ ആണെങ്കിൽ വരാൻ പോകുന്ന യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു ഹാഷ ട്രെയിനിങ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ മൂസാനെ കൊല്ലാൻ വേണ്ടി ഓരോരോ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ലേഡി അമ്മാനെ അവരോട് പറയുന്നു, അമ്മാനെ നീ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്, ഒന്നും ഒരിക്കലും ഞാൻ മറക്കത്തില്ലെന്ന്. ഇതൊക്കെ കേട്ട് അമ്മാനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ലേഡി തമായോനെയാണ്. അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരുന്നു അങ്ങോട്ടൊരു കാക്ക വരുന്നത്. ഗുഡ് ഈവനിങ് മിസ് തമായോ, നിങ്ങളെ കാണാൻ സാധിച്ചുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനാണെങ്കിൽ കഗായോ ബോഷാക്കിയുടെ ഒരു മെസ്സഞ്ചറാണ്. നിങ്ങൾ ഒളിച്ചു താമസിക്കുന്ന ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മാസ്റ്റർ കിടപ്പിലായി. എങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപിടിച്ചതെന്ന് തമായോ കാക്കയോട് ചോദിക്കുകയാണ്. ഞാനൊരു കാക്കയായതുകൊണ്ട് തന്നെ എന്നെ ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. അവരാണ് നിങ്ങളോട് താമസിക്കുന്ന ഉഷിഗ്രോയെ ഞാൻ കാണുന്നത്. ഞാൻ അവരെ ഫോളോ ചെയ്ത് ഞാൻ ഇവിടെ വരെ വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും അല്ല. നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഡീമൺ സ്ലെയർ ക്രോപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവർക്ക് ഡീമൺസിന്റെ ഫിസിയോളജിയെ കുറിച്ചും മരുന്നുകളെ കുറിച്ചും ഒരുപാടധികം ബോധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നെസ്കോനെ തിരിച്ചൊരു മനുഷ്യനാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളും ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് വരണം. നിങ്ങളും ഞങ്ങളുടെ കൂടെ മൂസാൻ കിബിക്സുജിയെ കൊല്ലാൻ വേണ്ടി നിൽക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കാക്ക. ഇതൊക്കെ കേട്ട് നമ്മുടെ തമായ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഒരു ഡീമനായിട്ടുള്ള എന്നെ ഒരു ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് വിളിച്ചിരിക്കുന്നു. കാണിക്കുന്നത് നമ്മുടെ യൂഷറോനെയാണ്. അവനാണെങ്കിൽ അവിടെ എന്തൊക്കെയോ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ എന്തൊക്കെയോ ഓർമ്മ വരുന്നു. ലേഡി തമായോ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഗുഡ് ഈവനിങ് മിസ് തമായോ, ഈ രാത്രിയില് ഈ ജനലൊക്കെ തുറന്നിടുന്നത് വളരെയധികം അപകടമാണ്. നിങ്ങളെ കാണാൻ സാധിച്ചതിന് ഒരുപാടധികം സന്തോഷമുണ്ട്. ഞാൻ മാസ്റ്റർ ഉപയോഗിക്കയുടെ ഒരു മെസ്സഞ്ചർ ആണെന്ന് പറയുകയാണ്. നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടെന്ന് എനിക്കറിയാം. താൻജറോ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് ഒരുപാടധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ് ആ കാക്ക. ഈ സമയത്ത് തന്നെ നമ്മുടെ തമായോ ചിന്തിക്കുകയാണ്, ഇവർ ഉദ്ദേശം എന്താണ്? ഉപയോഗിക്ക് എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണോ? ഷിറോ എവിടെ എന്ന് തമായോ കാക്കയോട് ചോദിക്കുകയാണ്. അവനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവൻ മുകളിൽ നിന്ന് താരോട്ട് വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാനുണ്ടെന്ന് കാക്ക പറയുകയാണ്. കാക്ക പറഞ്ഞതുപോലെ തന്നെ ലേഡി തമായോ എന്ന് വിളിച്ചുകൊണ്ട് യൂഷിഗ്രോ മേളിൽ നിന്ന് വരികയാണ്. എന്നാൽ ഇതേ സമയം തന്നെ അവൻ ആ സ്റ്റെപ്പിൽ നിന്ന് അടിച്ചുകെട്ടി വീഴുന്നൊക്കെ ഉണ്ട്. ഇതേ സമയം തന്നെ ആ കാക്ക പറയുകയാണ്, എന്നാൽ ഞാൻ ഇനി വന്ന കാര്യം പറയാം. ഡീമൺ സ്ലെയർ ക്രോപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഡീമൺസിന്റെ ഫിസിയോളജിയെ കുറിച്ചും മരുന്നുകളെ കുറിച്ചൊക്കെ അറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നെസ്കോനെ തിരിച്ചൊരു മനുഷ്യനാക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുമാത്രമല്ല, മൂസാൻ കിബിക്സുജിയെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളോട് നിൽക്കുമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുകയാണ് ആ കാക്ക തമായോട്. ഒരു ഡീമണായിട്ടുള്ള എന്നെ ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് ക്ഷണിക്കുന്നു എന്നോ? നിങ്ങളിൽ നിന്ന് ഞാനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കാക്ക അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഇപ്പരായിരുന്നു യൂഷിഗ്രോ അങ്ങോട്ട് വരുന്നത്. എല്ലാ കാര്യങ്ങളും തയ്യാറായി ലേഡി തമായോ, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാം. ഇനി അതിന്റെ ആവശ്യമില്ല. ഡിസ്കോ ആണെങ്കിൽ ഇപ്പൊ സൂര്യപ്രകാശത്തിൽ കൂടെ നടക്കുന്നുണ്ട്. ഇനി ഒരു വലിയ യുദ്ധം തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ്. അന്നത്തെ സംഭവം ഇവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് ലേഡി തമായോ പറയുകയാണ്. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്ന് മനസ്സിലാവുന്നെന്ന് യൂഷിഗ്രോ പറയുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. നമ്മൾ ഇത്ര നാളും ചെയ്ത എല്ലാ എക്സിനു വേണ്ടി നമ്മൾ ഇവിടുന്ന് എടുക്കണം. അതിന് നീ എന്നെ സഹായിക്കണമെന്ന് ലേഡി തമായോ യൂഷിഗ്രോയോട് പറയുകയാണ്. നമ്മൾ ഇനി ഒളിച്ച് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് പോവുകയാണ് ലേഡി തമായോ പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻജറോ ആണെങ്കിൽ മാസ്റ്റർ ഉപയോഗിച്ച് താൻജറോക്ക് എഴുതിയ കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേ താൻജറോ, എങ്ങനെയുണ്ട്? നിന്റെ മുറിവുകളൊക്കെ കുറവുണ്ടോ? എന്റെ ആരോഗ്യ പ്രശ്നം കാരണം എനിക്ക് നിന്നെ വന്ന് കാണാൻ സാധിക്കത്തില്ല. കത്ത് ഞാൻ എഴുതുന്നത് നിന്നോടൊരു സഹായം ചോദിക്കാൻ വേണ്ടിയാണ്. നീ എനിക്ക് വേണ്ടി ഗിയു ടോമിയാക്കോനോട് സംസാരിക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടിരിക്കേണ്ട ഒരു സമയമാണിത്. നീ അവനോട് പോയി സംസാരിക്കണം. അവനെപ്പോഴും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നീ അവനോട് സമാധാനത്തോട് സംസാരിക്കണം. ഞാൻ ഉറപ്പായിട്ടും ഗിയുവിനോട് സംസാരിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് വീടിന്റെ പുറത്തോട്ടിറങ്ങിയ നമ്മുടെ താൻജറോ കാണുന്നത് ആവീനെയാണ്. താൻജറോ, ഈ രാവിലെ തന്നെ നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ഹാസ്ട്ര ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? പോകണം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരാളെ കാണണം. ആവി, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഒരാൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുകയാണ്. അയാൾ ഒറ്റയ്ക്കല്ല, അയാളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അത് ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. എനിക്കും ഒറ്റയ്ക്കിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. നീ ഈ പറഞ്ഞ ആളിനെ കാണാനാണോ നീ പോകുന്നതെന്ന് ആവി താൻജറോട് ചോദിക്കുന്നു. താൻജറോ പറയുന്നു അതെ എന്ന്. എന്നാൽ നീ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കുക, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് ആവി അവിടെ നിന്ന് പോകുന്നു. ഗ്യൂനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാടധികം കഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ താൻജറോ. ആവിയാണെങ്കിൽ നമ്മുടെ താൻജറോക്ക് കുറച്ച് ഭക്ഷണം കൊണ്ട് കൊടുക്കുക
ചോദിക്കുകയാണ്, നീ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, ഈ പറഞ്ഞ ആളിന് നീ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കണം. ഈ സിറ്റുവേഷനിൽ ഈ ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും. അങ്ങനെ നമ്മുടെ താൻസ്രോ അവർക്ക് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗിയുവിൻ്റെ വീടിന് മുമ്പിൽ വന്ന നമ്മുടെ താൻസ്രോ ഗിയു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗിയു, ടോമിയാക്കോ, നിങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. ഹേ ഗിയു, ഇതൊന്ന് തുറക്കുമോ? ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് നമ്മുടെ താൻസ്രോ. ഇതൊക്കെ നമ്മുടെ ഗിയു അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവനിപ്പോൾ അകത്തേക്ക് കയറി വരാൻ പോവുകയാണെന്നോ? എനിക്ക് തോന്നിയതായിരിക്കും. എന്നാൽ കഥകിൻ്റെ അവിടോട്ട് നോക്കുന്ന സമയത്ത് ആ കഥക് പതുക്കെ തുറന്നു വരുന്നു. ഹേ ഗിയു എന്ന് പറഞ്ഞ് നമ്മുടെ താൻസ്രോ അകത്തേക്ക് വരികയാണ്. അകത്ത് വന്ന നമ്മുടെ താൻസ്രോ ആണെങ്കിൽ നമ്മുടെ ഗിയുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര അടുത്ത് വന്നിരിക്കുന്നതെന്ന് ഗിയു ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻസ്രോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഹാസ്റ്റർ ട്രെയിനിങ് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നത് നമ്മുടെ ഗിയു താൻസ്രോയോട് പറയുകയാണ്. ഓ, അങ്ങനെയാണോ? ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ കാല് ശരിയാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ട്രെയിനിങ് ചെയ്യാം എന്ന് പറയുകയാണ് നമ്മുടെ താൻസ്രോ. നടക്കത്തില്ല, അതൊരിക്കലും നടക്കത്തില്ലെന്ന് പറയുകയാണ് നമ്മുടെ ഗിയു. അതെന്താ നടക്കാത്തെ? നിങ്ങൾക്ക് ഒരുപാടധികം ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് താൻസ്രോ പറയുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ദേഷ്യമുണ്ട്. അതിനുള്ള കാരണവും നീ തന്നെയാണ്. നീ വാട്ടർ ബ്രീത്തിങ് മാസ്റ്റർ ചെയ്തില്ല. അഥവാ നീ മാസ്റ്റർ ചെയ്തായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഒരു വാട്ടർ ഹാഷറായി മാറിയേനെ എന്ന് നമ്മുടെ ഗിയു താൻസ്രോയോട് പറയുകയാണ്. ഓ, അങ്ങനെയാണോ? എന്നോട് മാസ്റ്റർ റൊക്കോഡാക്കി പറഞ്ഞത് ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ എനിക്ക് വേറൊരു ബ്രീത്തിങ് സ്റ്റൈൽ ഉണ്ടാക്കാൻ സാധിക്കും. വാട്ടർ ബ്രീത്തിങ്ങിൽ നിന്ന് ഒരുപാടധികം ബ്രീത്തിങ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വാട്ടർ ബ്രീത്തിങ്ങിനെക്കായിട്ട് ഈസി ആയിട്ട് തോന്നിയത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ബ്രീത്തിങ് ആണ് എന്ന് പറയുകയാണ് നമ്മുടെ താൻസ്രോ ഗിയുവിനോട്. ഞാൻ അതിനെ പറ്റിയല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരു വാട്ടർ ഹാഷറ പോലും ഡീമൺ സ്ലെയർ ക്രോപ്പിലില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു വാട്ടർ ഹാഷറ വേണമെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻസ്രോ പറയുകയാണ്, അപ്പം നിങ്ങളും ഒരു വാട്ടർ ഹാഷറ അല്ലേ? അല്ല, ഞാൻ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിയു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. നമ്മുടെ താൻസ്രോ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുന്നത്, നീ ഗിയുവിനോടാണെങ്കിലും എല്ലാ കാര്യങ്ങളും സാവധാനം പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ താൻസ്രോ പിന്നീടും ഗിയുവിനെ കാണാൻ വേണ്ടി വരികയാണ്. ഹേ ഗിയു, നിങ്ങളിവിടെ ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചാൽ പകുതി പ്രശ്നവും മാറുമെന്നാണ് എന്ന് പറയുകയാണ് നമ്മുടെ താൻസ്രോ. എന്നിട്ട് ആ ഫുഡ് അവിടെ വെക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ താൻസ്രോ. അന്ന് രാത്രി തിരിച്ച് വീട്ടിലോട്ട് വന്ന് നമ്മുടെ ഗിയു കാണുന്നത് നമ്മുടെ താൻസ്രോ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ താൻസ്രോ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. നമ്മുടെ താൻസ്രോ കൊടുത്ത എല്ലാ ഫുഡും നമ്മുടെ ഗിയു കഴിച്ചിട്ടുണ്ട്. ഹേ ഗിയു, നിങ്ങൾ തിരിച്ചു വന്നോ? ഞാൻ തന്ന എല്ലാ ഫുഡും നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ താൻസ്രോ. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഗിയു അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മുടെ താൻസ്രോയും ഗിയുവിന്റെ പുറകെ തന്നെയുണ്ട്. ഗിയു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത് മിഷൻ വല്ലതും ആണോ? ഇവിടെ ഡീമൺ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുകയാണോ? എന്നാൽ ഇവിടെ ഡീമൺ ഒന്നുമില്ല, നമുക്കിപ്പോൾ ട്രെയിനിങ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ താൻസ്രോ ഗിയുവിന്റെ പുറകെ തന്നെ പോവുകയാണ്. നമ്മുടെ താൻസ്രോ ആ രാത്രി മുഴുവനും നമ്മുടെ ഗിയുവിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച നമ്മുടെ ഗിയുവിന്റെ അടുത്തേക്ക് നമ്മുടെ താൻസ്രോ വരികയാണ്. ഹേ ഗിയു, നിങ്ങൾ ഇതിന്റെ അകത്തുണ്ടോ? നമുക്കിപ്പോൾ ട്രെയിനിങ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഗിയുവിനെയും കൊണ്ട് ഒന്ന് ഫുഡ് പോലും കഴിപ്പിക്കുന്നില്ല. എല്ലാ സമയവും നമ്മുടെ ഗിയുവിന്റെ പുറകെ തന്നെയുണ്ട് നമ്മുടെ താൻസ്രോ. എന്തിനു പറയണം, ഒന്ന് കുളിക്കാൻ പോലും നമ്മുടെ ഗിയുവിനെ സമ്മതിക്കുന്നില്ല നമ്മുടെ താൻസ്രോ. നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. അതിന് സഹികെട്ട് നമ്മുടെ ഗിയു ചിന്തിക്കുകയാണ്, ഇവൻ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവൻ എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ പുറകെ തന്നെ നടക്കുമോ? ഇവനോട് ഞാൻ സംസാരിച്ചാൽ ഇവൻ എൻ്റെ പുറകെ തന്നെ പോകുമോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗിയു തീരുമാനിക്കുവാണ് ഇവനോട് സംസാരിക്കാൻ. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുവാണ് നമ്മുടെ ഗിയു. താൻസ്രോ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഫൈനൽ സെലക്ഷനിൽ വിജയിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഡീമൺ സ്ലെയർ ഫൈനൽ സെലക്ഷനെ കുറിച്ചാണോ? ആ വിസ്റ്റീരിയ പൂവൊക്കെ ഉള്ളത്? അത് തന്നെ, ഞാൻ അതിൽ വിജയിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയെ പോലെ തന്നെ ഡീമൺസ് അറ്റാക്ക് ചെയ്തതായിരുന്നു. അവൻ്റെ പേരാണ് സബീറ്റോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കണ്ടുമുട്ടി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളെ ട്രെയിൻ ചെയ്തത് മാസ്റ്റർ റോക്കോഡാക്കി തന്നെയായിരുന്നു. ആ ഫൈനൽ കോമ്പറ്റീഷന് ഏറ്റവും കൂടുതൽ ഡീമൺസിനെ കൊന്നത് അവനായിരുന്നു. ആ സെലക്ഷൻ്റെ തുടക്കം തന്നെ എന്നെ ഒരു ഡീമൺ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാടധികം മുറിവുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ എന്നെ അവിടുന്ന് രക്ഷിച്ചത് സാബിറ്റോ ആയിരുന്നു. അവൻ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു. അവന് നല്ല രീതിയിൽ കഴിവുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. സ്കിൽസ് ഒക്കെ കണ്ടാൽ അവൻ 13 വയസ്സുകാരനാണെന്ന് പറയത്തേയില്ല. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു ഒരു ഡീമൺ സ്ലെയറിന്റെ അലർച്ച കേൾക്കുന്നത്. ആ ഡീമൺ സ്ലെയറിനെ രക്ഷിക്കാൻ വേണ്ടി സാബിറ്റോ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു തുറക്കുന്ന സമയത്ത് ആ ഫൈനൽ സെലക്ഷൻ അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഞാനൊരു കാര്യം അറിയുന്നത്. ഞാൻ ഒരാഴ്ചയായിട്ട് കോമയിലായിരുന്നു. അതുമാത്രമല്ല സാബിറ്റോ മരിച്ചു. ഈ കാര്യം എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഒരു ഡീമനെ പോലും കൊല്ലാതെ ആ സെലക്ഷന് പാസ്സായി. ആ ഡീമൺസിനെ രക്ഷപ്പെട്ട എല്ലാ ആൾക്കാരും പാസ്സാവുന്നു. പക്ഷെ ഞാൻ പാസ്സാവാൻ കാരണം സാബിറ്റോ ആയിരുന്നു. അതുമാത്രമല്ല, നിനക്കൊരു കാര്യം അറിയാവോ? ഒരു ഡീമൺ സ്ലെയർ ആവാനുള്ള യോഗ്യത എന്നെക്കാട്ടി കൂടുതൽ അവനായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഞാൻ മറ്റുള്ള ഹാസ്രാസിനെ പോലൊന്നും അല്ല. എനിക്കൊരിക്കലും ഒരു ഹാസ്ര എന്നുള്ള പേര് വെച്ച് നടക്കാനൊന്നും പറ്റില്ല. എനിക്കൊരിക്കലും അർഹിക്കാത്ത വിജയം ആവശ്യമില്ല. അതുമാത്രമല്ല, എനിക്ക് ഡീമൺ സ്ലെയർ ക്രോപ്പിൽ നിൽക്കാൻ പോലുമല്ല യോഗ്യതയില്ലെന്ന് പറയുകയാണ് നമ്മുടെ ഗിയു. അതുകൊണ്ട് നീ വേറെ ഏതെങ്കിലും ഹാസ്രാസിന്റെ സഹായം ചോദിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതുമാത്രമല്ല, എനിക്കൊരിക്കലും ആ ഡീമൺ സ്ലെയർ മാർക്ക് വരാൻ പോകുന്നില്ല. എന്നാൽ എൻ്റെ സ്ഥലത്ത് അവനായിരുന്നില്ല അവന് വന്നേനെ എന്ന് പറയുകയാണ് നമ്മുടെ ഗിയു. എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. കേട്ട് നമ്മുടെ താൻസ്രോ ചിന്തിക്കുകയാണ്, ഹേ ഗിയു, എനിക്ക് നിങ്ങളെ മനസ്സിലാവും.
മനസ്സിലാവുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് മരിച്ചു പോകുന്നുള്ള ഫീലിംഗ് എനിക്കറിയാം. നമ്മളെ കാട്ടില്ല അർഹതയുള്ള ഒരാൾക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടിയില്ല, അയാൾ നമ്മളെ വിട്ടുപോയി. പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്താണ് അയാൾ നമ്മളെ വിട്ടുപോയെങ്കിൽ ആ ഫീലിംഗ് നമുക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. ഇത് പറയുകയാണ് നമ്മുടെ താൻജറോ. സാബിറ്റോ ആ മലമുകളിൽ വെച്ച് എന്നെ ട്രെയിനിങ് ചെയ്തു. അവൻ എന്തിനു വേണ്ടിയാണ് എന്നെ ട്രെയിൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അതുമാത്രമല്ല, അവനിപ്പോൾ ജീവനം ഉണ്ടായിരുന്നെങ്കിൽ ജിയോന്റെ സെയിം പ്രായം തന്നെയായിരുന്നേനെയും. അതുമാത്രമല്ല, അവന് ആ കോമ്പറ്റീഷനിൽ വന്ന എല്ലാ ആൾക്കാരെയും രക്ഷിച്ചു. അവനിപ്പോൾ ജീവനം ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു ബെസ്റ്റ് സ്പോർട്സ്മാൻ ആയനേയും. ഗിയോ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, അവന് പകരം താൻ മരിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അന്ന് റെങ്കോക്കോ സ്വന്തം ജീവൻ കൊടുത്ത് എല്ലാവരും രക്ഷിക്കുന്ന സമയത്ത് അന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം. റെങ്കോക്കോ മറ്റുള്ളവരെക്കാട്ടിൽ വളരെയധികം സ്ട്രോങ് ആയിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ ഒരുപാടധികം കാര്യം ചെയ്തേനെ. പലപ്പോഴും ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ട്. അയാൾ മരിക്കുന്നതിന് പകരം ഞാൻ മരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ റെങ്കോക്കോയും മൂസാരിക്ക് ബിക്സുജിയെ കൊല്ലാൻ വേണ്ടി കണ്ടേ. എന്നാൽ അന്ന് എന്നോട് ഇന്നോസ്കി പറഞ്ഞത്, റെങ്കോക്കോ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും വിശ്വാസം കളയാൻ പാടില്ല എന്ന് പറയുകയാണ്. അതെന്നെ ഒരുപാടധികം ചിന്തിപ്പിച്ചു. എന്നാൽ ഗിയുവിനോട് ഞാൻ എന്ത് പറയുമെന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ താൻജറോ. ഒരിക്കലും ഒരു ഹാഷ്റേ ആവാൻ അർഹതയില്ലാത്ത ഒരാളല്ല. അവർ ഇതിനു വേണ്ടി ഒരുപാടധികം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഗിയു, നിങ്ങൾ അവിടെ നിൽക്കുക, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സാബിറ്റോയ്ക്ക് നിങ്ങൾ ഒരുപാടധികം വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് അവൻ അവന്റെ ജീവൻ കളഞ്ഞിട്ട് നിങ്ങളെ രക്ഷിച്ചത്. ഒരിക്കലും നിങ്ങൾ അവന്റെ വിശ്വാസം കളയാൻ പാടില്ല. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഗിയുയ്ക്ക് മോത്ത് എന്തോ അടി കിട്ടിയതുപോലെ തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ സാബിറ്റോ ആണെങ്കിൽ നമ്മുടെ ഗിയുവിന്റെ മോന്ത കിട്ടണം കൊടുക്കുന്നു. നീ ഒരിക്കലും നീ മരിക്കുന്ന കാര്യം പറയരുത്. നീ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇനി ഒരിക്കലും സുഹൃത്തുക്കളല്ല. നിന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം അവിടെ ഡീവൺ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവളുടെ ജീവൻ കളഞ്ഞിട്ട് നിന്നെ രക്ഷിച്ചത് നീ ഇനി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അത് നീ ഒരിക്കലും ഇല്ലാതാക്കി കളയാൻ പാടില്ല. അതുമാത്രമല്ല, നീ ഒരിക്കലും അവളെ നിരാശപ്പെടുത്താൻ പാടില്ല. നീ അത് കളയാനേ പാടില്ലെന്ന് പറയുകയാണ് നമ്മുടെ സാബിറ്റോ നമ്മുടെ ഗിയുവിനോട്. ആ കാര്യം നമ്മുടെ ഗിയു ഓർക്കുകയാണ്. നമ്മുടെ ഗിയു പറയുകയാണ്, അന്ന് അവൻ എന്നെ അടിച്ച ആ അടിയുടെ വേദന ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല, എന്നിട്ടും ഞാൻ അത് മറന്നുപോയി. അതിനർത്ഥം ഞാൻ അവന് കൊടുത്ത വാക്കിന് ഒരു വിലയില്ലെന്നല്ലേ? അതുമാത്രമല്ല, ഇതൊക്കെ ഞാൻ എങ്ങനെ മറന്നുപോയത്? എനിക്കതൊന്നും ഓർക്കണ്ട, കാരണം എനിക്കിനി ഒന്നും കൂടെ അതിലൂടെ കടന്നു പോകാൻ വയ്യ. സാബിറ്റോ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഗിയു. നമ്മുടെ താൻജർ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻജർ ചിന്തിച്ചിരിക്കുവാണ്, ഇവരെന്താണ് അനങ്ങാത്തെ? ഞാൻ ഇനി പറഞ്ഞ ഈ കാര്യമൊക്കെ ഇവർക്ക് വളരെ രീതിയിൽ ഫീലായോ? ഇവർ വളരെയധികം വിഷമത്തിലാണെങ്കിൽ എനിക്കറിയാം. ഇവരുടെ മനസ്സ് ഞാൻ ഇനി എങ്ങനെ മാറ്റുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ താൻജറൊക്കെ ഒരു ഐഡിയ കത്തുന്നു. ഒരു ഈറ്റിംഗ് കോമ്പറ്റീഷനെ കുറിച്ച് ഇവരോട് പറഞ്ഞാലോ? ഇതേ സമയത്ത് തന്നെ താൻജറോ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ പോയി. നമ്മുടെ ട്രെയിനിങ് ഉണ്ടല്ലോ. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഗിയുവിനെ കൊണ്ട് പറയിപ്പിക്കാതെ നമ്മുടെ താൻജർ പറയുകയാണ്, നമുക്കൊരു ഈറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തിയാലോ, ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗിയു അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഗിയു പറയുകയാണ്, എന്നോട് അവർ ഹാഷ്റ ട്രെയിനിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. അതിനും പറയണം, എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ കാണുന്നത് ഷിനിബൂനെയാണ്. ചേച്ചി, എനിക്ക് സമാധാനം കിട്ടാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? എന്നെ പോലെ പക്വതയില്ലാത്തവർക്കാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് ഷിനിബു പറയുന്നത് തന്നെ അങ്ങോട്ട് കാന വരികയാണ്. എന്നിട്ട് ഷിനിബുനോട് ചോദിക്കുകയാണ്, ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് വിൻ ഹാഷ്റ ട്രെയിനിങ് ആണ്, അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ഹാഷ്റയുടെ ട്രെയിനിങ്ങും, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ട്രെയിനിങ് ചെയ്തോട്ടെ? ഇല്ല, പറ്റത്തില്ല, ഞാൻ ഹാഷ്റ ട്രെയിനിങ് ചെയ്യത്തില്ലെന്ന് ഷിനിബു പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ കാന ചോദിക്കുവാണ്, അതെന്താ? നമ്മുടെ കാനുവിനെ നമ്മുടെ ഷിനിബു അടുത്തേക്ക് വിളിക്കുന്നു. ഇപ്പോഴാണ് പറ്റിയ സമയം. എൻ്റെ ചേച്ചീനെ കൊന്ന ആ ഡീമനെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ആ ഡീമനെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷിനിബു. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അകത്തിലെ 2ാമത്തെ എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് ഹാഷ്റ ട്രെയിനിന്റെ ഭാഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലെയേഴ്സിനെയാണ്. അവിടോട്ട് നമ്മുടെ ടങ്കൻ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇത്രയും പെതുക്കി ഓടുന്നത്? സൂര്യാസ്തമിക്കാൻ ഇനി ഒത്തിരി സമയമൊന്നുമില്ല, നിങ്ങളൊന്ന് ഉഷാറായിട്ട് ഓടാൻ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡീമൺ സ്ലെയറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, കാല് മുന്നിലോട്ട് വെച്ച് നല്ലപോലെ കൈ വീശെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡീമൺ സ്ലെയർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ആ ഡീമൺ സ്ലെയേഴ്സ് എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡീമൺ സ്ലെയേഴ്സ് ഒക്കെ അങ്ങനെ തളർന്നു വീഴുകയാണ്. നിങ്ങൾ ഇങ്ങനെ തളർന്നു വീണാൽ നിങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ള ഹാഷ്റാസിനെ ട്രെയിനിങ് ഒക്കെ കൊള്ളുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഡീമൺ സ്ലെയേഴ്സിന്റെ ചന്തിക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടങ്കൻ. എന്നാൽ ഇതേ സമയമായിരുന്നു ഉസൂയി എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് ഓടി വരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ താൻജറോ ആണ്. താൻജറോനെ കണ്ട ടങ്കൻ പറയുകയാണ്, നിന്നെ ഒരുപാട് ദിവസമായല്ലോ കണ്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നീ ഒരു അപ്പർമോ ഡീമന്റെ കൂടെ ഫൈറ്റ് ചെയ്തെന്ന് കേട്ടല്ലോ. അതിന്റെ മുറിവുകളൊന്നും നിന്റെ ബോഡിയിൽ ഞാൻ കാണുന്നില്ല. നീ ഒരു ഭാഗ്യവാൻ തന്നെ. അതിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടെന്ന് താൻജറോ പറയുന്നു. നിന്റെ ഇളകാത്ത ബോഡി നമുക്കിപ്പോ ഒന്ന് ഇളക്കാം. നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാൻ പോവുകയാന്ന് പറയുന്നു. അതിന് ഞാനും റെഡിയാണെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. താൻജറോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ താൻജറോ ട്രെയിനിങ്ങിന് വേണ്ടി റെഡിയാകുന്നു. ബാക്കിയുള്ള ഡീമൺ സ്ലെയേഴ്സിനെക്കാട്ടിൽ നല്ല രീതിയിലാണ് നമ്മുടെ താൻജറോ ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീമൺ സ്ലെയേഴ്സ് ഒക്കെ തളർന്ന് താരെ വീരാൻ നേരത്ത് നമ്മുടെ താൻജറോ വീണ്ടും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീമൺ സ്ലെയേഴ്സ് ഇതൊക്കെ കണ്ടിട്ട് വായും പൊളിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഡീമൺ സ്ലെയേഴ്സിനൊക്കെ ഭക്ഷണം കൊടുക്കാൻ വന്ന ടങ്കന്റെ ഭാര്യമാർ നമ്മുടെ താൻജറോനെ കാണുന്നു. ഓ താൻജറോ, നീ അങ്ങനെ വന്നല്ലോ. അങ്ങനെ നമ്മുടെ താൻജറോ ആണെങ്കിൽ കഴിഞ്ഞ മിഷനിൽ ഇവരെ സഹായിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ താൻജറോ അവരോട് താങ്ക്സ് പറയുകയാണ്. ഓ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് നിന്നോട് താങ്ക്സ് പറയേണ്ടതെന്ന് അവർ പറയും. താൻജറോ, നിന്റെ മുഖം ഒന്ന് നന്നായിട്ടുണ്ട്.
സത്യവാ അവന്റെ മുഖം വലിയ ആളുടെ കൂട്ടായിട്ടുണ്ടെന്ന് നമ്മുടെ ടങ്കന്റെ 3 ഭാര്യമാർ പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ടങ്കനാണെങ്കിൽ ഡീമൺ സ്ലേയേഴ്സിനെ എല്ലാത്തിനെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷത്തിലുള്ള ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിങ് ഞാൻ ഭക്ഷണം കഴിക്കാത്തവരെയൊക്കെ വർദ്ധിപ്പിക്കുമെന്ന് പറയുകയാണ് നമ്മുടെ ടങ്കൻ. അയ്യോ വേണ്ട, വർദ്ധിപ്പിക്കല്ലേ, ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞ ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും ഭക്ഷണം മേടിച്ച് തിന്നുകയാണ്. കാണിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 ഡീമൺ സ്ലേയേഴ്സ് സംസാരിക്കുന്നതാണ്. നിനക്ക് ഇന്ന് രാത്രി പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടി ഇല്ലേ, നിനക്ക് വേണമെങ്കിൽ നിനക്ക് പകരം ഞാൻ പോകാം. വേണ്ട മോനെ, ഞാൻ പൊക്കോളാം, കാരണം പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടി പോകുന്നവർക്ക് രാവിലെ ട്രെയിനിങ്ങിന് വരണ്ട എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി രാത്രി പോവുകയാണ്. ഡീമൺസ് എല്ലാം മാഞ്ഞു പോയി, എനിക്ക് ഈ രാത്രി നല്ല രീതിയിൽ പേടിപ്പെടുത്തുന്നതാണെന്ന് പറയുകയാണ്. ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടത്, നെസ്കോ എന്ന് പറയുന്ന ഒരു ഡീമന്റെ പുറകെയാണ് ഇപ്പൊ എല്ലാ ഡീമൻസും എന്നാണ് ഞാൻ കേട്ടത്. അതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ്. നമ്മൾ ഡീമൻസിനോടൊക്കെ ചോദിച്ചോ എന്തിനാണ് പെട്ടെന്ന് മാഞ്ഞു പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻസ് ലെയർ. എന്നാൽ ഇതേ സമയം തന്നെ ഒരു ഡീമൻസ് ലെയർ കാണാതാവുകയാണ്. എടാ നീ എവിടെ? എന്നാൽ ഇതേ സമയം തന്നെ ആ കാണാതായി പോയ ആ ഡീമൻസ് ലെയർ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഈ ഡീമൻസ് ലെയറിനെ വന്നങ്ങ് പേടിപ്പിക്കുകയാണ്. ഇതുപോക്കാണ് ഡീമൻസ് ഒക്കെ ഒളിച്ചു നിന്ന് ആൾക്കാരെ ആക്രമിക്കുന്നതെന്ന് ആ ഡീമൻസ് ലെയർ പറയുന്നത്. വൃത്തികെട്ടവനെ, ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെ, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. എടാ സോറിയടാ, ഞാൻ ഇനിയൊന്നും ചെയ്യത്തില്ലെന്ന് പറയുന്നു. നീ ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കാൻ പാടില്ലെന്ന് ആ ഡീമൻസ് ലെയർ പറയുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടൊരു ശബ്ദം ഉണ്ടാകുന്നത്. നോക്കുന്ന സമയത്ത് ഒരു കണ്ണ്, ആ കണ്ണിൽ 4 എന്ന് എഴുതിയിരിക്കുന്നു. ആ 4 എന്ന് പറഞ്ഞ കണ്ണ് ആ ഡീമൻസ് ലെയർസിനെ ഫോളോ ചെയ്ത് പോകുന്നു. കാണിക്കുന്നത് രാവിലെയാണെങ്കിൽ ഡീമൻസ് ലെയർസിന്റെ ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ടങ്കൻ പറയുകയാണ് നിങ്ങളെല്ലാവരും 2 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് മാറാൻ ടങ്കൻ പറയുകയാണ്. ടാൻഡ്രോ ആണെങ്കിൽ ഒരു വലിയ ഡീമൻസ് ലെയറിനെ തന്നെ അവന്റെ ടീമിൽ വിളിക്കുന്നു. എന്നിട്ട് അവനെ തോളത്ത് വെച്ചുകൊണ്ട് തന്നെ ആ മല സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ടാൻഡ്രോ ഓടിക്കിടക്കുന്നു. പക്ഷെ ബാക്കിയുള്ള ഡീമൻസ് ലെയർസ് ഒക്കെ ആണെങ്കിൽ തളർന്ന് താഴെ വീഴുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ടാൻഡ്രോ വീണ്ടും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വീണ്ടും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ടാൻഡ്രോ എടുത്തോട്ട് ആ ഡീമൻസ് ലെയർസ് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ അപ്പർ റാങ്ക്സ് എന്നൊക്കെ പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണോ, അവരെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ ടാൻഡ്രോ ആണെങ്കിൽ മിത്സുരി പറയുന്ന പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഡീമൻസ് ലെയർസിനും ഒന്നും മനസ്സിലാകുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ഡീമൻസ് ലെയർസിനോട് നമ്മുടെ ടങ്കൻ ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ആ മല ഒരു റൗണ്ട് കറങ്ങിയിട്ട് ഇവിടെ തിരിച്ചു വരണം. അവരെല്ലാരും അവിടെ നിന്ന് എഴുന്നേറ്റ് ആ മലയുടെ അവിടോട്ട് പോവുകയാണ്. ടങ്കന്റെ 3 ഭാര്യമാരിൽ ഒരു ഭാര്യ പറയുകയാണ്, ടങ്കൻ പുറത്തിത്ര ക്രൂരനാണെങ്കിലും മനസ്സിൽ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡീമൻസ് ലെയർ മലയുടെ മണ്ടയ്ക്ക് ഒന്ന് താഴെ വരുന്ന സമയം വരെ നമ്മുടെ ടങ്കൻ ഒന്നും കഴിഞ്ഞില്ല. നമ്മുടെ ടങ്കൻ തന്നെയാണ് ആ ഡീമൻസ് ലെയറിനെ മലയുടെ മണ്ടയ്ക്ക് ഒന്ന് താരോട്ട് കൊണ്ടതെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ നമ്മുടെ ടങ്കൻ അവരുടെ 3 പേരുടെ ഭാര്യമാരുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാമെന്ന്. അതുമാത്രമല്ല മാസ്റ്റർ ഉപയോഗിക്കുകയാണ് ഇവരെ എന്നെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊട്ടക്ഷനൊക്കെ ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻജറോ ഓടിപ്പോകുന്ന സമയത്ത് ടാൻജറോ ഒരു കാര്യം ചിന്തിക്കും, ഈ ഹാഷ്റാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണെന്ന്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ഗിയും നമ്മുടെ ടാൻജറോയും കൂടെ ഫുഡ് കോമ്പറ്റീഷൻ വെക്കുന്ന സമയത്തുണ്ടല്ലോ, അത് നമ്മുടെ ടാൻജറോയ്ക്ക് കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാകുന്നു. നമ്മുടെ ടാൻജറോയ്ക്ക് ഇനി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിപ്പോൾ തോറ്റുപോയാൽ മാസ്റ്റർ ഉപയോഗിക്ക് കൊടുക്കുന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല എനിക്ക് ഗിയുവിനെ തിരിച്ച് ഫാസ്റ്റർ ട്രെയിനിലോട്ട് കൊണ്ടുവരാനും പറ്റില്ല. ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റുന്ന അത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാൻജറോ. ഇതേ സമയം തന്നെ നമ്മുടെ ഗിയു ആണെങ്കിൽ ഒരു പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഗിയു ടാൻജറോട് ചോദിക്കുകയാണ്, ടാൻജറോ നീ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ഈ കോമ്പറ്റീഷനിൽ തോറ്റുപോയാൽ ഞാൻ തിരിച്ച് ഹാസ്റ്റർ ട്രെയിനിങ്ങിലേക്ക് വരാം, അഥവാ ഞാൻ ഈ മത്സരത്തിൽ ജയിച്ചാൽ ഞാൻ ഇനി ട്രെയിനിങ്ങിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ടാൻജറോ ആണെങ്കിൽ ഒന്ന് പേടിച്ചിട്ട് വേണ്ട. സമയം തന്നെ നമ്മുടെ ഗിയുവിന്റെ വസ്ത്രം അങ്ങോട്ട് വരികയാണ്. ആ ആളോട് ഗിയു പറയും ടാൻജറോയ്ക്കും ഒരു പ്ലേറ്റ് കൊണ്ട് ഗിയു പറയുന്നു, ടാൻജറോ ഇതെന്റെ അവസാനത്തെ പ്ലേറ്റ് ആണ്, നീ ഒരു പ്ലേറ്റും കൂടെ എക്സ്ട്രാ കഴിച്ചാൽ നീ വിജയിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാസ്റ്റർ ട്രെയിനിലോട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ടാൻജറോയ്ക്ക് വളരെയധികം സന്തോഷം വരികയാണ്. കാണിക്കുന്നത് ഒബനായി വരാൻ കാത്തിരിക്കുന്ന സനമീനെയാണ്. അങ്ങനെ ഒബനായി അങ്ങോട്ട് വരുന്നു, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി, ഞാനും ഇപ്പൊ വന്നതേ ഉള്ളൂ, നിനക്ക് മെമ്പേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സനമി ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ ഒബനായി പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല അവർക്ക് അപ്പർ റാങ്ക് ഡീമൻസിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സനമി പറയുകയാണ്, എന്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് മാസ്റ്ററുടെ ആഗ്രഹമാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. നീ എന്നെ ഈ സമയത്ത് എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് ഒബനായി ചോദിക്കുന്ന സമയത്ത് സനമി പറയും, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ആ കാര്യത്തിനെ കുറിച്ച് പറയുന്നത് ആ കൊട്ടാരത്തിനെ കുറിച്ചാണോ? അതെ, നമ്മൾ വിചാരിച്ചു ആ ഡീമൻസിനെ കൊല്ലാൻ സാധിക്കുമെന്ന്, പക്ഷെ ആ ഡീമൻസ് ഒക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അങ്ങ് മാഞ്ഞു പോയി. ഇങ്ങനെയാണ് ആ ഡീമൻസ് ഒക്കെ ഒറ്റ നിമിഷത്തിൽ മാഞ്ഞു പോയത്, എന്തായിരിക്കും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. അതോ ഇനി നമ്മളറിയാത്ത ഡീമൻസിന്റെ ഒളിത്താവളം വല്ലതും ആണോ എന്ന് പറയുകയാണ്. ഞാൻ ആ കൊട്ടാരം പലതവണയായിട്ട് അരിച്ചു പറക്കി, പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല. കേട്ട് ഓപ്പനായി പറയുകയാണ്, അന്ന് മുതലാണ് ഡീമൻസ് ഒക്കെ കാണാതായി പോയത്, അവരൊക്കെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി പോയി. ഒരു കാര്യം ഉറപ്പിച്ചോ, അവരുടെ ടാർഗറ്റ് നമ്മുടെ ടാൻജറോന്റെ അനിയത്തി തന്നെയാണ്. എന്തോ വലുത് വരാനിരിക്കുന്നെന്ന് ഓപ്പനായി പറയുന്ന സമയത്ത് സനമി പറയുകയാണ്, ഷേ എന്തൊക്കെയാണായാലും അതൊക്കെ ഞാൻ തടഞ്ഞിരിക്കുമെന്ന്. ഇതേ സമയത്ത് തന്നെ ഓപ്പനായി പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണമെന്ന്. എനിക്കൊരു കാര്യവും കേൾക്കട്ട, പകരം ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്താലോ? ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഓപ്പനായി പറയാണ്, ഈ കാര്യം തന്നെയാണ് ഞാൻ നിന്നോട് പറയാനിരുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് ടെങ്കന്റെ ഭാര്യമാരെ പാത്രം എടുക്കാൻ സഹായിക്കുന്ന നമ്മുടെ ടാൻജറോനെയാണ്. നമ്മുടെ ടാൻജറോ
താൻജറോയ്ക്ക് അവരൊരു ചായ കൊടുക്കും. അത് കുടിക്കുമ്പോൾ നമ്മുടെ താൻജറോയ്ക്ക് ആശ്വാസമാവും. താൻജറോ വളരെയധികം നന്ദിയുണ്ട് എൻ്റെ ട്രെയിനിങ് ഡിസ്ട്രിക്റ്റിൽ വെച്ച് ഞങ്ങളെ സഹായിച്ചതിന്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, അതിന് നന്ദിയൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, നീയും നിൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ ആ പന്നിത്തലേനും അതുപോലെ തന്നെ ആ മഞ്ഞ മുടിക്കാരനും പിന്നെ ടങ്കനും. ഇത്രയും പേരില്ലായിരുന്നെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തെ സൂര്യനെ കാണത്തില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും ടങ്കിനും ഒരുമിച്ച് ജീവിക്കത്തില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ജീവനോട് ഇല്ലായിരുന്നേനെ. അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ടങ്ങനെ. ഇപ്പൊരു ആഗ്രഹമുണ്ട് ഫൈറ്റിനൊക്കെ പോകണമെന്ന്. അത് പറഞ്ഞത് ശരിയാ, ഇടയ്ക്കിടയ്ക്ക് പിച്ചും പേയായിട്ടും അതുപോലെ തന്നെ ഉറക്കത്തിലൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല നീ മൂസൻ കിബിക്സുജിയെ നശിപ്പിക്കണമെന്ന് പറയുകയാണ് അവർ 3 പേരും. ഒരു ഈവനിങ്ങിൽ നമ്മുടെ ടങ്കൻ പറയും, നമ്മൾ ഇന്ന് മുകളിൽ ഒത്തിരി ദൂരം പോകുന്നത് ക്യാൻസൽ ചെയ്യുകയാണ്, അതിന് പകരം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും ആ മലമണ്ടയിലേക്ക് കയറൂ. നമ്മളെപ്പോഴും ഡീമൻസിലൂടെ രാത്രിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണും രാത്രിയിലേക്ക് ഫൈറ്റ് ചെയ്യുന്നത് പോലെ തയ്യാറാക്കി വെക്കൂ. അങ്ങനെ നിങ്ങളുടെ ഇരുട്ടിൽ ഫൈറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും. പിന്നെ ഒരു കാര്യം, ഞാനൊരു ഡീമനാണെങ്കിൽ നിങ്ങളെ പിടിച്ച് തിന്നും, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ താൻജറോ, നീ നിന്റെ കൂടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണം, അതുപോലെ തന്നെ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണം എന്ന് പറയുകയാണ് നമ്മുടെ ടെങ്കൻ. അങ്ങനെ എല്ലാവരും ടെങ്കനെ ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ടെങ്കൻ അവരെ ആക്രമിക്കാൻ തുടങ്ങി. ആർക്കും കാണാത്ത രീതിയിൽ തന്നെ നമ്മുടെ ടെങ്കൻ അവരെല്ലാരെയും അടിച്ച് താരയിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും താരോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെങ്കന്റെ ഓരോ അനക്കവും നമ്മുടെ താൻജറോയ്ക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ടെങ്കൻ ഒരു ഫോർമൽ നിഞ്ച അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് ഞാൻ ഇതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ടെങ്കന്റെ സ്മെല്ല് പോലും ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെയായിരുന്നു ചന്ദ്രന്റെ വെളിച്ചത്തിൽ നമ്മുടെ ടെങ്കനെ ചെറുതായിട്ടൊക്കെ അവരൊന്ന് കാണുന്നത്. ഒരിക്കലും ഒരു ഹാസറുടെ മുന്നിൽ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കത്തില്ലെന്ന് പറയും. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ടെങ്കൻ വന്നിട്ട് അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്കും. എന്നിട്ട് ചോദിക്കുമ്പോൾ ഒരു ഡീമൻ വരുമ്പോഴും നീ ഈ കാര്യം തന്നെ പറയും. ഡീമൻ സ്ലേയർ അവിടെ ബോധം കെട്ടി താര വീരൊക്കെ കണ്ട് നമ്മുടെ താൻജറോ വിളിച്ചു പറയും, ടെങ്കൻ യൂസുയി ഒരു ഫോർമർ ഹാസറ, അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഒന്നും നമുക്കൊരിക്കലും കാണാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഓടി എന്റെ അടുത്ത് വരാൻ പോവുകയാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ ടെങ്കൻ ആണെങ്കിൽ ആ ഡീമൻ സ്ലേയേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താൻജറോ അത് തടയും. എന്നാൽ ആ തടയുന്ന ഇതിന്റെ ആഘാതത്തോട് തന്നെ എല്ലാ ഡീമൻ സ്ലേയേഴ്സും എല്ലാം അവിടെ നിന്ന് പറന്നു പോവുകയാണ്. താൻജറോ അങ്ങനെ തന്നെ എന്ന് ടങ്കൻ പറയുന്നു. ഇയാള് ഒരു കൈ ഉപയോഗിച്ചപ്പോൾ തന്നെ ഇത്രയും സ്ട്രെങ്തോ? സത്യം പറഞ്ഞാൽ ഈ ടങ്കൻ ഒരു ലെജൻഡ് ആണെന്ന് പറയുകയാണ് അവിടെയുള്ള എല്ലാ. ഇതാണ് ആ ഫൈറ്റ്, അപ്പർ മൂണിന്റെ കൂടെ പിടിച്ചു നിന്ന അവരുടെ 2 പേരുടെ ഫൈറ്റ്, അപ്പർ മൂണിന്റെ രക്ഷപ്പെട്ട അവരുടെ ഫൈറ്റ് എന്ന് പറയുകയാണ്. ഇതേസമയം തന്നെ നമ്മുടെ ടെങ്കൻ പറയുകയാണ്, താൻജറോ നീ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജറോയും അതുപോലെ തന്നെ ടെങ്കന്റെ ഫൈറ്റ് ഒക്കെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡീമൻ സ്ലേയേഴ്സ് ഒക്കെ നമ്മുടെ ടെങ്കനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെയധികം സന്തോഷം എടുക്കുകയാണ് നമ്മുടെ ടെങ്കന്. എല്ലാ ഡീമൻ സ്ലേയേഴ്സും നമ്മുടെ ടെങ്കനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് നേരം കണ്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു റിട്ടയർ ആയിട്ടുള്ള ഹാഷറയുടെ കൂടെ നിങ്ങൾ തോറ്റുപോയെന്ന്. പിന്നെ ഒരു ഫോർമൽ ഹാഷറയുടെ കൂടെ അല്ല ഞങ്ങൾ ജയിക്കുന്നതെന്ന് ഒരു ഡീമൻ സ്ലേയർ പറയും. ഞാൻ നിന്നെയൊക്കെ ട്രെയിനിങ് ചെയ്തത് പേടിച്ചൊരു സൈഡിൽ പോയി ഇരിക്കാനല്ല, എനിക്കറിയാം താൻജറോയും കൂടെ ചേർന്ന് അപ്പർ മൂണായിട്ടുള്ള ഡീമൻസിനെയും അതുപോലെ തന്നെ മൂസാൻ കിബിക്സുജിയെയും കൊല്ലും. എനിക്കും ഉറപ്പുണ്ടെന്ന് പറഞ്ഞു കൂടെയുള്ള എല്ലാ ഡീമൻ സ്ലേയേഴ്സും പറയുന്നു. ഇതേ സമയം തന്നെ ഒരു ഡീമൻ സ്ലേയർ പറയുകയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത് ഞങ്ങൾ സ്ട്രോങ് ആവും, എന്നിട്ട് എന്തെങ്കിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുകയാണ്. നമ്മുടെ ടെങ്കൻ ഒരുപാടധികം സന്തോഷമാവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ടെങ്കൻ താൻജറോയോട് പറയുകയാണ്, ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവരും സ്ട്രോങ് ആവും, അതെനിക്ക് ഉറപ്പാണ്. അത് മാത്രമല്ല നിനക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ ഇനി ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടുന്ന് പോകാം. നമ്മളെ കൊണ്ട് എല്ലാ അപ്പുറമോ ഡീമൻസിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും, പക്ഷെ മൂസാൻ കിബിക്സുജിയെ തീർക്കൊല്ലാതെ നമ്മളൊക്കെ ഒന്നും തീർക്കാൻ സാധിക്കത്തില്ല, അത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് ടെങ്കൻ പറയും. ഉറപ്പായിട്ടും പരാജയപ്പെടുത്തിയിരിക്കുന്നു താൻജറോ പറയുന്നു. പിന്നീട് നമ്മുടെ താൻജറോ അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടി നമ്മുടെ താൻജറോയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അടുത്ത ട്രെയിനിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു താൻജറോ പറയുകയാണ്. എന്നാൽ അവിടെ നിന്ന് എല്ലാവരും പറയുകയാണ്, താൻജറോ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമുണ്ട്, ഉറപ്പായിട്ടും ഞങ്ങൾ അടുത്ത ട്രെയിനിങ്ങിൽ നിന്നെ കണ്ടിരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോ ആണെങ്കിൽ എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞ് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് അവൻ മുയിച്ചിറോയുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി താൻജറോ കാണുന്നത് എല്ലാ ഡീമൻ സ്ലേയേഴ്സിനെ അടിച്ചിട്ടിരിക്കുന്ന മുയിച്ചിറോനെയാണ്. നിനക്ക് ഇതുപോലും ചെയ്യാൻ പറ്റുന്നില്ല, നിന്നെ ഡീമൻസ് കഴിക്കും. ഇത് കേട്ട ആ ഡീമൻ സ്ലേയർ നമ്മുടെ മുയിച്ചിറോയുടെ മണ്ടക്കോട്ട് ചാടി. എന്നാൽ മുയിച്ചിറോ ആണെങ്കിൽ അവനെ സിമ്പിൾ ആയിട്ട് തന്നെ അടിച്ച് തറയിലിടുന്നു. എന്നിട്ട് മുയിച്ചിറോ അവനോട് ചോദിക്കുകയാണ്, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ശരിക്കുള്ള ഒരു ഫൈറ്റ് ആയിരുന്നെങ്കിൽ നീ ഇപ്പൊ തന്നെ 4 തവണ മരിച്ചു. ഇതേ സമയം തന്നെ അവിടെയുള്ള എല്ലാ ഡീമൻ സ്ലേയേഴ്സും താരയിൽ നിന്ന് എഴുന്നേക്കുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ മൂവ്മെന്റ്സ് ഫോളോ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ അവിടെയുള്ള എല്ലാ ഡീമൻ സ്ലേയേഴ്സിനെ അടിച്ച് തറയിലിടുന്നു. നീ കാണിക്കുന്നത് നീ വീണ്ടും മരിച്ചു എന്ന് നമ്മുടെ മുയിച്ചിറോ നേരത്തെ പറഞ്ഞ ആളോട് തന്നെ പറയുന്നു. കൂടെയുള്ള ആരെങ്കിലും മരിച്ചു പോയാൽ നിങ്ങൾ ഒരിക്കലും ഫൈറ്റ് നിർത്താൻ പാടില്ല, അഥവാ നിർത്തിയാൽ നിങ്ങളും അവിടുന്ന് മരിച്ചെന്നാണ് അർത്ഥം എന്ന് ഒരാളോട് നമ്മുടെ മുയിച്ചിറോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോരായിരുന്നു നമ്മുടെ മുയിച്ചിറോ താൻജറോനെ കാണുന്നത്. താൻജറോ നീ വന്നോ, നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞാനെന്ന് നമ്മുടെ മുയിച്ചിറോ താൻജറോട് പറയും. പിന്നീട് കാണിക്കുന്നത് പുറത്തോട്ട് വന്ന ഡീമൻ സ്ലേയേഴ്സിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുയിച്ചിറോന്റെ കാക്കേനെയാണ്. ഉപകാരമില്ലാത്തവരൊക്കെ പുറത്തോട്ട് വന്നോ, നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരം
ഉപകാരമില്ല, നീയൊക്കെ വെറുതെ എന്നെ മാസ്റ്ററിൻ്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, ഇത് മുയിച്ചിറോൻ്റെ കാക്കിയല്ലേ, ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. നീയൊക്കെ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കട്ടെ, ഇനി എന്നെ ഇങ്ങനെ നോക്കിയാ നിന്റെയൊക്കെ കണ്ണു കുത്തി പൊട്ടിക്കുമെന്ന് പറയുകയാണ് ആ കാക്ക. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു നമ്മുടെ താൻജറോ എടുത്തോട്ട് മുയിച്ചിറോ വരുന്നത്. ഹേ മുയിച്ചിറോ, എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്, നിങ്ങളെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനെന്താ, ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാതിരിക്കുമോ, ഞാനും നിന്നെ കണ്ടിട്ട് കുറെ നാളായെന്ന് മുയിച്ചിറോ താൻജറോട് പറയുന്നു. അങ്ങനെ നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ നമ്മുടെ താൻജറോനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് നമ്മുടെ താൻജറോ കാണുന്നത് നമ്മുടെ സോഡ് സ്മിത്ത് കാനമുരി. എന്തൊക്കെയുണ്ട്, എത്ര നാളായി കണ്ടിട്ട്. ഹേ താൻജറോ, നിങ്ങളെ വീണ്ടും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തുവാണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ താൻജറോ കാനമുരിയോട് ചോദിക്കുന്നു. ഞാൻ വരാൻ പറഞ്ഞുകൊണ്ട് അയാൾ വന്നേന്ന് നമ്മുടെ മുയിച്ചിറോ പറയുന്നു. എന്നിട്ടൊരു സോഡ് എടുക്കുന്നു. കുറച്ചുകൂടെ പുറമോട്ട് ഇറങ്ങിയിട്ട് എന്റെ നേരെ കട്ടാന പിടിക്കാൻ നമ്മുടെ മുയിച്ചിറോ താൻജറോട് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ താൻജറോ കുറച്ചുകൂടെ പുറമോട്ട് ഇറങ്ങിയിട്ട് ആ കട്ടാന പിടിക്കുന്നു. അങ്ങനെ തന്നെ ഇനി അനങ്ങരുതെന്ന് മുയിച്ചിറോ പറയുന്നു. എന്നിട്ട് ഒരു പേപ്പർ പ്ലെയിൻ എടുത്തിട്ട് ആ കട്ടാനയുടെ നേരെ എറിയുന്നു. ആ കട്ടാനെ കൊണ്ട് ആ പേപ്പർ പ്ലെയിൻ രണ്ടായിട്ട് മുറിഞ്ഞ് നമ്മുടെ താൻജറോയുടെ രണ്ട് സൈഡിൽ കൂടെ പോകുന്നു. വാവ്, അമേസിംഗ്, ഇത് വളരെയധികം ഷാർപ്പാണല്ലോ. ഇതിനു വേണ്ടിയാണ് മിസ്റ്റർ കാനമുരിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് മുയിച്ചിറോ പറയുന്നു. എന്റെ കട്ടാന എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇരിക്കണം. ഞാൻ എപ്പോ ഒരു ഫൈറ്റിന് പോകാൻ ഇറങ്ങിയാലും ആ ഫൈറ്റിന് പോകാൻ പറ്റുന്നത് പോലെ തന്നെ ആ വാള്. ഈ കാര്യം ഞാൻ മാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ മാസ്റ്റർ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്തുകൊള്ളാം. മാസ്റ്റർ തന്നെയാണ് വാളുകളൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ സ്ഥലം തന്നത്. പിന്നെ മാസ്റ്റർ എപ്പോഴാണെങ്കിലും അവരുടെ കാര്യം നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങളാണല്ലോ നോക്കുന്നത്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കണമെന്ന് മുയിച്ചിറോ പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ പറയുകയാണ് മുയിച്ചിറോ പറയുന്നതും സത്യം തന്നെയാണെന്ന് എന്ന് പറഞ്ഞിട്ട് മുയിച്ചിറോനെ നോക്കി നിൽക്കുകയാണ്. ഇത് നമ്മളെ കാണിക്കുന്നത് സോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന മുയിച്ചിറോനെയാണ്. മുയിച്ചിറോ ഇതേ സമയം തന്നെ ഒരു ഡീമൺ സ്ലെയറിന്റെ കയ്യിൽ അടിക്കുന്നു. ഇതേ സമയം തന്നെ ഡീമൺ സ്ലെയറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ വടി താരോട്ട് പോവുകയാണ്. ആ വടി എടുക്കടാന്ന് മുയിച്ചിറോ ആ ഡീമൺ സ്ലെയറിനോട് പറയുന്നു. ആ ഡീമൺ സ്ലെയർ ആ വടി എടുത്തിട്ട് നമ്മുടെ മുയിച്ചിറോനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മുയിച്ചിറോ ഈസി ആയിട്ട് തന്നെ അവനെ അടിച്ച് തറയിലിടുന്നു. അങ്ങനെ മുയിച്ചിറോ അടിച്ചിട്ട് ആ ഡീമൺ സ്ലെയറിനോട് മുയിച്ചിറോ പറയുകയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് നിന്റെ എതിരാളിയുമായിട്ട് അറ്റാക്ക് ചെയ്ത് തോപ്പിക്കാൻ സാധിക്കുമെന്ന്? നീ അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ്. നിനക്ക് ഒരിക്കലും ഡീമൻസുമായിട്ട് പിടിച്ചിരിക്കാൻ സാധിക്കത്തില്ല. നീ 10ൽ 9 തവണ വിജയിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു തവണയുണ്ടല്ലോ, ആ ഒരു തവണയുടെ വില നിന്റെ ജീവനായിരിക്കും. നീ ചെയ്യുന്ന എല്ലാ മൂവ്മെന്റ്സും നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുയിച്ചിറോ അവിടെ നിന്ന് പോവുകയാണ്. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ആ അടി കൊണ്ട ഡീമൺ സ്ലെയറിനോട് താൻജറോ ചോദിക്കുന്നു. താൻജറോ, നീ ഹാസ്രാസിനോടൊക്കെ ഈ ഹാസ്ര ട്രെയിനിങ്ങിന് എന്തെങ്കിലുമൊക്കെ ഇളവ് വരുത്താമെന്ന് ചോദിക്കാവോ? അത് ശരിയാ, ഇതിങ്ങനെ തുടർന്നാൽ ഒരു ഡീമനെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരിക്കും. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, നമ്മളെക്കാട്ടിൽ ഒരുപാടധികം കഷ്ടപ്പെടുന്നത് മുയിച്ചിറോ ആണ്. നമ്മളെ ഇത്രയും പേരെ ഒറ്റയ്ക്കാണ് ആ ട്രെയിനിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ബുദ്ധിമുട്ട് ഏൽക്കുന്നുണ്ട് നമ്മുടെ മുയിച്ചിറോയ്ക്ക് എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് ആ ഡീമൺ സ്ലേയേഴ്സും അതുമായിട്ട് യോജിക്കും. അങ്ങനെ ആ ദിവസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവർ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ താൻജറോ മുയിച്ചിറോ എങ്ങോട്ടോ പോകുന്നത് കാണുന്നത്. എല്ലാ ദിവസവും മുയിച്ചിറോ ഇങ്ങനെ പോകുന്നത് കാണാം, പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ലെന്ന് ആ ഡീമൺ സ്ലേയേഴ്സ് പറയുന്നു. അങ്ങനെ രാത്രിയാകുന്നു. അതേ സമയം തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ 4 നിരത്തിയിട്ടുള്ള കണ്ണിനെ കാണിക്കുന്നു. അവിടെ ഒരുപാടധികം കണ്ണുകൾ ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഈ കണ്ണുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഡീമനെയാണ്. ആ ഡീമനാണെങ്കിൽ വയലിൻ പോലത്തെ എന്തോ ഒരു സാധനം ഉപയോഗിച്ചാണ് ആ കണ്ണുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇതേ സമയം തന്നെയായിരുന്നു ആ ഗ്രാമത്തിലൂടെ നമ്മുടെ മുയിച്ചിറോ അതുവരെ ഓടിപ്പോകുന്നത് ആ ഡീമൻ കാണുന്നത്. നമ്മളെ കാണിക്കുന്നത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒബനായിനെ സാനിമേനെയാണ്. വിൻഡ് ബ്രീത്തിങ് 4th ഫോം, സർപ്പൻ ബ്രീത്തിങ് 5th ഫോം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രസമുണ്ടല്ലോ. ഇതേ സമയം തന്നെയായിരുന്നു അങ്ങോട്ട് മുയിച്ചിറോ വരുന്നത്. ഞാൻ നിങ്ങളുടെ ഫൈറ്റിന് ജോയിൻ ചെയ്യട്ടെ എന്ന് മുയിച്ചിറോ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സെനമി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രാവിലെ ട്രെയിനിങ് ചെയ്യാനുള്ളേ, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇവിടെ വരാറുണ്ട്, അത് നിങ്ങളുടെ ട്രെയിനിങ്ങിന് ബാധിക്കത്തില്ല എന്ന് ചോദിക്കുന്നു. ട്രെയിനിങ് ചെയ്യുന്ന ഡീമൺ സ്ലേയേഴ്സിനൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ് തന്നെ അവർക്ക് ധാരാളമാണ്, പക്ഷെ എനിക്കത് പോരാ. അങ്ങനെ അവർ 3 പേരും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതാണ് ശരിക്കുള്ള ഹാസ്ര ട്രെയിനിങ് എന്ന് സെനമി പറയുന്നു. ശരി, ഞാനും ഒബനായും ഒരു ടീം, നിന്നെ കൊണ്ട് ഞങ്ങളെ തടുക്കാൻ പറ്റുമോന്നൊന്ന് നോക്കടാ എന്ന് മുയിച്ചിറോയോട് പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഹാസ്രാസ് ഒക്കെ തമ്മിലുള്ള ഒരു മാസ് ഫൈറ്റ് തന്നെയാണ്. നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ ഒബനായിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഒബനായിക്കൊന്ന് ആലോചിക്കാൻ പോലും സമയം കൊടുത്തില്ല. അങ്ങനെ നമ്മുടെ മുയിച്ചിറോ സെനമീനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ അവിടെ ഒരു വമ്പം ഫൈറ്റ് തന്നെ നടക്കുകയാണ്. അവർ ഫൈറ്റ് ചെയ്തൊക്കെ അവസാനിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സെനമി പറയുകയാണ്, അങ്ങനെ ഇന്നത്തെ ട്രെയിനിങ് അവസാനിച്ചു. ശരിക്കും അങ്ങനെ ആരെയും അങ്ങ് വേദനിപ്പിക്കാൻ പറ്റിയില്ല. എന്തൊക്കെ ആയാലും കൊള്ളാം. രാവിലെ വന്ന് ഡീമൺ സ്ലേയേഴ്സിന് ട്രെയിനിങ് കൊടുക്കും, വൈകിട്ട് നമ്മളും ട്രെയിനിങ് ചെയ്യും. ഈ പരിപാടി കൊള്ളാമല്ലോ എന്ന് സെനമി അവരോട് പറയുന്നു. മുയിച്ചിറോ, എങ്ങനെയുണ്ട് നിന്റെ ട്രെയിനിങ് എന്ന് ഓപ്പനായി മുയിച്ചിറോട് ചോദിക്കുന്നു. ഇന്ന് എന്റെ അടുത്തോട്ട് താൻജറോ എത്തി, വളരെയധികം പെട്ടെന്ന് തന്നെയാണല്ലോ അവൻ നിന്റെ അടുത്തോട്ട് എത്തിയെന്ന് നമ്മുടെ ഓപ്പനായി പറയും. ശരിയാണ്, അവന്റെ ശരീരത്തുള്ള മുറിവുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേന് തന്നെ അതൊക്കെ അങ്ങ് മാറും എന്ന് മുയിച്ചിറോ പറയുകയാണ്. എന്തൊക്കെ ആയാലും അവൻ എന്റെ അടുത്തോട്ടൊന്ന് വരട്ടെ,
ഞാൻ കാണിച്ചു കൊടുക്കാം ശരിക്കുള്ള ഹാസാന്റെ പവർ എന്തുവാണെന്ന്. അവൻ എൻ്റെ അടുത്ത് കുറച്ച് കഷ്ടപ്പെടും എന്ന് പറയുകയാണ് നമ്മുടെ ജനമി. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം ഡീമൺ സ്ലേയേഴ്സിനെയൊക്കെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുയിച്ചിറോ. എന്തൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടും നമ്മുടെ മുയിച്ചിറോന്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ആ ഡീമൺ സ്ലേയേഴ്സിന്. സമയം തന്നെയായിരുന്നു മുയിച്ചിറോ ഡീമൺ സ്ലേയേഴ്സിനോടൊക്കെ ഒരു കാര്യം പറയുന്നത്, ഈ വുഡൻ സോഡ് ഇത് ഉള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് അത്രയ്ക്ക് ടെൻഷനൊന്നും ഇല്ലാത്തത്, അതുകൊണ്ട് നമുക്ക് ശരിക്കുള്ള വാൾ വെച്ച് ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ശരിക്കുള്ള വാൾ ഒരു ഡീമൺ സ്ലേയറിന് കൊടുക്കുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകാൻ മുയിച്ചിറോ പറയുന്ന സമയത്ത് ആ ഡീമൺ സ്ലേയറിന്റെ കാലൊക്കെ നല്ല രീതിയിൽ വിറയ്ക്കുന്നു. നല്ല രീതിയിൽ പേടിച്ചിട്ട് നിൽക്കുകയാണ് ആ ഡീമൺ സ്ലേയർ. കാരണം അവനിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാസ്രന്റെ അടുത്താണ്. ഒരു ചെറിയ തെറ്റ് മതി അവന്റെ മരണം ഉറപ്പ്. ഇതൊക്കെ കണ്ട് നമ്മുടെ താൻസ്രോ പറയുകയാണ്, മുയിച്ചിറോ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്, ഇത് നല്ലതിലോട്ടല്ല പോകുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ മുയിച്ചിറോ ശ്രദ്ധിക്കുന്നില്ല. ആ ഡീമൺ സ്ലേയർ താരെ വീണിട്ട് പറയുകയാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊക്കെ കേട്ട് നമ്മുടെ മുയിച്ചിറോ പറയുകയാണ്, അത് കുഴപ്പമില്ല, നീ ഈ തവണ ആലോചിക്കാതെ ഫൈറ്റ് ചെയ്യാൻ വന്നില്ലല്ലോ, ഇതൊരു ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് പറഞ്ഞ് അതിൽ കൂട്ടാമെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങളെപ്പോലെ എനിക്ക് ഈ സോഡ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, എനിക്ക് ഒരിക്കലും നിങ്ങളുടെ കൂടെ ഈ സോഡ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറയുകയാണ് ആ ഡീമൺ സ്ലേയർ. രാത്രി എങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാടധികം മുറിവുള്ള കാര്യം എനിക്കറിയാം, ഞാനിത് എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ട്രെയിനിങ് ചെയ്യും എന്നാ ഡീമൺ സ്ലേയർ മുയിച്ചിറോയോട് പറയുന്നു. എനിക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടത്, പക്ഷെ ആ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പവർഫുൾ ഡീമനെ കൊല്ലാൻ സാധിക്കില്ല. ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരിട്ടും ആഗ്രഹമില്ല നിങ്ങൾ ഒരു ഡീമന്റെ കയ്യിൽ നിന്ന് മരിക്കണമെന്ന്. എനിക്ക് ഒരു കാര്യം മാത്രമേ ആഗ്രഹമുള്ളൂ, നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കണമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്കും ഒരുപാടധികം സന്തോഷമാകുകയാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ താൻസ്രോയും അതുപോലെ തന്നെ മുയിച്ചിറോയും തമ്മിലാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ മുയിച്ചിറോയുടെ എല്ലാ ശക്തി എടുത്ത് നമ്മുടെ താൻസ്രോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ തടുക്കുന്നുണ്ട്. താൻസ്രോ നിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആവാൻ വേണ്ടി നീ നല്ല രീതിയിൽ തന്നെ റിലാക്സ് ആവണം, എന്നാലേ നിനക്ക് നിന്റെ എതിരാളിയെ തോപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ മുയിച്ചിറോ പറഞ്ഞതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുയിച്ചിറോ ഒരുപാടധികം അറ്റാക്കുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻസ്രോ അതൊക്കെ തടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു മുയിച്ചിറോ പോലും അറിയാതെ നമ്മുടെ താൻസ്രോ മുയിച്ചിറോനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് മുയിച്ചിറോയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻസ്രോ നിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. താൻസ്രോ നിനക്ക് അടുത്ത ലെവലിലോട്ട് പോകാനുള്ള സമയമായെന്ന് മുയിച്ചിറോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് പോലും വിശ്വാസമാകുന്നില്ല. കാരണം അവനിവിടെ ട്രെയിനിങ്ങിന് വന്നിട്ട് ഇന്നേക്ക് 5 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. നിങ്ങൾ ശരിക്കും പറഞ്ഞതാണോ? ഞാൻ ശരിക്കും തന്നെ പറഞ്ഞതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഇനി ഒന്നും നേടാനില്ലെന്ന് പറയുകയാണ് നമ്മുടെ മുയിച്ചിറോ. ഇതേ സമയം തന്നെ അവരുടെ പുറകിൽ നിന്ന് ഡീമൺ സ്ലേയർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അടുത്ത ഹാച്ചിൽ എടുത്തോട്ട് പൊക്കോട്ടെ, ഞങ്ങൾ വന്നിട്ട് 2 ആഴ്ചയായി. ആദ്യം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേക്ക്. നിങ്ങൾ ആദ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനിങ് തരാമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് ആ ഡീമൺ സ്ലേയർ ചിന്തിക്കുകയാണ്, അയ്യോ ചോദിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെയായിരുന്നു നമ്മുടെ താൻസ്രോ മുയിച്ചിറോട് ഒരു കാര്യം ചോദിക്കുന്നത്, മുയിച്ചിറോ നമുക്കാണെങ്കിൽ ഒരു പേപ്പർ പ്ലെയിൻ പരത്തുന്ന ഒരു കോമ്പറ്റീഷൻ നടത്തിയാലോ? ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മുയിച്ചിറോ നമ്മുടെ താൻസ്രോനെ തന്നെ നോക്കി നിൽക്കുന്നു. കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ കാരമുരിയോട് താൻസ്രോ മുയിച്ചിറോയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുയിച്ചിറോ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കി പറത്താറുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് അയാൾക്ക് ഇഷ്ടമെന്ന്. ഈ മത്സരത്തിൽ ഞാൻ വിജയിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം എന്ന് താൻസ്രോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മുയിച്ചിറോ ഒന്ന് ചിരിക്കുകയാണ്. മറ്റുള്ള ഡീമൺ സ്ലേയേഴ്സിന് വേണ്ടി താൻസ്രോ സംസാരിച്ചതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ മത്സരത്തിന് വേണ്ടി റെഡിയാകുന്നു. ഈ എല്ലാ ഡീമൺ സ്ലേയേഴ്സും മത്സരം തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നീ ഈ മാച്ചിൽ ഒരു തവണ വിജയിച്ചാൽ മാത്രം മതി ഈ ഗെയിം എൻഡ് ആവും. പിന്നെ നീ ഒരു കാര്യം ചിന്തിച്ചോ, നീ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ മുയിച്ചിറോ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ പ്ലെയിൻ പറത്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. എല്ലാവരും നമ്മുടെ താൻസ്രോനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ താൻസ്രോ ആദ്യം അറിയുന്നു, കുറച്ച് ദൂരമൊക്കെ പോയിട്ട് തന്നെ താഴെ വീഴുന്നു. അങ്ങനെ 8 റൗണ്ടുകൾ അറിയുന്നു. ആ 8 റൗണ്ടുകളിലും 8 നിലയിൽ തന്നെ നമ്മുടെ താൻസ്രോ പൊട്ടുന്നു. അയ്യോ ഒരു റൗണ്ടിൽ പോലും എനിക്ക് വിജയിക്കാൻ പറ്റില്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. ഞങ്ങൾക്ക് ഒരു ചാൻസ് തരുമോ എന്ന് പറഞ്ഞ് അവിടെ ഉള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സും നമ്മുടെ മുയിച്ചിറോവായിട്ട് പങ്കെടുക്കുകയാണ് ആ പ്ലെയിൻ വിടുന്ന മത്സരത്തിൽ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ആ പേപ്പർ പ്ലെയിൻസ് വിടുകയാണ്. അത് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ആ ഒന്നിച്ച് പോകുന്ന പ്ലെയിൻ കണ്ടുകൊണ്ട് തന്നെ അതൊരു വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയുള്ള ഒരു കാഴ്ചയായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു റിലാക്സ് ആൻഡ് കാം ആകുന്നു. വളരെയധികം സന്തോഷമാവുകയാണ് അവർക്ക് എല്ലാവർക്കും. അതെ മൂസാൻ ക്യൂബിക്സ്
മിക്സുജി ഇപ്പൊ ടാർഗറ്റ് ചെയ്തത് നെസ്കോനെയാണ്. അതിനുള്ള കാരണം അവക്കിപ്പോൾ സൂര്യവെട്ടത്തൂടെ നടക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഇപ്പൊ കുറെ നാളായിട്ട് ഒരു ഡീമൻസിനെയും കാണാനൊന്നും പറ്റുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ ഡീമൻസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഹാസ്റാസിനൊക്കെ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് നെസ്കോയുമായിട്ട് ഇത്രയും നാൾ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എന്റെ മിഷനിൽ ഫോക്കസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആ പ്രശ്നം കാരണം ഒരുപാടധികം പ്രശ്നങ്ങൾ നെസ്കോ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാലും ആ ഡീമൻസ് ഒക്കെ എവിടെയാണെന്ന് നമ്മുടെ ടാൻജറോ ചിന്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മൂസാനിക്ക് മിക്സുജി എല്ലാ ഡീമൻസിനെയും കൂടെ ഒത്തുചേർത്തിട്ട് ഒരു വലിയ വാറിന് തന്നെയാണ് തയ്യാറാകുന്നതെന്ന്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും ഞാൻ എന്റെ ബെസ്റ്റ് തന്നെ കൊടുത്തിട്ട് നെസ്കോനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നമ്മുടെ ടാൻജറോ പറയുന്നു. നെസ്കോ ഇപ്പൊ സേഫ് ആണോ? ഇതേ സമയം തന്നെ നമ്മുടെ ടാൻജറോ പറയുകയാണ് ഈ ലോകത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്താണ് നെസ്കോനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വേറെ ആരുമല്ല നമ്മുടെ മാസ്റ്റർ ഉറോക്കോടാക്കിയാണ്. നമ്മുടെ ടാൻജറോ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഇതിനൊക്കെ ഒരു അവസാനം കണ്ടെത്തിയേ പറ്റൂ. നമ്മളെല്ലാരും കൂടെ ചേർന്ന് ആ മൂസാനിക്ക് മിക്സുജി ഇല്ലാതാക്കണം. ടാൻജറോ തലയാട്ടി ശരി എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ മൊയ്സ്റോന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ടാൻജറോ ഇപ്പൊ പോകാൻ പോകുന്നത് നമ്മുടെ മിത്സുരിയുടെ ട്രെയിനിങ്ങിലോട്ടാണ്. ഒരുപാട് നാൾ കഴിഞ്ഞ് നമ്മുടെ ടാൻജറോനെ കണ്ട മിത്സുരിക്ക് വളരെയധികം സന്തോഷമാകുന്നു. ഹേ മിത്സുരി, നിങ്ങൾ ഇവിടെ തേനീച്ചനെ വളർത്തുന്നുണ്ടോ? ഓ, അത് നീ കണ്ടുപിടിച്ചോ കൊച്ചു കള്ളൻ. അതെന്താന്ന് പറഞ്ഞാല് നമ്മുടെ തേനും അതുപോലെ തന്നെ ബ്രെഡ് നല്ല രുചിയാ, അതുകൊണ്ടാണ് ഞാൻ തേനീച്ചകളെ വളർത്തുന്നത്. നീ അകത്തോട്ട് വാ. എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ നിനക്ക് നല്ല ചായ നല്ല പം കേക്കും തരാമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ടാൻജറോ ചിന്തിക്കുകയാണ് ഞാൻ അവിടെ ട്രെയിനിങ്ങിന് തന്നെ അല്ലടാ വന്നേന്ന്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിന്റെ സീസൺ 4 4ാമത്തെ എപ്പിസോഡ് തീരുന്നത്. പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് മിക്സുരിയുടെ ട്രെയിനിങ്ങിന് വേണ്ടി വന്ന നമ്മുടെ ടാൻജറോനെയാണ്. ടാൻജറോ വന്നുടനെ തന്നെ നമ്മുടെ മിക്സുരി ഹണിയും കേക്കും തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാൻജറോനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. മിക്സുരി അവന് ഹണിയും അതുപോലെ തന്നെ പാൻ കേക്കും കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ടാൻജറോയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മിക്സുരി ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് കൊടുക്കുകയാണ്, അതും പിങ്ക് കളറിൽ. അവിടെയുള്ള ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് എല്ലാം ഈ ഡ്രസ്സ് ഇട്ടിട്ട് നാണിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ടാൻജറോയ്ക്ക് ട്രെയിനിങ് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാൻജറോ ഡ്രസ്സ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് നിവർത്ത്, എന്നാൽ മാത്രമേ നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്തത് ബോഡി സ്ട്രെച്ചിങ്ങിന്റെ ട്രെയിനിങ് ആണ് മിത്സുരി അവിടെ വന്ന് പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ടാൻജറോയും അതുപോലെ തന്നെ വേറെ ഡീമൺ സ്ലേയർ നമ്മൾ ബോഡി സ്ട്രെച്ചിങ്ങിന്റെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനൊന്നും അല്ല പിള്ളേരെ, ഞാൻ ശരിക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഡീമൺ സ്ലേയറിന്റെ കാലങ്ങ് പിടിച്ചങ്ങ് ഒടിച്ചു കളയുകയാണ് മിത്സുരി. കാല് രണ്ട് സൈഡിലോട്ട് പോയത് കൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ടാൻജറോയ്ക്ക് വളരെയധികം പേടി വരികയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മിത്സുരി പറയുകയാണ് ഹേ ടാൻജറോ, അടുത്തത് നീയാന്ന്. അങ്ങനെ നമ്മുടെ ടാൻജറോ അവിടെ വന്ന് ഇരിക്കുകയാണ്. നമ്മുടെ ടാൻജറോയ്ക്ക് നല്ല രീതിയിൽ പേടിയൊക്കെ മറ്റേ ഡീമൺ സ്ലേയറിനെ ചെയ്തതുപോലെ തന്നെ അവന്റെ കാലും കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണ്. ഇതിന്റെ വേദന കാരണം നമ്മുടെ ടാൻജറോ അവിടെ കിടന്ന് വളരെ ഒച്ചത്തിൽ അലക്കുകയാണ്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒബനായുടെ ട്രെയിനിങ്ങിന്റെ അടുത്തോട്ടാണ് നമ്മുടെ ടാൻജറോ വന്നിരിക്കുന്നത്. ഹേ ടാൻജറോ കമാഡോ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നാളും വെയിറ്റ് ചെയ്തിരുന്നത്. ട്രെയിനിങ് ചെയ്തത് മിത്സുരിയുടെ അടുത്തല്ലേ? അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് ഒബനായി പറയുകയാണ് ടാൻജറോയോട്. ഇപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ മിത്സുരി ആണെങ്കിൽ നമ്മുടെ ഒബനായിക്ക് ഒരു കത്തെഴുതുകയാണ്. ടാൻജറോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവന് വന്നുടനെ തന്നെ ഞാൻ പാൻ കേക്കും ഹണിയും കൊടുത്തു. അവൻ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്. അവന് കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ അവൻ വളരെയധികം സന്തോഷത്തോടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല എനിക്ക് അവനെ നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ വായിച്ചിട്ട് നമ്മുടെ ഒബനായി പറയുകയാണ് ടാൻജറോ എൻ്റെ അടുത്തോട്ടൊന്ന് വന്നോട്ട്. അവൻ വന്ന ഉടനെ തന്നെ അവനെ ഞാൻ നെക്കി 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 പൊടിച്ചു കളയുമെന്ന് നമ്മുടെ ഒബനായി പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. നീ മിത്സുരിയുടെ കൂടെ നല്ല രീതിയിൽ ഫണ്ണായിട്ടാണ് ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കുള്ള ഫൺ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ടാൻജറോ പറയുകയാണ് തുടക്കം തന്നെ ഇങ്ങനെ ആയല്ലോ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് നമ്മുടെ ടാൻജറോ പറയുകയാണ്. വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് നമ്മുടെ ഒബനായി നമ്മുടെ ടാൻജറോയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങോട്ട് നോക്കുന്ന സമയത്താണ് നമ്മുടെ ടാൻജറോ കാണുന്നത് അവിടെ ട്രെയിനിങ്ങിന് വന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സിന്റെ വായും അതുപോലെ തന്നെ കൈയൊക്കെ കെട്ടി ഒരു കമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ടാൻജറോ ഒന്ന് ഞെട്ടിതിരിക്കുകയാണ്. ഇതെന്തോ ട്രെയിനിങ്ങാ? നിനക്ക് തന്ന ടാർഗറ്റിനെ മാത്രം നീ അറ്റാക്ക് ചെയ്യണം, അല്ലാതെ ഇവരെ ഒന്നും നീ അറ്റാക്ക് ചെയ്യാൻ പാടില്ലെന്ന് ഓപ്പനായി പറയുന്നു. ഇവരെ എന്തിനാണ് നിങ്ങളിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഇവന്മാർ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് പോലും അറിയത്തില്ല ഇവന്മാർ എന്തുവാണ് കാണിക്കുന്നത്. എന്റെ സമയം ചുമ്മാ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ അവന്മാരെ കെട്ടിയിട്ടിരിക്കുന്നത്. അയ്യോ, ഞാനൊരു ഭ്രാന്തിന്റെ അടുത്താണല്ലോ പെട്ടേ എന്ന് പറഞ്ഞ് നമ്മുടെ ടാൻജറോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻജറോയ്ക്ക് ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഒബനായി കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ അവരുടെ ദേഹത്തൊന്നും കൊള്ളാതെ ആ ടാർഗറ്റിന്റെ ദേഹത്ത് മാത്രം കൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒബനായി. ഇനി നിന്റെ അവസരമാണ്. അങ്ങനെ നമ്മുടെ ടാൻജറോ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ ഡീമൺ സ്ലേയേഴ്സിന്റെ ഒക്കെ ദേഹത്ത് അറിയാതെങ്കിലും അത് കൊണ്ടാൽ വേദന കൊണ്ട് അവർ അലക്കാതിരിക്കാൻ വേണ്ടി അവർ വായൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ടാൻജറോയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അറിയാതെ പോലും ഞങ്ങളുടെ ദേഹത്ത് കൊള്ളിക്കല്ലേ, ഞങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ വേദനിക്കുമെന്ന്. എന്നാൽ നമ്മുടെ ടാൻജറോയ്ക്ക് കൊടുത്ത ആ സംഭവം നമ്മുടെ ടാൻജറോ വളരെ വൃത്തിക്ക് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ നിന്റെ ഓപ്പോണന്റ് ആയിട്ട് നിൽക്കാൻ പോവുകയാണെന്ന് ഓബനായി പറയുന്നു. എങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ടാൻജറോ ഓബനായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവൻ
അവരുടെ രണ്ടുപേരുടെ മേളിലും താരയായിട്ട് 2 ഡീമൺ സ്ലേയേഴ്സ് ഉണ്ട്. അവരുടെ ഒന്നും ദേഹത്ത് കൊള്ളാതെ എങ്ങനെ ഒബനായി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഒബനായുടെ വാള് വന്നിട്ട് നമ്മുടെ താൻസ്രോനെ അടിക്കുന്നത്. നാശം, ഞാൻ എങ്ങനെയാണ് ഇവനെ ആക്രമിക്കാൻ പോകുന്നത്? എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കമ്പാണെങ്കിൽ പോലും ഈ ഡീമൺ സ്ലേയേഴ്സിന്റെ ദേഹത്ത് കൊണ്ടാൽ അവർക്ക് മുറിവൊക്കെ ഉണ്ടാവും. ഞാൻ കാരണം ഡീമൺ സ്ലേയേഴ്സിനൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഒബനായിയുടെ വാളുണ്ടല്ലോ, അത് വളഞ്ഞും തിരിഞ്ഞുമൊക്കെ വന്നിട്ട് നമ്മുടെ താൻസ്രോനെ ആക്രമിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ താൻസ്രോയ്ക്ക് മനസ്സിലാവുകയാണ് ഒബനായുടെ മൂവ്മെന്റ്സ് ഒക്കെ വളരെ രീതിയിൽ ഫാസ്റ്റ് ആണെന്ന്. നമ്മുടെ താൻസ്രോ വിചാരിക്കുകയാണ് എന്റെയും അവന്റെ കയ്യിലിരിക്കുന്നത് ഒരേ ടൈപ്പ് ഓഫ് വെപ്പൺ ആണ്. എന്നിട്ട് അവന്റെ വെപ്പൺ എന്തുകൊണ്ടാണ് ഒരു പാമ്പിനെ പോലെ വരുന്നത്? അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അധികം അടി നമ്മുടെ താൻസ്രോ മേടിക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ താൻസ്രോ വിചാരിക്കുന്നത് ഞാൻ കാരണം ഡീമൺ സ്ലേയേഴ്സിനൊന്നും പറ്റാൻ പാടില്ല. നമ്മുടെ താൻസ്രോയ്ക്ക് മനസ്സിലാവുകയാണ് ഞാൻ ഇവനെ പോലെ തന്നെ നല്ല രീതിയിൽ സോഡ് യൂസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് സോഡ് പുറയിലോട്ട് വീശുന്ന സമയത്ത് ഒരു ഡീമൺ സ്ലേയറിന്റെ ദേഹത്ത് കൊള്ളും. അങ്ങനെ ആ ദിവസത്തെ ട്രെയിനിങ് അവിടെ വെച്ച് അവസാനിക്കുന്നു. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്തും നമ്മുടെ താൻസ്രോ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ല ഹാസറുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടും നീ എന്തിനാണ് സ്വയമായിട്ട് ട്രെയിനിങ് ചെയ്യുന്നതെന്ന് അവിടെയുള്ള ഒരു ഡീമൺ സ്ലേയർ ചോദിക്കുന്നു. ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങളുടെ ഒന്നും ദേഹത്ത് ഞാൻ കാരണം മുറിവ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നതെന്ന് നമ്മുടെ താൻസ്രോ പറയുന്നു. ഇതൊക്കെ കേട്ട് ആ ഡീമൺ സ്ലേയേഴ്സ് പറയുന്നു ഞങ്ങളും നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യാമെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ട്രെയിനിങ് ചെയ്യുകയാണ്. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ കുളിക്കാൻ വേണ്ടി വരികയാണ്. അവരുടെ ശരീരമൊക്കെ ഒരുപാടധികം മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ദേഹത്ത് വെള്ളം വീരാൻ നേരത്ത് അവർക്ക് ഒരുപാടധികം വേദന സഹിക്കാൻ പറ്റാതെ അവിടെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ താൻസ്രോ വീണ്ടും ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻസ്രോയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ താൻസ്രോ എപ്പോഴും പോകുന്നത് പോലെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻസ്രോ ഒരുപാടധികം അടികൾ ഓപ്പനായിട്ട് നിന്ന് മേടിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം എത്തുന്നു. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഇവനെ തോൽപ്പിച്ചേ പറ്റൂ. ഇവനെ എനിക്കൊരു ശത്രുവിനെ പോലെ തന്നെ കാണണം. ഇവർ എൻ്റെ അടുത്തുള്ള കാര്യം പോലും ഞാൻ ആലോചിക്കാൻ പാടില്ല എന്ന് നമ്മുടെ താൻസ്രോ മനസ്സിലാക്കി. നമ്മുടെ താൻസ്രോ ആണെങ്കിൽ ഇമാജിൻ ചെയ്ത് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് ഒരു കാട്ടിലെ പോലെ ഇമാജിൻ ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒബനായി നമ്മുടെ താൻസ്രോനെ അടിക്കാൻ വേണ്ടി ചീറി പാഞ്ഞു പോവുകയാണ്. നമ്മുടെ ഒബനായി ഒരുപാട് തവണ നമ്മുടെ താൻസ്രോനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ താൻസ്രോ തടയുന്നുമുണ്ട്. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഒബനായി വന്നിട്ട് നമ്മുടെ താൻസ്രോനെ ആക്രമിക്കാൻ വരുന്നത്. എന്നാൽ നമ്മുടെ താൻസ്രോ അവിടെ നിന്ന് ചാടി മാറുന്നു. സമയത്ത് തന്നെ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ ഒബനായിനെ തിരിച്ചാക്രമിക്കുന്നു. നമ്മുടെ ഒബനായി അവിടെ നിന്ന് മാറുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒബനായി ഇട്ടിരുന്ന ആ ഡ്രസ്സ് ചെറുതായിട്ട് മുറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബനായിയുടെ അടുത്തത് ട്രെയിനിങ് നിർത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ ഇപ്പോൾ ഒബനായി ചെറുതായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബനായിയുടെ അടുത്ത് ട്രെയിനിങ് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ താൻസ്രോ അടുത്തൊരു ഹാസർ എടുത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഒരുപാടധികം നന്ദിയുണ്ട് എന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചതെന്ന് നമ്മുടെ താൻസ്രോ പറയുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി നീ മിത്സൂരിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ട നിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുമെന്ന് നമ്മുടെ താൻസ്രോയോട് ഒബനായി പറയുന്നു. എന്തുകൊണ്ടാണ് ഇവൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. നമ്മുടെ താൻസ്രോ അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി സെനമിയുടെ അടുത്തോട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻസ്രോ അതെവിടെയാണെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ കാക്ക പറയുന്നു എടാ മണ്ട, അത് ആ സൈഡിലല്ലേ, നീ എന്തിനാണ് ഈ സൈഡിൽ കൂടെ വരുന്നതെന്ന് ചോദിക്കുന്നു. ഇതേ സമയത്തായിരുന്നു നമ്മുടെ താൻസ്രോ അടുത്തോട്ട് നമ്മുടെ ജെനിത്സു ചാടി വരുന്നത്. ജെനിത്സുവിനെ പെട്ടെന്ന് കണ്ട നമ്മുടെ താൻസ്രോ അവിടെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. താൻസ്രോ അലക്കുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ ജെനിത്സുവും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജെനിത്സു പറയുന്നു എടാ താൻസ്രോ എന്നെ ഒന്നും ഇവിടുന്ന് രക്ഷിക്കടാ, എനിക്ക് നീ ഇവിടെ നിൽക്കാൻ വയ്യാടാ, ആ മോൺസ്റ്റർ വരുന്നതിന് മുമ്പ് എന്നെ അവിടെ നിന്ന് രക്ഷിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിത്സു. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു ഒരു കൈ വരുന്നത്. നമ്മുടെ ജെനിത്സു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നത് നമ്മുടെ സെനമീനെയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ട്രെയിനിങ്ങിൽ നിന്ന് നീ ഓടി വരും. അയ്യോ എടാ താൻസ്രോ എന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്കടാ, ഈ മോൺസ്റ്ററിനെ എടുത്തു എന്നെ ഒന്ന് രക്ഷിക്കടാ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് ജെനിത്സു. ഇതൊക്കെ കണ്ട് നമ്മുടെ സെനമിയാണെങ്കിൽ അവനെ ബോധം കെടുത്തി തറയിലിടുകയാണ്. ബോധം പോയെ ജെനിത്സുവിനെ പൊക്കിക്കൊണ്ട് സെനമയുടെ പുറകെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യാനാണെന്ന് നമ്മുടെ താൻസ്രോ പറയുന്നു. ഇതൊക്കെ കേട്ട് സെനമി പറയുകയാണ് ഓ അങ്ങനെയാണ്, പിന്നെ നീ വേറൊരു കാര്യം മനസ്സിലാക്കണം, നീ എപ്പോഴും ഒരു ഡീമൺ സ്ലെയർ ക്രോപ്പിലെ ഒരു അംഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മുടെ സെനമി താൻസ്രോയോട് പറയുകയാണ്. ഞാനും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എൻ്റെ അനിയത്തെ നോവിച്ച കാര്യം ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ താൻസ്രോ. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ സെനമിക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. കാണിക്കുന്നത് സെനമി അവരെയൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനമി. നേരത്തെ എന്നോട് സെനിച്ചു പറഞ്ഞ കാര്യം ശരിയായിരുന്നു, അത് ഞാൻ അന്നേരം കാര്യമായിട്ട് എടുത്തില്ല. കുറെ ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ നമ്മുടെ സെനമീനെ തടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനമി. ഇതൊക്കെ കണ്ട് നമ്മുടെ താൻസ്രോ ചിന്തിക്കുകയാണ് ഇതിലും ഭേദം മൂപ്പനായിട്ട് ട്രെയിനിങ് ആയിരുന്നു, അവനായിരുന്നെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനെങ്കിലും സമയം തന്നേനെ. സമയം തന്നെ ബോധം വന്ന സെനിച്ചു താൻസ്രോയോട് പറയുകയാണ് നീ എന്തിനാണ് എന്നെ അവിടുത്തെ പൊക്കിക്കൊണ്ട് വന്നത്, ഞാൻ
നിന്നോട് നേരത്തെ പറഞ്ഞല്ലേടാ, നീ വരുന്നതിന് മുമ്പ് ഇയാൾ എന്നെ എന്തൊക്കെയാ ചെയ്തെന്ന് നിനക്ക് അറിയാവോടാ, ഇതൊരു മോൺസ്റ്റർ ആണെന്ന് പറയുകയാണ് നമ്മുടെ സെനിച്ചു. അങ്ങനെ നമ്മുടെ സെനിമിയും അതുപോലെ നമ്മുടെ താൻഡ്രോയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഒരു അടി മാത്രം കിട്ടിയാൽ മതി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അത് മാത്രമല്ല ഇവന്റെ അടി മേടിക്കാൻ ഒരുപാടധികം ചാൻസസ് ഉണ്ട്. അഥവാ എനിക്ക് കിട്ടിയെങ്കിൽ അത് റിക്കവർ ആവാൻ ഒരുപാടധികം സമയമെടുക്കും. അതുകൊണ്ടിട്ട് ഇവൻ തരത്തുമില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ സെനിമി അവന്റെ മോന്തയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ താൻഡ്രോയുടെ മുഖത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാടധികം മുറിവ് കൊണ്ട് നമ്മുടെ താൻഡ്രോ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതുവഴി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻഡ്രോ. സമയത്തായിരുന്നു ഗന്നിയുടെ സൗണ്ട് നമ്മുടെ താൻഡ്രോ കേൾക്കുന്നത്. അവിടെ ചെന്ന് നോക്കുന്ന താൻഡ്രോ കേൾക്കുന്നത്, ചേട്ടാ ഇന്ന് നമ്മുടെ സെനിമീനെ ഗന്നിയെ വിളിക്കുന്നു. നീ ഒരു കാര്യം കേൾക്ക്, നിന്നെ പോലെ ഒരു അനിയൻ എനിക്കില്ല. നീ ഇനി ഇങ്ങനെ എന്റെ പുറകെ നടന്ന നിന്നെ ഉറപ്പായിട്ട് ഞാൻ കൊന്നുകളയാതിക്ക് ഇവിടുന്ന് പൊക്കോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻഡ്രോ ചിന്തിക്കുകയാണ്, എനിക്ക് തോന്നുന്നില്ല ഇതൊരു ബ്രദേഴ്സിന്റെ ഒരു നല്ല ഫൈറ്റ് ആണെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻഡ്രോ പണ്ട് അവന്റെ അനിയനുമായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം ആലോചിക്കുന്നു. നീ ഒരു കാര്യം കേട്ടോ, നിന്നെ പോലൊന്നുമല്ല ഞാൻ, നമ്മൾ തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് അറിയാമല്ലോ നിനക്കൊരു ഡീമൺ സ്ലെയർ ആവാനുള്ള യാതൊരു യോഗ്യത പോലുമില്ല. നിനക്കൊരു ബ്രീത്തിങ് ടെക്നിക്ക് പോലും യൂസ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും ഒരു ഡീമൺ സ്ലെയർ ആവാൻ സാധിക്കത്തില്ല. നീ മര്യാദയ്ക്ക് ഈ ഡീമൺ സ്ലെയർ ക്രോപ്പ് വിട്ട് പൊക്കോളാൻ സെനമി അവനോട് പറഞ്ഞിട്ട് പോവുകയാണ്. ചേർത്ത കാര്യങ്ങൾക്കൊക്കെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. കഴിഞ്ഞ ഫൈറ്റിൽ ഞാനൊരു ഡീമനെ കഴിച്ചായിരുന്നു. ഇതൊക്കെ കേട്ട് സെനമി അവനെ തന്നെ നോക്കുന്നു. നീ എന്താണ് പറഞ്ഞത്? നീ ഒരു ഡീമനെ കഴിച്ചെന്നോ? അവിടെ എന്തോ സംഭവിക്കാൻ പോവാറുണ്ട് നമ്മുടെ താൻഡ്രോയ്ക്ക് മനസ്സിലാകുന്നു. പെട്ടെന്ന് തന്നെ അവിടുന്ന് സെനമി മാഞ്ഞു പോകുന്നു. എങ്ങനെയ അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു താൻഡ്രോ അവിടെ നിന്ന് ഓടി വരുന്നു. സ്വന്തം അനിയനാണെന്ന് പോലും നോക്കാതെ അവന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കാൻ വേണ്ടി സെനമി അങ്ങോട്ട് വരുന്നു. പക്ഷെ നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ അവനെ ജസ്റ്റ് മിസ് അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. അയ്യോ ഇനി എത്ര കാലം കൊണ്ട് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ സഹിക്കണം എന്ന് പറഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചു. എന്നാൽ ഇതേ സമയമായിരുന്നു അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത്. അയ്യോ അമ്മച്ചേ, അതുകൊണ്ട് ആ മോൺസ്റ്റർ വരുന്നു, നമുക്ക് ചത്തതുപോലെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഡീമൺ സ്ലേയേഴ്സും സെനിച്ചു അവിടെ ചത്തതുപോലെ കിടക്കുന്നു. സെനിച്ചു എന്താണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അത് സെനമി അല്ലായിരുന്നു. ആ വീടിന്റെ ഡോറൊക്കെ പൊളിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ താൻഡ്രോനെയാണെന്നു സെനിച്ചു കാണുന്നത്. അയ്യോ അവൻ ആ വീട് പൊളിച്ചോ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് നമ്മുടെ സെനിച്ചു പറയുന്നു. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്ന് സെനമിയോട് താൻഡ്രോ പറയുന്നു. നമ്മുടെ സെനമിയാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ താൻഡ്രോ എടുത്തോട്ട് വരുന്നു. ഇതൊക്കെ കണ്ട് സെനിച്ചു പറയുകയാണ്, അയ്യോ ഈ താൻഡ്രോ അവസാനം ഇവിടെ ആയിരിക്കും, ഇവിടെ ഒരു കുഴിയും കുത്തി ഇവനെ കുഴിച്ചിടേണ്ടി വരും, അയ്യോ താൻഡ്രോയ്ക്കൊന്നും പറ്റല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചു. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനിയനാന്ന് പോലും നോക്കാതെ നിങ്ങൾ ഇവനെ കൊല്ലാൻ ശ്രമിക്കും. ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയല്ല ശ്രമിച്ചത്, ഞാൻ അത് റൂൾസിനെതിരെയാണ്. ഞാൻ അവനെ ഒരിക്കലും തിരിച്ച് റിക്കവർ ആവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ അവൻ ഡീമൺ സ്ലെയർ ക്രോപ്പിൽ നിന്ന് വിട്ടുപോകുമല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനമി. ന്യായം നിർബന്ധിച്ച് ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള യാതൊരു അധികാരവും നിങ്ങൾക്കില്ല. അതുമാത്രമല്ല അവൻ ഇഷ്ടമുള്ള കാര്യം അവൻ ചെയ്യും. അതുമാത്രമല്ല കഴിഞ്ഞ ഫൈറ്റിൽ അവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ അപ്പർ മോൺ ഡീമൻസിനെയൊക്കെ ഇല്ലാതാക്കാൻ സാധിച്ചത്. അവനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗനിയായ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻഡ്രോ. അവനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് നമ്മുടെ താൻഡ്രോയുടെ വയറ്റത്തിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് താൻഡ്രോനെ ആകാശത്ത് പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ സെനമിയുടെ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സെനമിയുടെ കഴുത്തിട്ട് ഒന്ന് കൊടുക്കുകയാണ്. അയ്യോ നമ്മുടെ എല്ലാവരുടെയും കഥ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഗനിയനെ വിളിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോ. എന്തിനാടാ നീ ഇതിനകത്ത് എന്റെ പേര് വലിച്ചിട്ടത്? എന്തോ കാര്യത്തിനാടാ, എനിക്ക് അടി കിട്ടി ചാവാ വയ്യാടാ, പറയുമ്പോ നീ എന്റെ ഒരു അളിയനാണ്. നമ്മുടെ സെനമി താൻഡ്രോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ നമ്മുടെ താൻഡ്രോ അതിൽ നിന്ന് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ദേഹത്ത് കൈവെക്കും, നിന്നെ ഇവിടുന്ന് കൊല്ലാതെ ഞാൻ വിടത്തില്ലടാ എന്ന് പറയുകയാണ് നമ്മുടെ സെനമി. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സെനിച്ചു ആണെങ്കിൽ ഗനിയനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് നിന്റെ ചേട്ടൻ തന്നെയാണോ അതോ മോൺസ്റ്റർ വല്ലതുമാണോ? ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഗനിയാണെങ്കിൽ സെനിച്ചുവിന്റെ മോന്ത കിട്ടോറാൻ കൊടുക്കുകയാണ്. നീ ആരെയാടാ മോൺസ്റ്റർ എന്ന് വിളിച്ചത്? താൻഡ്രോനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സെനമിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ പരിപാടിയാടാ കാണിച്ചേ? നീ സെനമിയുടെ ട്രെയിനിങ്ങിൽ നിന്ന് നീ തോറ്റിരിക്കുന്നു, നിനക്ക് നീ അവന്റെ അടുത്ത് പോലും പോകാൻ സാധിക്കത്തില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് സെനമീനെയും അതുപോലെ ഗനിയനെ ഒന്നാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചു. നീ പറയടാ ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അടുത്ത ഹാസറേന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്തുവാണേലും നീ അവന്റെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തല്ലോ, അതെന്തായാലും നന്നായി. നാശം രാവിലെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോൺ ഹാസറയുടെ വീടെന്താ എത്താത്തെ? വെള്ളച്ചാട്ടം കാണുന്നു. അങ്ങോട്ട് നോക്കുന്ന സമയത്താണ് അവർ കാണുന്നത് നമ്മുടെ ഇനോസ്കിയും അതുപോലെ തന്നെ കുറച്ച് ഡീമൺ സ്ലേയേഴ്സും അവിടെ നിൽക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സെനിച്ചും അതുപോലെ തന്നെ താൻഡ്രോയും ചിന്തിക്കുകയാണ്, ഇവിടെ എന്തുവാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുറകിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം എന്നൊരാൾ പറയുന്നു. തിരിഞ്ഞു നോക്കുന്ന അവർ കാണുന്നത് രണ്ട് തടിയും അതുപോലെ തന്നെ രണ്ട് വലിയ കല്ലും ചുമന്നുകൊണ്ട് നിൽക്കുന്ന സ്റ്റോൺ ഹാസറേനെയാണ്.
അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 5ാമത്തെ എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് തുടക്കുന്ന സ്റ്റോൺ ഹാഷറ പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ശരീരത്തെ താഴ്ഭാഗം. നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള താഴ്ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാനും അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും. അതിനുവേണ്ടി ഞാൻ പറയുന്ന ട്രെയിനിങ് ഒക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആദ്യം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വന്നിരിക്കുന്ന ട്രെയിനിങ്ങും അതുപോലെ തന്നെ നിങ്ങൾ ഈ 3 മഴം കല്ലുണ്ടല്ലോ അത് നിങ്ങൾ 146 മീറ്റർ നീക്കണം എന്ന് നമ്മുടെ സ്റ്റോൺ ഹാഷറ അവരോട് പറയുന്നു. നമ്മുടെ സെനിറ്റ്സു അവിടെ വന്ന് നിൽക്കുന്നു. അയ്യോ, ഇത് എന്നെക്കാട്ടി വലിയ പാറയാണല്ലോ എന്ന് പറയുന്നു. സത്യം പറയട്ടെ, നിങ്ങൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. കാരണം നേരത്തെയുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് ഫയറിൽ 2 കല്ലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. അത് വളരെയധികം ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ അത് ഞാൻ മാറ്റി. ഇതും കൂടെ കേട്ടപ്പോഴത്തേന് നമ്മുടെ സെനിറ്റ്സുവിന്റെ ബോധം അവിടെ പോവുകയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേട്ടപ്പോൾ അവന്റെ ബോധം പോയതാണ്. അതൊന്നും കുഴപ്പമില്ല, നീ അവനെ എടുത്ത് വെള്ളത്തിൽ ഇട്ടാ മതി എന്ന് നമ്മുടെ സ്റ്റോൺ ഹാഷറ ഗിയോമി പറയുന്നു. സ്റ്റോൺ ഹാഷറ പറഞ്ഞതുപോലെ തന്നെ ബോധം പോയ സെനിറ്റ്സുവിനെ എടുത്ത് വെള്ളത്തിലിടുകയാണ് നമ്മുടെ താൻജറോ. ഇതേ സമയം തന്നെ സെനിറ്റ്സു, അയ്യോ അമ്മച്ചിയേ എന്നെ രക്ഷിക്കണേ, അയ്യോ ഇതെന്തൊരു തരമാണ്, അയ്യോ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് പോലും നമ്മുടെ സെനിറ്റ്സുവിന് വളരെയധികം വിറയ്ക്കുന്നു. അയ്യോ ഞാൻ മിക്കവാറും തണുത്ത് ചാവുമേ എന്ന് സെനിറ്റ്സു പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സു പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കുറെ ഡീമൺ സ്ലേയേഴ്സ് ഒരു പാറയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. താൻജറോ, സെനിറ്റ്സു നിങ്ങൾ ഇവിടെ വന്നോ എന്ന് അവിടെ ഉള്ള ഒരു ഡീമൺ സ്ലെയർ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, പണ്ട് ഡീമൺ സ്ലെയറിന്റെ അകത്തിൽ സ്പൈഡർ ഡീമന്റെ സ്ഥലത്ത് വെച്ച് നമ്മുടെ ഇനോസ്കിനെയും അതുപോലെ തന്നെ താൻജറോനെ സഹായിച്ചത് ഈ ഡീമൺ സ്ലെയർ ആയിരുന്നു. ഇവന്റെ പേര് മൊറോട്ട എന്നാണ്. നീ ഉണ്ടല്ലോ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു കല്ലിന്റെ മടക്കി കയറി കെട്ടിപ്പിടിച്ച് കിടന്നോ, അവിടെ നിനക്ക് ചെറുതായിട്ട് ചൂട് കിട്ടും. ഇത് കേട്ടോടെ തന്നെ നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ ഓടിപ്പോയിട്ട് ഒരു കല്ലിന്റെ മണ്ടയ്ക്ക് കയറി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അന്നേരം ഉണ്ടല്ലോ നമ്മുടെ സെനിറ്റ്സുനാണെങ്കിൽ സ്വന്തം അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അവന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ സെനിറ്റ്സു അവിടെ കിടന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കുന്നത് ആ വെള്ളത്തിന്റെ അതി കൂടെ നടന്ന് വാട്ടർഫോളിന്റെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുന്ന താൻജറോനെയാണ്. അയ്യോ ഇതെന്തൊരു തണുപ്പാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു വെള്ളത്തിന്റെ മണ്ടയിൽ കൂടെ നടക്കാൻ വേണ്ടി ഞാൻ ഒരുപാടധികം കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. നോക്കുന്ന സമയത്ത് അവിടെ 2 ഡീമൺ സ്ലേയേഴ്സ് നിപ്പുണ്ട്. അതിലൊന്ന് നമ്മുടെ ഇനോസ്കയാണ്. രണ്ടുപേരും ഏതാണ്ടൊക്കെ മന്ത്രമൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ മറ്റേ ഡീമൺ സ്ലെയർ പിന്മാറുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ ഇനോസ്കി മാത്രമേ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് കണ്ടോ, ഇനോസ്കി ഒഴിഞ്ഞു മാറുന്നില്ല, ഇനോസ്കി ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ലെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. സമയത്ത് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മാത്രം ഇനോസ്കി പറയുന്നില്ല. അവൾ എന്തോ ഒരു പ്രശ്നമില്ലേ, ഇനോസ്കെ ഇനോസ്കെ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ ഇനോസ്കെ? ഒത്തിരി നേരം അവൻ വെള്ളത്തിൽ നിന്നത് കൊണ്ട് തന്നെ അവന്റെ ബോധം പോകുന്നു. അവന്റെ വയറ്റിൻ്റെ അകത്തിൽ ഒരുപാടധികം വെള്ളം കയറി എന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ അവന്റെ വയറ്റിൽ നിൽക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഇനോസ്കെ ഒന്ന് എഴുന്നേക്കടാ, കഷ്ടമുണ്ടടാ, എടാ നീ ഒന്ന് എഴുന്നേക്കടാ എന്ന് പറയുന്നു. മാഞ്ചറോ, നീ എന്നെ വിളിച്ചായിരുന്നോ എന്ന് നമ്മുടെ ഇനോസ്കി നമ്മുടെ താൻജറോനോട് ചോദിക്കുന്നു. കാണിക്കുന്നത് ആ വാട്ടർഫോളിന്റെ താഴെ നിൽക്കുന്ന നമ്മുടെ താൻജറോനെ മൊറോട്ടേനെയാണ്. നമ്മുടെ താൻജറോ ഒരുപാടധികം കഷ്ടപ്പെട്ടൊക്കെയാണ് നിൽക്കുന്നത്. താൻജറോ, നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരിക്കലും ആ മന്ത്രം പറയുന്നത് നിർത്താൻ പാടില്ല, എന്നാൽ മാത്രമേ നിനക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മു എന്ന് പറഞ്ഞ് മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല, ഈ വെള്ളത്തിന് ഒരുപാടധികം വെയിറ്റും ഉണ്ട്, അതുപോരാതെ ഒരുപാടധികം തണുപ്പും ഉണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോയും ആ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉലഹ ഉലഹ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ആ കല്ലിന്റെ മണ്ടയ്ക്ക് കിടന്ന് ചൂടിന് വേണ്ടി കെഞ്ചുന്നതാണ് കാണുന്നത്. ഇത്ര നേരം നമ്മൾ നിന്നത് ഒരു വാട്ടർഫോളിന്റെ താരയായിരുന്നു. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഈ വാട്ടർഫോളിന് ഇത്രയധികം വെയിറ്റ് ഉണ്ടെന്ന്? അത് മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ ഒന്ന് ചെറുതായിട്ട് തെറ്റിയാൽ മതി, ഒരു വലിയ കല്ല് വന്ന് നമ്മുടെ മണ്ടയ്ക്ക് വരുന്ന ഫീൽ ആയിരിക്കും. നീ ഒന്ന് വിചാരിക്കുന്നതൊക്കെ വളരെയധികം തെറ്റാണ്. സത്യം പറയട്ടെ, നീയും അതുപോലെ തന്നെ ആ പന്നി മാസ്ക് ഇട്ടവനും ഉണ്ടല്ലോ, അവർ നിങ്ങൾ രണ്ടുപേരും വളരെയധികം സൂപ്പറാണ്. ഒരു കാര്യം അറിയാമോ, ഞാനിവിടെ വന്നിട്ട് ഒരു ദിവസം കഴിച്ചിട്ടാണ് എനിക്ക് ആ വെള്ളത്തിനകത്തിലോട്ട് പോലും ഇറങ്ങാൻ സാധിച്ചത്. ഞാൻ ഒരുപാട് തവണ ആ വാട്ടർഫോളിൽ അവിടെ നിൽക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇന്നാണ് എനിക്ക് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും അവിടെ നിൽക്കാൻ സാധിച്ചത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ അടുത്ത ട്രെയിനിങ്ങിലേക്ക് പോവുകയാന്ന് മൊറോട്ട അവനോട് പറയുന്നു. നീ സൂപ്പറാണെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് 10 ദിവസം എടുത്തു. ഇത് കാണിക്കുന്നത് അവരെല്ലാവരും കുക്ക് ചെയ്തിട്ട് മീനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ വളരെയധികം ആർത്തിയായിട്ടാണ് മീനെയൊക്കെ കഴിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാവോ, ആ മുത്തിട്ട അയാളുണ്ടല്ലോ, അയാൾക്ക് ശരിക്കും വട്ടാണ്. നീ ഉദ്ദേശിച്ചത് സ്റ്റോൺ ഹാഷറ ഗിയോമിനെയാണോ? നീ അയാളെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ അയാൾ എന്നോട് എന്തുവാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അയാളുണ്ടല്ലോ ആ തണുത്ത വെള്ളത്തിൽ കൊണ്ടിട്ടു എന്ന് പറഞ്ഞിട്ട് ആ മുള്ളുൾപ്പെടെ ആ മീനങ്ങ് കടിച്ചു പറിച്ച് തിന്നുകയാണ്. അയ്യോ, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു മീൻ കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്ത്, ഞാനാണ് കാടുകൊള്ളയുടെ ദൈവം ഇനോസ്കെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അടുത്തൊരു മീനും കൂടെ എടുത്ത് തിന്നുകയാണ്. മറ്റേ ആ വയസ്സായിട്ടുള്ള അയാളുണ്ട്
ഉണ്ടല്ലോ ആ മാലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനോസ്കി അത് സ്റ്റോൺ ഹാഷർ ഗിയോമിയാണ്. ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അയാളാണ് ഡീമൺ സ്ലെയർ ഹാഷറ ടീമിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാഷർ. സത്യമാണോ? എനിക്കത് നേരത്തെ തോന്നിയതാണ്. കാരണം മറ്റുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് വരുന്ന സ്മെല്ലിനെക്കാട്ടിൽ വളരെയധികം വ്യത്യസ്തമായിട്ടാണ് അവരുടെ അടുത്തുനിന്ന് വരുന്ന സ്മെൽ. എനിക്ക് തോന്നുന്നു അവരുടെ മാർക്കിംഗ് നേരത്തെ തന്നെ അൺലോക്ക് ആയെന്ന്. അങ്ങനെയാണോ? അതെനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ഇനോസ്കി താൻസിനോട് പറയുന്നു. എന്നാൽ അവിടെയുള്ള ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സിന് ഇവരെന്തുവാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ എന്തുവാണോ ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ആ മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ ഹാഷറയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾ? ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം അങ്ങേർക്ക് നമ്മളോടൊക്കെ തെള്ളാൻ പറഞ്ഞ കല്ലുണ്ടല്ലോ, ആ കല്ല് അയാൾ കനക്കാൻ പോലും പറ്റത്തില്ലെന്ന് പറയുന്നു. ഇവരൊക്കെ നമ്മളെ ചുമ്മാ പറ്റിക്കുകയാണെന്ന് ജനിച്ചു പറയുന്നു. അങ്ങനെയൊന്നുമല്ല, അങ്ങേർക്ക് ആ കല്ലൊക്കെ സിമ്പിളായിട്ട് നീക്കാൻ സാധിക്കും. നിന്നോട് ആരാടാ ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞതെന്ന് നമ്മുടെ ജനിച്ചു ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു അവരുടെയൊക്കെ പുറകിൽ കൂടെ ഒരാൾ ഒരു കല്ല് നീക്കിക്കൊണ്ട് പോകുന്നത്. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ സ്റ്റോൺ ഹാച്ചറി ആയിരുന്നു. ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് എല്ലാം നമ്മുടെ സെനിച്ചു ഉൾപ്പെടെ അതൊക്കെ കണ്ടിട്ട് വായും പൊളിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അങ്ങേർ വളരെയധികം പവർഫുൾ ആണെന്ന്? ഞാനും ഒരു ദിവസം അങ്ങേരെ പോലെ പവർഫുൾ ആവുമെന്ന് നമ്മുടെ താൻസ്രോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സെനിച്ചു കിടന്ന് അലക്കുകയാണ്. നീ എന്തൊക്കെയാണോ പറയുന്നത്? ഇപ്പോ ആയത് തന്നെ നീയൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നത്? ഇനി നീ ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ പറഞ്ഞാൽ നിന്റെ തലമണ്ടയായ ഒരു കല്ല് വെച്ച് അടിച്ചു പൊളിക്കും. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കെ പറയുന്നു, ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി കുറച്ച് കല്ലൊക്കെ പൊക്കി ട്രെയിനിങ് ചെയ്യട്ടെന്ന് പറയുന്നു. എടാ നിനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? നിനക്കൊക്കെ സത്യം പറയട്ടെ, ഞാൻ നിനക്കൊക്കെ വട്ടാണെന്ന് സെനിച്ചു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സെനിച്ചും അതുപോലെ താൻസ്രോയും വാട്ടർഫോളിന്റെ അവിടെ വന്നിരുന്ന് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെനിച്ചു അവിടെ നിന്ന് മറിഞ്ഞു വീഴുകയാണ്. സെനിച്ചു അവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താൻസ്രോ അവന്റെ പുറകെ പോകുന്നു. എന്നിട്ട് തിരിച്ച് അവനെ അവിടെ തന്നെ കൊണ്ട് നിർത്തുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ട്രെയിനിങ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ താൻസ്രോയുടെ വാട്ടർഫോളിന്റെ ട്രെയിനിങ് കഴിഞ്ഞു. അടുത്ത ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ 3 മരവും ഒരുമിച്ച് പൊക്കുന്നതാണ്. നമ്മുടെ താൻസ്രോ ഒരുപാടധികം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാടധികം കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടാണെങ്കിലും നമ്മുടെ താൻസ്രോ ആ 3 മരവും അങ്ങ് പൊക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ അടുത്ത ട്രെയിനിങ്ങും അങ്ങനെ പാസ്സാവുകയാണ്. ട്രെയിനിങ്ങാണ് ഏറ്റവും അവസാനത്തെ ട്രെയിനിങ്. ആ വലിയ കല്ല് നീക്കണം. പിന്നീട് കാണിക്കുന്നത് ഒരു വില്ലേജാണ്. ആ വില്ലേജിൽ കൂടെയാണെങ്കിൽ ഒരുപാടധികം 4 എഴുതിയിരിക്കുന്ന കണ്ണ് പോകുന്നു. അത് അപ്പർ മൂൺ 4 ഡീമൻ ആയിട്ടുള്ള നെക്കമ്മിയുടെ കണ്ണുകളാണ്. അവളുടെ കണ്ണുകൾ നമ്മുടെ നെസ്കോനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 60% സ്ഥലങ്ങളും ഡീമൺ സ്ലേയേഴ്സിന്റെ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് നെസ്കോനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മുടെ നെക്കമ്മി ഒരാളോട് പറയുന്നു. അത് പറഞ്ഞു നോക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് അത് വേറെ ആരുമല്ല, ദ ഡീമൻ കിങ് മൂസാൻ കിബിക്സ്. നെക്കമ്മി, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ നീ ഒരുപാടധികം വളർന്നു കഴിഞ്ഞു. അതേതായാലും നന്നായി. വളരെയധികം നന്ദിയുണ്ട് മാസ്റ്റർ എന്ന് നെക്കമ്മി പറയുന്നു. നെക്കമ്മി, നീ ഈ സ്ഥലം ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് മൂസാൻ മാപ്പിൽ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. കിബിക്സ് പറഞ്ഞ ആ സ്ഥലം നോക്കാൻ വേണ്ടി അവളുടെ കണ്ണങ്ങോട്ട് വിടുന്നു. നോക്കുന്ന സമയത്ത് അതുവരെ 2 ഡീമൺ സ്ലേയേഴ്സ് പോകുന്നത് കണ്ടു. അവരെ ഫോളോ ചെയ്ത് ആ കണ്ണ് പോവുകയാണ്. ഇനി ഒരുപാട് നാളുകളൊന്നുമില്ല ഉപയോഗിക്കിനെ അതുപോലെ ആ നെസ്കോനെയും കണ്ടുപിടിക്കാൻ. ഇൻഫിനിറ്റി കാസിൽ അടയുന്നു. പിന്നീട് കാണിക്കുന്നത് ആ കല്ല് നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ താൻസ്രോനെയാണ്. തള്ളി അവന്റെ കാല് സ്ലിപ്പായിട്ട് അവൻ താഴെ വീഴുകയാണ്. നോക്കുന്ന സമയത്ത് അവന്റെ ചെരുപ്പം പൊട്ടിയിട്ടുണ്ട്. അയ്യോ, ഇനി ഇത് ശരിയാക്കാതെ ഒന്നും നടക്കത്തില്ലെന്നോ എന്ന് പറഞ്ഞ് അത് ശരിയാക്കാൻ പോകുന്ന സമയത്തായിരുന്നു അവിടെ 3 ഡീമൺ സ്ലേയേഴ്സിനെ നമ്മുടെ താൻസ്രോ കാണുന്നത്. 3 പേരും എവിടെ പോകുകയാണ് നമ്മുടെ താൻസ്രോ ചോദിക്കുന്നു. ഞങ്ങളെ കൊണ്ട് ഒരിക്കലും ഈ ട്രെയിനിങ് പൂർത്തിയാക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും, അത് ഞാൻ തരുന്ന ഉറപ്പാണെന്ന് നമ്മുടെ താൻസ്രോയുടെ ആ ഡീമൺ സ്ലേയേഴ്സ് പറയുന്നു. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ആ ഡീമൺസിനെ എല്ലാത്തിനെയും തോപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ദ ഡീമൻ കിങ് മൂസാൻ കിബിക്സുജിയെ നമ്മൾ കൊന്നിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ താൻസ്രോ. ഇതൊക്കെ കേട്ടിട്ട് ആ ഡീമൺ സ്ലേയേഴ്സ് അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ താൻസ്രോ വീണ്ടും ആ കല്ലനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സിനും നമ്മുടെ താൻസ്രോ റൈസ് ബോൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുറോട്ട അവരോട് ഒരു കാര്യം ചോദിക്കുന്നത്. ഇവിടെയുള്ള ഹാഷറാസിനൊന്നും സ്റ്റുഡൻസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മുടെ താൻസ്രോ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെയുള്ള ഹാഷറാസിന്റെ ടോർച്ചർ കാരണം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പോയി കാണും, അല്ലെങ്കിൽ ഈ മഞ്ഞമുടിക്കാരന്റെ പോലെ ആയി കാണുമെന്ന് പറയുകയാണ് മുറോട്ട. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താൻസ്രോ വീണ്ടും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ താൻസ്രോയെ കൊണ്ട് ആ കല്ല് നീക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കിത് തള്ളി നീക്കാൻ സാധിക്കാത്തത്? എനിക്ക് ഇന്നേക്ക് 6 ദിവസമായി. എനിക്കിനി ഒരുപാടധികം സമയമൊന്നുമില്ല. ഇപ്പൊ ഡീമൻസ് ഇല്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ അറ്റാക്ക് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എനിക്കിത് തീക്കാൻ അത്ര ശക്തിയൊന്നുമില്ല. അതോ ഞാൻ ഇതിനു വേണ്ടി ഇനി ബ്രീത്തിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യണോ? ഇത്രയൊക്കെ ട്രെയിനിങ് ചെയ്തിട്ടും എൻ്റെ ഈ മാർക്ക് എനിക്ക് നിലനിർത്താൻ പറ്റുന്നില്ലല്ലോ. നിന്റെ മാർക്ക് ഒന്നും കൂടെ ഡാർക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഗനി അങ്ങോട്ട് വരുന്നു. കേട്ട താൻസ്രോ പെട്ടെന്ന് തന്നെ അവിടുന്ന് ചാടി എഴുന്നേക്കുന്നു. ഗനിയ, നിന്നെ ഞാൻ അവസാനമായിട്ട് അവിടെ വെച്ചാണ് കണ്ടത്, പിന്നെ ഞാൻ വേറെ എവിടെ വെച്ചും കണ്ടിട്ടില്ല
കേട്ടിട്ടില്ലല്ലോ. അങ്ങനെയാണോ? എന്റെ ചേട്ടൻ എന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് എന്നോട് ഗിയോമി പറഞ്ഞു എന്റെ ചേട്ടനെ അടുത്തോണ്ട് ഞാൻ പോകാൻ പാടില്ലെന്ന്. ഞാൻ ആവശ്യമില്ലാതെ നിന്നെ എന്റെ പ്രശ്നത്തിനകത്തിൽ വലിച്ചിട്ടു. ഞാൻ സോറി ചോദിക്കുന്നെന്ന് നമ്മുടെ ഗെന്നിയ പറയുന്നു. ഓ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്ന് താൻജറോ പറയുന്നു. നിന്റെ ഈ മാർക്ക് നല്ല രീതിയിൽ ഡാർക്ക് ആയിട്ട് വരുന്നുണ്ടല്ലോ എന്ന് ഗെന്നിയ താൻജറോട് പറയുന്നു. അങ്ങനെയാണോ? എന്നോട് ഇത് വേറെ ആരും പറഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ നിന്നെ എല്ലാ ദിവസവും അവർ കാണുന്നത് കൊണ്ട് തന്നെ നിന്നിലുള്ള മാറ്റം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും അവർക്ക് മനസ്സിലാവാഞ്ഞത്. അത് ഡാർക്ക് ആവുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഓ നീ ഈ പാറക്കല്ല് നീക്കുന്ന ട്രെയിനിങ് ആണോ ചെയ്യുന്നത്? ഇതിനു മുമ്പ് ഞാനും ഈ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെന്ന് ഗെന്നി അവനോട് പറയുന്നു. ഞാൻ ഈ ട്രെയിനിങ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നെ കൊണ്ട് ഇതൊരു അടി പോലും അനക്കാൻ പറ്റുന്നില്ല. നീ അത് അനക്കിയിട്ടുണ്ടോ എന്ന് ഗെന്നിയോട് താൻജർ ചോദിക്കുന്നു. ഞാനത് അനക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പാറ നയിക്കാൻ ശ്രമിക്കുന്നത് റെപ്പറ്റീറ്റീവ് മോഷൻ വരികയാണോ എന്ന് ഗെന്നി അവനോട് ചോദിക്കുന്നു. സാധനം എന്ന് നമ്മുടെ താൻജർ ചോദിക്കുന്നു. അങ്ങേർക്ക് ആ കാണുന്ന ബോഡി മാത്രമേ ഉള്ളൂ. അങ്ങേർക്ക് ഒരാളെ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. താൻജറോ നീ അങ്ങേര് ചെയ്യുന്നത് പോലെ തന്നെ കണ്ടു പഠിക്കണം. എന്നാൽ മാത്രമേ നിനക്ക് നിന്റെ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എന്റെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു മന്ത്രം ചൊല്ലും. നമ്പിച്ചു അത് ഞാൻ ഗിയോമി ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടെന്ന് താൻജറോ പറഞ്ഞത് ശരിയാണ്. അവരെപ്പോഴും നമനമന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഒരു മരത്തിന്റെ സൈഡിൽ നിന്ന് നമനമന എന്ന് പറഞ്ഞ് നമ്മുടെ ഗിയോമി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താൻജറോ നീ ഇങ്ങനെ നിർത്താതെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ടാറ്റ ബബെ പറഞ്ഞിട്ട് നമ്മുടെ ഗെന്നി അവിടെ നിന്ന് പോവുകയാണ്. അവൻ പോയുടനെ തന്നെ നമ്മുടെ താൻജറോ ആണെങ്കിൽ ആ കല്ല് നീക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ താൻജറോ കൊണ്ട് പറ്റുന്നില്ല. പറഞ്ഞതുപോലെ തന്നെ റെപ്പറ്റീറ്റീവ് മോഷനെ കുറിച്ച് അവൻ ആലോചിക്കും. എല്ലാ ഓർമ്മകളും ഒന്നിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ബ്രീത്തിങ് ടെക്നിക്കുകളൊന്നും അറിയത്തില്ല. എന്നാൽ പോലും എന്നോട് ഗിയോമി പറഞ്ഞു റെപ്പറ്റീറ്റീവ് മോഷൻ യൂസ് ചെയ്തിട്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന്. എനിക്കത് ചെയ്യാൻ സാധിച്ചു. എന്നെ കൊണ്ട് ഒത്തിരിയൊന്നും കല്ല് നീക്കാൻ സാധിച്ചില്ലെങ്കിലും എന്നെ കൊണ്ട് കുറച്ചെങ്കിലും നീക്കാൻ സാധിച്ചു. ഗിയോമിയും ഈ പാറ നീക്കാൻ ശ്രമിച്ച സമയത്ത് അവരുടെ ദേഷ്യത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ വേദനയുടെ ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരമൊക്കെ ഒരുപാടധികം ചൂടാവുകയായിരുന്നു. അവരുടെ ഹാർട്ട് ബീറ്റൊക്കെ പടപടാന്ന് അടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അത് തെള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാറ ചെറുതായിട്ട് നീക്കുന്നു. ഇപ്പൊ പാറ നീക്കോടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് 2 ഡീമൺ സ്ലേയേഴ്സ് വന്ന് നമ്മുടെ താൻജറോനെ വിളിക്കുന്നത്. താൻജറോ ഫുഡ് കഴിക്കാനുള്ള സമയമായി, നീ വേണം ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയുകയാണ് ആ ഡീമൺ സ്ലേയേഴ്സ്. നമ്മുടെ താൻജറോ അവർക്ക് എല്ലാവർക്കും ഫുഡും കൊടുത്തത്. നമ്മുടെ താൻജറോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗെന്നിയ വരുന്നത്. താൻജറോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെപ്പറ്റീറ്റീവ് മോഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോ? ഞാൻ ശ്രമിച്ചു. എന്നാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീതിങ് ടെക്നിക്കിനെക്കാട്ടിൽ വളരെയധികം വ്യത്യാസമാണ് ഈ റെപ്പറ്റീറ്റീവ് മോഷൻ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുകയാണ്. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഊഹമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇമോഷൻസ് വരെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഗെന്നി അവനോട് പറയുന്നു. താൻജറോ നിന്റെ തലയിലുള്ള മാർക്ക് അതിൻ്റെ അർത്ഥം നീ അത് അച്ചീവ് ചെയ്തതാണോ? അല്ലല്ല, കാരണം നീയും അതുപോലെ തന്നെ ഗിയോമി അത് ചെയ്തല്ലോ. അവർക്ക് ഈ മാർക്കില്ലല്ലോ, എന്നാലും നിങ്ങൾ ചെയ്തല്ലോ. പക്ഷെ അത് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. താൻജറോ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇതൊക്കെ എപ്പോഴാണ് ഈ ഇമോഷൻസ് ഒക്കെ ഇല്ലാതിരിക്കുന്ന താൻജറോനെ കണ്ടുകൊണ്ട് ഗെന്നി അവനോട് ചോദിക്കുകയാണ്. താൻജറോ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷെ എനിക്കൊരു കാര്യം മാത്രം അറിയാം, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജറോ പറയുകയാണ് അരികാത്തോ അഥവാ രാവിലെ തന്നെ നമ്മുടെ താൻജറോ ആ കല്ല് നീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് റെപ്പറ്റീറ്റീവ് മോഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ റെപ്പറ്റീറ്റീവ് മോഷൻ എന്ന് താൻജറോ പറയുകയാണ്. നമ്മുടെ താൻജറോ ചിന്തിക്കുകയാണ് ആ ഫോട്ടോയിലെ എൻ്റെ ഫാമിലിയെല്ലാം ചിരിച്ചിരിക്കുന്ന സമയം. എന്നോട് പിന്നെ റെങ്കോക്കോ പറഞ്ഞത് നിന്റെ ഉള്ളിലെ തീ ഒരിക്കലും കെടാൻ പോകുന്നില്ല. കത്തി കത്തി അത് ആളി കത്തിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ഒരു തോന്നൽ തോന്നുന്നു. അവിടെ നമ്മുടെ താൻജറോ എടുത്തെല്ലാം തീ കത്തുന്നത് പോലെ അവന്റെ തലയിലുള്ള മാർക്ക് പെർഫെക്റ്റ് ആയിട്ടാകുന്നു. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോ ആ പാറ ചെറുതായിട്ട് അനക്കുകയാണ്. എന്നാൽ ഇതേ സമയമായിരുന്നു അങ്ങോട്ട് നമ്മുടെ ഇനോസ്കേവ് അതുപോലെ തന്നെ സെനിറ്റ്സു അങ്ങോട്ട്. അയ്യോ ഇവർ രാവിലെ തന്നെ തുടങ്ങിയോ? ഇവന് വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്നെ കൊണ്ട് നീക്കാൻ സാധിക്കും, അത് ഉറപ്പാണ്. ഇത്രയും നേരവും ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് നീക്കാൻ സാധിക്കത്തില്ലെന്നാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പം നീക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ബോഡി ഇത് നീക്കാൻ തയ്യാറത്തിലായിട്ടുണ്ട്. എന്നെ കൊണ്ട് നീക്കാൻ സാധിക്കും എന്ന് നമ്മുടെ താൻജറോ പറയും. നമ്മുടെ താൻജറോ ആണെങ്കിൽ ആ കല്ല് നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ താൻജറോയുടെ തലയിലുള്ള ആ മാർക്കുണ്ടല്ലോ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജറോ വീണ്ടും വീണ്ടും തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ താൻജറോ അലറിക്കൊണ്ട് ആ കല്ല് തള്ളാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ താൻജറോനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇനോസ്കി സെനിറ്റ്സും നെട്ടി നിൽക്കുകയാണ്. താൻജറോ നീ ഫൈനലി ചെയ്തു, നീ അത് ചെയ്തു, നീ എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ എന്ന് പറയുകയാണ്. താൻജറോ ഞാൻ സത്യം പറയട്ടെ, നീ സത്യം പറഞ്ഞ ഒരു മോൺസ്റ്റർ ആടാ എന്ന് പറഞ്ഞ് തെള്ളിക്കൊണ്ടിരിക്കുന്ന താൻജറോനെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോ ഫൈനലി ആ കല്ല് തെള്ളി കാണിക്കുന്നത് മൂസാൻ കിബിക്സുജിനെയാണ്. അവരെന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? ഇനി ഞാൻ എന്തുവാണ് പ്ലാൻ ചെയ്യേണ്ടത്? നിന്റെ ശരിക്കുള്ള രൂപം എന്താണ്? ഉപയോഗിക്കി അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 6ാമത്തെ എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് തുടക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ സെനിറ്റ്സുവിന്റെ കിളി എന്തോ ഒരു കത്ത് കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആ കല്ല് നീക്കുന്ന നമ്മുടെ താൻജറോനെയാണ്. ഒരുപാടധികം ശ്രമിച്ചിട്ട് അവൻ ഫൈനലി ആ കല്ല് നീക്കുന്നു. കണ്ടിട്ട് നമ്മുടെ സെനിറ്റ്സു അതുപോലെ ഇനോസ്കി ഷോക്കായിട്ട് നിൽക്കുകയാണ്.
പറയുകയാണ്, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതുപോലത്തെ ഒരു ചാൻസ് എനിക്കിനി കിട്ടാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് ഈ കല്ല് എങ്ങനെയെങ്കിലും നീക്കുമെന്ന് നമ്മുടെ താൻജറോ പറയുകയാണ്. ഇവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കി ഓടിപ്പോയിട്ട് ആ കല്ല് തള്ളാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാടധികം ശ്രമിച്ചിട്ട് നമ്മുടെ ഇനോസ്കി അതുപോലെ തന്നെ ആ കല്ല് അങ്ങ് നീക്കുകയാണ്. ഇവനും ആ കല്ല് നീക്കിയോ? അയ്യോ, ഇനി ഞാൻ മാത്രമേ ഉള്ളല്ലോ, ഇനി ഞാനെന്തോ ചെയ്യാൻ അത് പറഞ്ഞ് സെനിറ്റ്സു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ സെനിറ്റ്സുവിന്റെ കിളി ആ ലെറ്ററും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. ഇതെന്തുവാ, ലെറ്റർ ആണോ എന്ന് നമ്മുടെ സെനിറ്റ്സു വിചാരിക്കുന്നു. അയ്യോ, അങ്ങനെ ഫൈനലി ഞാൻ സ്റ്റോൺ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഒരുപാട് സ്ട്രെങ്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ കല്ല് നീക്കിയത് കൊണ്ട് തന്നെ അവന്റെ ശരീരത്തുള്ള എല്ലാ വെള്ളം അവസാനിച്ചിരിക്കുന്നു. ഇനി അവന് വെള്ളം കിട്ടാതെ അവിടെ അനങ്ങാൻ പോലും പറ്റത്തില്ല. സെനിറ്റ്സു, ഇനോസുക്കെ, മുറാട്ട, ആരെങ്കിലും എനിക്ക് കുറച്ച് വെള്ളം കൂടി തരണേന്ന് പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. സമയം തന്നെ പെട്ടെന്ന് നമ്മുടെ താൻജറോയുടെ മുഖത്തോട്ടോ ആരോ വെള്ളം ഒഴിക്കുന്നു. ആരാടാ ആ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് അത് വേറെ ആരുമല്ല, നമ്മുടെ സ്റ്റോൺ ഹാച്ചറാണ്. അവിടെ ഇരുന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്റ്റോൺ ഹാച്ചറോട് നമ്മുടെ താൻജറോ താങ്ക് യു എന്ന് പറയുകയാണ്. കേട്ടുകൊണ്ട് നമ്മുടെ സ്റ്റോൺ ഹാച്ചർ അവന്റെ അണ്ണാക്കിലോട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നീ ആ സോട്ട് സ്മിത്ത് വില്ലേജ് ആർക്കിൽ നടന്ന സംഭവത്തിൽ നീ നിന്റെ സിസ്റ്ററിനെ കാട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവിടെയുള്ള ആൾക്കാർക്കാണ്. കേട്ടപ്പോ തൊട്ട് എനിക്ക് നിന്നോട് നല്ല രീതിയിലുള്ള റെസ്പെക്ട് തോന്നി. അത് മാത്രമല്ല താൻജറോ, നീ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സോട്ട്സ് മാൻ ആണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനൊന്നും അല്ല സംഭവം. ഞാനല്ല ആ ഡിസിഷൻ എടുത്തത്, എന്നോട് നെസ്കോ ആണ് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അത് മാത്രമല്ല അവരുടെ രണ്ടുപേരുടെ പുറകെ ഡീമൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെ രക്ഷിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒരുപാടധികം റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. കുട്ടികളെപ്പറ്റി സ്വാർത്ഥരും നിഷ്കളങ്കരുമാണ്. അവർ പെട്ടെന്ന് തന്നെ കള്ളം പറയും. പക്ഷേ അവരിൽ നിന്നൊക്കെ ഇവൻ വ്യത്യസ്തനാണ് എന്ന് നമ്മുടെ ഹാച്ചർ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇനി ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നല്ല പാതകൾ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. അതിലെന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എപ്പോഴും എന്തൊക്കെ സംഭവിച്ചാലും എന്നെ രക്ഷിക്കാൻ കുറെ ആൾക്കാർ കാണും. അത് അവർക്കും ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. എന്നെ രക്ഷിക്കാൻ എപ്പോഴും കുറെ ആൾക്കാർ കാണും എന്ന് നമ്മുടെ താൻജറോ പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒരുപാടധികം റെസ്പെക്ട് ചെയ്യേണ്ട. പിന്നെ എനിക്ക് ഈ തന്ന വെള്ളത്തിനും അതുപോലെ തന്നെ നിന്റെ ട്രെയിനിങ്ങിനും വളരെയധികം നന്ദിയുണ്ട്. ഇത് കാരണം ഞാൻ ഒരുപാടധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്കിതിൻ്റെ ആദ്യഘട്ടപ്പം എനിക്കിതിൻ്റെ പേരിൽ ഒരുപാടധികം ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അതെല്ലാം മാറി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്തിരിക്കും. പക്ഷെ എന്തിനു വേണ്ടി? ഈ ഒരു ചെറിയ കാരണം കൊണ്ടാണോ? ഒരുപാടധികം കാലങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരുപാടധികം കുട്ടികളെ ഞാൻ നോക്കുമായിരുന്നു. അവരും ഞാനും വളരെയധികം സന്തോഷത്തോടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു, കുടുംബമൊന്നുമില്ലാത്ത കുട്ടികൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു രാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകരുതെന്ന് പറഞ്ഞ റൂള് തെറ്റിച്ചുകൊണ്ട് തന്നെ ഒരു കുട്ടി വെളിയിൽ പോകുന്നു. ആ കുട്ടിയുടെ പുറകെ ഒരു ഡീമൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് ആ കുട്ടി വളരെയധികം പേടിച്ചു പോയി. ആ പയ്യൻ അവനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ കൂടെയുള്ളവരെ ചതിച്ചു. ഇനി ആ ഡീമൻ ഇവനെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ കത്തിച്ചു വെച്ചിരുന്ന എല്ലാ വിസ്തീരെ അവൻ അണച്ചു കളഞ്ഞു. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ വീട്ടിനകത്തോട്ട് കയറി വന്ന ആ ഡീമൻ ഉറങ്ങിക്കൊണ്ടിരുന്ന കുറെ കുട്ടികളെ ആദ്യം തന്നെ കൊന്നു കളഞ്ഞു. എനിക്ക് വന്നേരം അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ബാക്കി വന്ന ആ 4 കുട്ടികളെ എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കണ്ണു കാണാത്ത ഞാൻ എങ്ങനെ രക്ഷിക്കുമെന്ന് വിചാരിച്ചായിരിക്കും അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ആ 4 കുട്ടികളെ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ ഡീമൻ അങ്ങ് കൊന്നു കളഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എൻ്റെ പുറകെ സായോ എന്ന് പറഞ്ഞൊരു കൊച്ചു പെൺകുട്ടി ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നേരം ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡീവനെ ഓടിപ്പോയിട്ട് അടിച്ച് തറയിലിട്ടു. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ ഇത്രയധികം ശക്തിയുണ്ടെന്ന്. രാവിലെ ആകുന്നിടം വരെ ഞാൻ ആ ഡീവനെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ അടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഞാൻ തന്നെ എന്റെ ശക്തി കണ്ടിട്ടൊന്ന് പേടിച്ചു പോയി. സമയം രാവിലെയായി. സൂര്യവട്ടം അടിച്ചിട്ട് ആ ഡീമൻ അവിടെ നിന്ന് ഭസ്മമായിട്ട് പോയി. സമയം രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം ആൾക്കാർ ആ കൊച്ചു പെൺകുട്ടിയോട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വന്ന് ചോദിച്ചു. കൊച്ചു പെൺകുട്ടി എന്നെ നോക്കിയിട്ട് പറയുകയാണ്, ഇയാളൊരു മോൺസ്റ്ററാ. ഇയാളാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരെ ഒരു ദയവില്ലാതെ കൊന്നു കളഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജറോ ഞെട്ടിപ്പോവുകയാണ്. ഇതേ ഞെട്ടുന്നത്
തന്നെയായിരുന്നു എനിക്ക് അവൾ പറഞ്ഞപ്പോഴും തോന്നിയത്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം തോന്നുന്നു, അവിടെ ഒരുപാടധികം അവൾ പേടിച്ചത് കൊണ്ട് തന്നെ അവിടെ നടന്നുപോയ എല്ലാ കാര്യങ്ങളും അവൾ മറന്നുപോയി കാണും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അവളോടൊരു നന്ദി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം അവൾ കാരണമാണ് എനിക്ക് എൻ്റെ ശക്തി തിരിച്ചറിയാൻ സാധിച്ചത്. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ഡീമിനെ കൊന്നു കളഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, കുട്ടികളെപ്പോഴും വളരെയധികം സെൽഫിഷാണ്. എന്നാൽ അവർ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡീമൻ്റെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. അന്ന് അവിടെ മാസ്റ്റർ വന്നതുകൊണ്ട് തന്നെയാണ് അവരെന്നെ വെറുതെ വിട്ടത്. എന്നാൽ അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഒരാളെ വിശ്വസിക്കാൻ പാടില്ല. ഇതിന്റെ കണ്ടപ്പോഴും എനിക്ക് ഒട്ടും വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ആളുകൾ എത്ര നല്ലതായിട്ട് അഭിനയിച്ചാലും ഒരു പ്രശ്നത്തിൽ പടം വരെ അവരുടെ ശരിക്കുള്ള സ്വഭാവം നോക്കാൻ സിറ്റുവേഷൻ വന്ന സമയത്ത് നീ പേടിച്ചോടാതെ, നിന്റെ ജീവന് വരെ അപകടമായിട്ട് പോലും നീ അവരെ രക്ഷിച്ചു. നിനക്കിത് സിമ്പിളായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ എല്ലാ ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. ആൾക്കാരും അവരവരുടെ കാര്യമാണ് ആദ്യം നോക്കുന്നത്. സ്വന്തം ജീവൻ കളഞ്ഞിട്ടൊന്നും ആരെ രക്ഷിക്കാനൊന്നും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, താൻഡ്രോ നീ വളരെയധികം സ്പെഷ്യലാണ്. എനിക്ക് എൻ്റെ കണ്ണുകളും കൊണ്ട് കാണാൻ സാധിക്കും. അവരുടെ ഫ്യൂച്ചറിനെ ആലോചിച്ചാണ് ടെൻഷൻ ആകുന്നത്. ഹേ താൻഡ്രോ, ഇന്നു മുതൽ നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം. അതുമാത്രമല്ല, നീ ഇനി ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള പാതയിൽ കൂടെ സഞ്ചരിക്കില്ല മാസ്റ്റർ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള പാതയിൽ കൂടെ സഞ്ചരിക്കത്തില്ല മാസ്റ്റർ എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗിയോമി പറയുകയാണ്, അങ്ങനെ നീ ഈ ട്രെയിനിങ്ങും പാസ്സായിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന താൻഡ്രോ ഗെനിയനെ നമ്മുടെ ഇനോസ്കിനെയാണ്. നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ സ്റ്റോൺ നാസറ അങ്ങേര് വേറെ ലെവൽ. എനിക്ക് പ്രത്യേകിച്ച് ടാലൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് എന്നെ സുഖൂക്കു ആക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഡീമൻസിനെ കഴിക്കുമെന്ന് അറിഞ്ഞ അങ്ങേര് എന്നെ സ്റ്റുഡൻ്റ് ആക്കി. അങ്ങനെ സ്റ്റോൺ നാസറ എന്നോട് ലേഡി ഷിബുവിൻ്റെ അടുത്ത് ചെക്കപ്പ് നടത്താൻ വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എപ്പോഴൊക്കെ ചെക്കപ്പ് നടത്താൻ അവരുടെ അടുത്ത് പോയാലും അവരെപ്പോഴും എന്നെ വിചിത്രമായിട്ടാണ് നോക്കുന്നത്. നമ്മുടെ താൻഡ്രോ പറയുകയാണ്, ഞാനും നിന്നെ പോലായിരുന്നെങ്കിൽ എന്നെയും എല്ലാ ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും നോക്കിക്കണ്ടതിനെ. ലേഡി ഷിബു ചിലപ്പോൾ നിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നത്. അത് ശരിയാണോ എന്ന് നമ്മുടെ ഗെന്നിയെ ചോദിക്കുന്നു. എന്നിട്ട് നമ്മുടെ താൻഡ്രോ പറയുകയാണ്, ഞാനിനി ഗിയോന്റെ അടുത്തോട്ട് പോവുകയാണ്, എന്നാ നീ വരുന്നോ? ഇല്ല, എന്നെ കൊണ്ട് വരാൻ സാധിക്കത്തില്ല. കാരണം എന്നെ കൊണ്ട് ആ കല്ല് മുഴുവനായിട്ട് നീക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് വേറെ ബ്രീത്തിങ് ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. ഇപ്പോഴാണ് ഇനോസ്കിക്ക് കാര്യം മനസ്സിലാകുന്നത്. നിനക്ക് ബ്രീത്തിങ് ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അയ്യേന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ അടിയാകുകയാണ്. നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ ഇനോസ്കിയെ നൈസായിട്ട് പിടിച്ച് താഴെ വെച്ചിട്ട് അവന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് നിന്റെ ചേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഗെനിയോട് പറയുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പാറപ്പുറത്തിരിക്കുന്ന നമ്മുടെ സെനിറ്റ്സുനെയാണ്. സെനിറ്റ്സുന് ഫുഡും കൊണ്ട് നമ്മുടെ താൻഡ്രോ അങ്ങോട്ട് വരികയാണ്. സെനിറ്റ്സു, നീ ഇതുവരെ ഈ പാറക്കല്ല് നീക്കിയില്ലേ? ഞാൻ എൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഓക്കെ എന്ന് നമ്മുടെ സെനിറ്റ്സു പറയുന്നു. സെനിറ്റ്സു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഇപ്പം എന്നോട് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ഓ എടാ, ഞാൻ സംസാരിക്കാത്തത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരുപാടധികം ടെൻഷനിലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആരോടും അങ്ങനെ സംസാരിക്കാത്തത്. സെനിറ്റ്സു, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വല്ലതും വേണോ? എന്തൊക്കെ വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം എന്ന് നമ്മുടെ താൻഡ്രോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സെനിറ്റ്സു പറയുകയാണ്, ഹേ താൻഡ്രോ, നീ നല്ലവൻ തന്നെയാണ്. നീ നിന്റെ കാര്യങ്ങളൊക്കെ നീ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നീ എന്നോട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചില്ലായിരുന്നോ? എനിക്ക് പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഈ കാര്യം എനിക്ക് സ്വയമായിട്ട് തന്നെ ചെയ്യണമെന്ന് നമ്മുടെ സെനിറ്റ്സു പറയുന്നു. ഇപ്പോഴാണ് നമ്മുടെ സെനിറ്റ്സുവിന്റെ മോന്ത നമ്മളെ കാണിക്കുന്നത്. തലയിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ഒരുപാടധികം ചോര പോയിട്ടുണ്ട്. അവൻ ആ കത്ത് തുറന്ന് വായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്ര ദേഷ്യം വന്ന സെനിറ്റ്സുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് കാണാൻ വന്ന സെനിറ്റ്സു ഭയങ്കര ഫയർ ആയിരിക്കും. നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി അവിടെ നിന്ന് പോവുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ സെനിറ്റ്സുവിനെ കണ്ടിട്ടില്ല. വളരെയധികം സീരിയസ് ആയിട്ട് എന്തു പറ്റിയോ ആവോ. ഇപ്പോഴായിരുന്നു നമ്മുടെ താൻഡ്രോ നെസ്കോനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇനി അവക്കിനി എന്തു പറ്റിയോ, അവളിനി ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ച് മുന്നിലെത്തിയ നമ്മുടെ താൻഡ്രോ ഒരുപാടധികം സൗണ്ട് കേൾക്കുന്നു. എന്താണ് ആ സൗണ്ട് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് ഗിയും അതുപോലെ സെനമി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൻഡു ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനമി ആണെങ്കിൽ ഗിയോനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ നമ്മുടെ ഗിയോ ആണെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ പോലും അവന്റെ വാളിൽ ഒരു ചെറിയ പോറൽ വരികയാണ്. ആ ഫൈറ്റ് നോക്കി നിൽക്കുകയാണ് നമ്മുടെ താൻഡ്രോ. അത് വളരെയധികം സ്പീഡിൽ തന്നെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ താൻഡ്രോ ഇപ്പോൾ ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം സ്ലോ മോഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തോ പറഞ്ഞ് നിന്നെ ഞങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്നോ, നീ വളരെയധികം ഡിഫറെന്റ് ആണെന്നല്ലേ? ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻഡ്രോ ചിന്തിക്കുകയാണ്, അയ്യോ അത് ഗിയു പറഞ്ഞതിന്റെ അർത്ഥം വേറെയാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഗിയു ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സെനമിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ സെനമി അവിടെ നിന്ന് ചാടി മാറുകയാണ്. എന്നിട്ട് നമ്മുടെ ഗിയുവിനെ വിൻഡ് ബ്രീത്തിങ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ
ഗിയു ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്തത് തടയാൻ ശ്രമിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുടെ സോഡും പൊട്ടിപ്പോവുകയാണ്. സോഡ് പൊട്ടിപ്പോയാൽ എന്താ, നമുക്ക് രണ്ടുപേർക്കും ഒരു കൈ ഉണ്ടല്ലോ, ഇനി ആ കൈ വെച്ച് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഫൈറ്റിന് വേണ്ടി സെനമി ഒഴുങ്ങുകയാണ്. അതേസമയം തന്നെ നമ്മുടെ താൻജറോ ഓടി വന്നിട്ട് അത് തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ എന്തോ ഇവിടെ, നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ മുന്നിൽ വരാൻ പാടില്ലെന്ന്, എന്നിട്ട് നീ ഒരു സ്പൈ ഒക്കെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ എന്നെ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ഓ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഒഹായിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി തരാം. ഒഹായ് എന്ന് പറയുന്നത് കഴിക്കുന്ന ഒരു ഫുഡാണ്, അത് ചുമന്ന കളറിൽ ഇരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സെനമയാണെങ്കിൽ വളരെയധികം ടെൻഷനാണ്, എന്നെ കളിയാക്കാൻ നോക്കുവാണോ? ഓ അങ്ങനെയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഒഹായിയുടെ വടം ഉണ്ടായിരുന്നു. സെനമി നിനക്കത് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇവൻ പറഞ്ഞത് ശരിയാണോ എന്ന് ഗിയോ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, എനിക്ക് എൻ്റെ അമ്മ പണ്ടുണ്ടാക്കി തരുമായിരുന്നു, അത് വളരെയധികം ടേസ്റ്റ് ആയിരുന്നു, അത് വളരെയധികം നല്ല ഒരു ഒഹായിയായിരുന്നു. എന്നാൽ സെനമിക്ക് ഇതൊക്കെ പറയുന്നത് അവനെ കളിയാക്കുന്നത് പോലാണ് തോന്നുന്നത്. നമ്മുടെ താൻജറോയുടെ മോന്തക്കിടണം കൊടുക്കുകയാണ് നമ്മുടെ സെനമി. എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ സെനമി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ താൻജറോ തറയിലും കിടക്കുകയായിരുന്നു. എവിടെയാണ് സെനമി? അവൻ ഇവിടെ നിന്ന് പോയി. അവൻ ഒരുപാടധികം ദേഷ്യത്തിലായിരുന്നു. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ എന്തിനാ വെറുതെ ഫൈറ്റ് ചെയ്തത്? ഓ അത് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്തതൊന്നുമല്ല, അത് ഹാസ്ര ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്ക് ഹാസ്രാസിനും ട്രെയിനിങ് വേണമല്ലോ, അതുകൊണ്ട് ഹാസ്രാസ് തമ്മിലില്ല ഫൈറ്റ് ചെയ്തത്. ഓ അതുകൊണ്ടാണോ നിങ്ങൾ വുഡൻ സോഡ് വെച്ച് ഫൈറ്റ് ചെയ്തത്? ഓ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ വെറുതെ നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കയറി ഒന്ന് ശല്യപ്പെടുത്തി, എന്നോട് ക്ഷമിക്കണം, അതൊന്നും കുഴപ്പമില്ല. സെനമി എപ്പോഴും വളരെയധികം ദേഷ്യത്തോടാണ് ഇരിക്കുന്നത്, അവൻ വളരെയധികം സീരിയസ് ആണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് അവൻ്റെ ഫേവറേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് മനസ്സിലാവണം. ഞാൻ അവനെ കാണാൻ നേരത്ത് അവന് ഞാൻ ആ ഫുഡ് മേടിച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആകുമെന്ന് നമ്മുടെ ഗിയോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, ഞാനും സെനമിക്ക് ഈ സെയിം സാധനം തന്നെ മേടിച്ചു കൊടുക്കുമെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഒരു കാക്ക ഇരിപ്പുണ്ടായിരുന്നു. വീണ്ടും അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതെ മണ്ടന്മാരെന്ന് പറയുകയാണ് കാക്ക. പിന്നീട് കാണിക്കുന്നത് സെനമിയാണ്. രാത്രിയൊക്കെ ആയിട്ടുണ്ട്, ഒരു സ്റ്റെപ്പിന്റെ മണ്ടയ്ക്ക് ഒന്ന് താരോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവന്മാരെ എന്താണ് ചെയ്യേണ്ടത്? ഒബനായും അതുപോലെ തന്നെ മുയിച്ചറോ ഒക്കെ ഇന്നും അവന്മാർ ട്രെയിനിങ്ങിന് വന്നില്ല. അവന്മാർ ട്രെയിനിങ്ങിന് വന്നാലും വലിയ ഗുണമൊന്നുമില്ല. ഞാൻ ആ താൻജറോനെ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറകെ എന്തോ ഒരു സാധനം സെനമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. സെനമി അത് സ്പീഡിൽ തന്നെ കയറി പിടിക്കുകയാണ്. അമ്മയ്ക്ക് കളയുകയാണ് നമ്മുടെ സെനമി. എന്തോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് എന്തോ ഒരു തരത്തിലുള്ള ഒരു കണ്ണ് കാണുന്നത്. ഇതെന്തോ സാധനമാണ്. പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകുന്നു. ഇപ്പോഴാണ് നമ്മുടെ സെനമിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, അത് ഡീമന്റെ കണ്ണായിരുന്നു. അവരെല്ലാവരും ഇവിടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ലേഡി അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ മാസ്റ്റർ ഉപയോഗിക്കേണ്ട അടുത്തോണ്ടും ഒരാൾ നടന്നു വരുന്നു. ഗേറ്റും തുറന്ന് ഒരാൾ അതിൻ്റെ അകത്തോട്ട് നടന്നു വരുന്നു. വളരെയധികം പെതുക്കെ അയാൾ ഇങ്ങനെ നടന്നു വരികയാണ്. വയ്യാതെ കിടക്കുന്ന മാസ്റ്റർ ഉപയോഗിക്ക് ഈ കാര്യം മനസ്സിലാകുന്നു. മാസ്റ്റർ ഉപയോഗിക്ക് വയ്യാഞ്ഞിട്ട് പോലും അങ്ങോട്ട് തല തിരിച്ച് നോക്കുന്ന സമയത്ത് ഒരാൾ പിന്നെ നടന്നു വരുന്നു. അത് വേറെ ആരുമല്ല, ദ ഡീമൻ കിങ് മുസാൻ കിബിക്സുജി ആയിരുന്നു. അങ്ങനെ അയാൾ വളരെയധികം സ്ലോ മോഷനിൽ നമ്മുടെ മാസ്റ്റർ ഉപയോഗിച്ചിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു. മാസ്റ്ററിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന മുസാൻ കിബിക്സുജിയെ നോക്കിയിട്ട് മാസ്റ്റർ പറയുകയാണ്, അങ്ങനെ നീ ഇവിടെ എത്തിയല്ലേ, നൈസ് ടു മീറ്റ് യു മുസാൻ കിബിക്സുജി. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, നിങ്ങൾ വളരെയധികം മോശം അവസ്ഥയിലാണല്ലോ ഉപയോഗിക്ക്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അകത്തിലെ 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് തന്നെ കാണിക്കുന്നത് മൂസാനാണെങ്കിൽ മാസ്റ്റർ ഉപയോഗിക്കാൻ എടുത്തോട്ട് വരുന്നതാണ്. മൂസാൻ നീ ഇവിടെ എത്തിയല്ലേ, നിങ്ങളെ കാണാൻ വളരെയധികം മോശം അവസ്ഥയിലാണല്ലോ ഉപയോഗിക്ക്. കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ കുടുംബത്തെയും ഈ ഡീമൺ സ്ലെയർ ക്രോപ്പിനെയും നീ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ നീ അവസാനം ഞങ്ങളെ തേടി വന്നിരിക്കുന്നു മുസാൻ കിബിക്സുജി. അമ്മായോ, അവനെ കാണാൻ എങ്ങനെ കണ്ടാൽ ഒരു 20-30 വയസ്സ് തോന്നിക്കും. അവൻ്റെ കണ്ണിലെ കൃഷ്ണമണികൾ നീണ്ടാണിരിക്കുന്നത്. അവൻ്റെ കണ്ണുകൾ വളരെയധികം ഡീപ്പായിട്ടാണുള്ളത്. അങ്ങനെയാണോ? എനിക്കറിയായിരുന്നു മൂസാൻ നീ എന്നെ തേടി വരുമെന്ന്. കാരണം നിനക്ക് ഉപയോഗിക്ക് കുടുംബത്തോടും അതുപോലെ തന്നെ എന്നോടും നല്ല രീതിയിൽ വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വളരെയധികം നിരാശനാണ് ഉപയോഗിക്ക്. ഞാനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഉപയോഗിക്ക് കുടുംബത്തിന്റെ തലവൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ സ്വന്തം മരണം കാത്തു കിടക്കുന്നു. വളരെയധികം മോശം. ഇത് കേട്ടതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്റ്റർ ഉപയോഗിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാണ് മൂസാൻ, എന്നോട് ഒരു ഡോക്ടർ നാളെ തന്നെ മരിക്കുമെന്ന് 1.5 വർഷം മുമ്പ് പറഞ്ഞായിരുന്നു.
എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. നിന്നെ കൊല്ലണമെന്നുള്ള ഒരൊറ്റ വിചാരത്തോടു കൂടെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് മുസാൻ. നിങ്ങളുടെ ആ സ്വപ്നത്തിന് ഇന്ന് രാത്രി കൂടെയുള്ള സമയം ഉപയോഗിക്കേ. മുസാൻ, ഞാനിപ്പോ പറയാൻ വന്ന കാര്യം നിനക്ക് ചിലപ്പോ അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാം. മുസാൻ, നീയും ഞാനും ഒരു ചോരയാണ്. പക്ഷെ നീ 1000 വർഷം മുമ്പാണ് ജനിച്ചത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. നീ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് മൂസാനിക്ക് ബിഗ്സുജി പറയും. 1000 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പോലുള്ള ഒരു മോൺസ്റ്ററിനെ ഉപയോഗിക്കി കുടുംബം ജന്മം നൽകി. അതിനുശേഷം എല്ലാവരും ഉപയോഗിക്കി കുടുംബത്തിനെ ശാപിച്ചു. അതിനുശേഷം ഉണ്ടാവുന്ന എല്ലാ കുട്ടികളും പെട്ടെന്ന് മരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു അതിനൊരു പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബം ഒരു മന്ത്രവാദിയെ പോയി കണ്ടു. നിങ്ങളൊരു മോൺസ്റ്ററിനെ നിങ്ങളുടെ കുടുംബത്തിൽ ജന്മം നൽകി. അത് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. നിങ്ങൾ മന്ത്രവാദി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മാത്രം മതി, ഈ പ്രശ്നം മാറിക്കൊള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും മന്ത്രവാദി കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ പോലും ഞങ്ങളുടെ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് മരിക്കുന്നത് നിന്നു. എന്നാൽ പോലും 30 വയസ്സിന് മുകളിൽ ഒരു കുട്ടി പോലും ഇതുവരെ ജീവിച്ചിട്ടില്ല. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ അസുഖം നിങ്ങളുടെ തലയിൽ കയറി പിടിച്ചോ? 1000 വർഷമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെയും മേളിലുള്ള ആൾക്കാരെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഇതുവരെ ഒരു ദൈവത്തിനെ കണ്ടിട്ടില്ല. ഒരു ദൈവം പോലും എന്നെ ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? ഓ, അങ്ങനെയാണോ നീ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് മുസാൻ? കഴിഞ്ഞ 1000 വർഷമായിട്ട് നീ ഇങ്ങനത്തെ തരത്തിലുള്ള സ്വപ്നമാണ് കാണുന്നത് മുസാൻ. ഇവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്തോ നടക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഡീമൺ സ്ലെയർ ക്രോപ്പ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ക്രോപ്പ് എന്റെ മുന്നിലുണ്ട്. പക്ഷെ ഇവിടെ എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്നു, ഞാൻ അറിയാതെ. പെട്ടെന്നായിരുന്നു മൂസാൻ ഉപയോഗിച്ചിട്ട് 2 കുട്ടികൾ പന്ത് തട്ടി കളിക്കുന്നത് മൂസാൻ കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇത്രയും സമാധാനം? ഈ ഇത്രയും വലിയ വീട്ടിൽ ഇവർ 2 പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇവിടെ ഒരു ഗാർഡ് പോലും ഇല്ലല്ലോ എന്ന് നമ്മുടെ മൂസാൻ ബിഗ്സുജി ചിന്തിക്കുന്നു. നീ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ മുസാൻ. നീ ഒരിക്കലും മരിക്കത്തില്ലെന്നാണ് ചിന്തിക്കുന്നത് എന്ന് ഉപയോഗിച്ച് പറയുന്നു. ഇത് കേട്ട് മൂസാൻ പറയുകയാണ്, എനിക്ക് നെസ്കോനെ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിന്നെ ആർക്കും കൊല്ലാനും സാധിക്കത്തില്ല. ഞാൻ ഒരിക്കലും മരിക്കാനും പോകുന്നില്ല. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഉപയോഗിച്ച് പറയുകയാണ്, അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണ്. നെസ്കോനെ എൻ്റെ അടുത്തൊന്ന് ഒളിപ്പിച്ചു വെക്കാമെന്നുള്ള കോൺഫിഡൻസിലാണോ നീ പറയുന്നത്? അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്ക് ഞാൻ നിന്റെ കൂട്ടല്ല, എനിക്ക് ഈ ലോകത്തിലെ എല്ലാ സമയവും ഉണ്ട് എന്ന് മൂസാൻ ബിഗ്സുജി പറയുന്നു. അങ്ങനെയല്ല മൂസാൻ, നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ്. ഈ ലോകത്ത് നിലനിൽക്കുന്നത് മനുഷ്യരുടെ വികാരം മാത്രമാണ്. നിന്റെ വൃത്തികെട്ട സംസാരം എനിക്കിനി കേൾക്കാൻ വയ്യ എന്ന് മൂസാൻ പറയുന്നു. 1000 വർഷമാകുന്നു, എന്നിട്ട് ഇതുവരെ ഡീമൺ സ്ലേയർ ക്രോപ്പ് അവസാനിച്ചിട്ടില്ല. ആയിരക്കണക്കിന് നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ഡീമൺ സ്ലേയർ ക്രോപ്പ് അവസാനിച്ചിട്ടില്ല. അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെപ്പോലെ വൃത്തികെടുന്ന് വിളിക്കുന്നവരുടെ നിലപാടൊന്നും ഒരിക്കലും നല്ലതല്ല. ഈ 1000 വർഷത്തിൽ നീ കാരണം പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നിന്നോട് ക്ഷമിക്കത്തില്ല മുസാൻ. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കടുവയുടെ വാലിൽ നിങ്ങൾ ചവിട്ടി വെറുതെ നടന്നിരുന്ന ഡ്രാഗനെ നിങ്ങൾ വീണ്ടും വീണ്ടും ശല്യം ചെയ്തു. അവരിപ്പോഴും നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് മുസാൻ. എനിക്കൊരിക്കലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല മുസാൻ കിബിക്സുജി. നീ ഇപ്പൊ എന്നെ കൊന്നാലും ഒരിക്കലും ഡീമൺ സ്ലേയർ ക്രോപ്പ് അവസാനിക്കത്തില്ല. എന്റെ ആവശ്യം ഇവിടെയില്ല. ആളുകളുടെ വികാരങ്ങളൊന്നും നിനക്ക് മനസ്സിലാകില്ല മുസാൻ, കാരണം നീ ഒരു ഡീമനാണ്. നിന്റെ കൂടെയുള്ളതും ഡീമൻസ് ആണ്. നീ നശിച്ചാൽ ബാക്കിയുള്ള ഡീമൻസും നശിക്കും, അല്ലേ മുസാൻ എന്ന് ഉപയോഗിച്ച് ചോദിക്കുന്നു. ദേഷ്യം വന്ന മൂസാൻ മിണ്ടാതിരിക്കടാ എന്ന് പറയുന്നു. ആ ശരി, ഇത്ര നേരം നീ എനിക്ക് സമയം തന്നതിന് വളരെയധികം നന്ദി. എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനത്ര പ്രധാനിയല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എന്നാലും ഡീമൺ സ്ലേയർ ക്രോപ്പിലുള്ള ആൾക്കാർ എന്നെ ബഹുമാനിക്കാൻ ഞാൻ ഭാഗ്യവാനാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹാസ്രാസിനും എൻ്റെ മരണം മുമ്പിലത്തെക്കാട്ട് അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കും എന്ന് ഉപയോഗിച്ച് പറയുന്നു. കഴിഞ്ഞു നിന്റെ സംസാരം എന്ന് പറഞ്ഞ് മൂസാൻ കയ്യിൽ നിന്ന് നഖം വെളിയിലേക്ക് ഇറക്കുന്നു. ഇത്ര നേരം നീ കേട്ടിരിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മൂസാൻ. വളരെയധികം നന്ദിയുണ്ട് മൂസാൻ എന്ന് ഉപയോഗിച്ച് പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മൂസാൻ ഒരുപാടധികം ദേഷ്യം വരും. എല്ലാ ഹാഷ്റാസിനോടും ചെന്ന് ആ കാക്ക മാസ്റ്റർ അപകടത്തിലാണെന്ന് പറയുന്നു. കേട്ടുകൊണ്ടേ തന്നെ എല്ലാ ഹാഷ്റാസും മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തോട്ട് ഓടി വരുന്നു. എല്ലാ ഹാഷ്റാസും വളരെയധികം വേഗത്തിൽ വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് മാസ്റ്റർ അടുത്തോട്ട് ഓടി വരുന്നു. നമ്മുടെ ഗിയുവിന്റെ കൂടാണ് നമ്മുടെ താങ്ക്സ് റോയും വരുന്നത്.
പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. മാസ്റ്ററിനെ കാവലായിട്ട് വെക്കാൻ വേണ്ടി 2 ഹാസ്രാസിനെ എങ്ങനെ നിയമിക്കണമെന്ന് സെനമി സ്റ്റോൺ ഹാഷറോട് ചോദിക്കുന്നു. അതൊരിക്കലും നടക്കത്തില്ല. ഞാനിവിടെ വന്ന കാലം മുതൽ മാസ്റ്ററോട് ചോദിക്കുകയാണ്. ഹാസ്രാസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഒരിക്കലും എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിർത്തണ്ട എന്നാണ് മാസ്റ്റർ പറയുന്നത്. ഫാമിലിയിലെ മാസ്റ്റേഴ്സിനൊന്നും ഇതുവരെ ഹാസ്രാസ് കാവൽക്കാരായിട്ട് നിന്നിട്ടില്ല എന്ന് നമ്മുടെ ഷിനു പറയുന്നു. എല്ലാ ഹാസ്രാസും വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് മാസ്റ്റർ 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 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് വരാറായിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടെ ഉള്ളൂ. മാസ്റ്റർ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക. ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ അത് ചെയ്തിരിക്കും എന്ന് സെനമി പറയുന്നു. പെട്ടെന്നായിരുന്നു ആ കാര്യം അവിടെ സംഭവിക്കുന്നത്. മാസ്റ്റർ ഉപയോഗിക്കും സ്വന്തം കുടുംബവും അതുപോലെ തന്നെ മൂസാനിൽ നിന്ന് സ്ഥലം മുഴുവനും കത്തി നശിക്കുന്നു. അവിടെ എല്ലാവരും കത്തി പൊട്ടിത്തെറിച്ച് നശിച്ചു പോവുകയാണ്. മാസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി വരുന്ന ഹാസ്രാസ് കാണുന്നത് ആ മാൻഷൻ പൊട്ടിത്തെറിക്കുന്നതാണ്. നമ്മുടെ താൻജറോയ്ക്കാണെങ്കിൽ കത്തുന്ന മാംസത്തിന്റെ സ്മെല്ല് കിട്ടുന്നു. ഇതേ സമയത്തായിരുന്നു ആ തീയിൽ നിന്ന് ഒരു ശരീരം തെറിച്ചു വീഴുന്നത്. അത് വേറെ ആരുമല്ല, അത് മൂസാൻ കിബിക്സുജി ആയിരുന്നു. തന്റെ ശരീരത്തിലെ പകുതി മാംസവും മൊത്തം കത്തി നശിച്ചു നിൽക്കുന്നു. എന്നാൽ പെതുക്കെ പെതുക്കെ അവന്റെ ശരീരം റീജനറേറ്റ് ആകുന്നു. ശാന്തത, അവന്റെ ആ നിശബ്ദമായിട്ടുള്ള ചിരി, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് സ്വന്തം ശരീരവും സ്വന്തം കുടുംബത്തെയും സ്വന്തം മക്കളെ എല്ലാവരും ഒന്നിച്ചു വെച്ച് പൊട്ടിത്തെറിപ്പിച്ചു. അയാളെ ഞാൻ നിസ്സാരക്കാരനായിട്ട് കണ്ടു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അവൻ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. ഞാൻ ഇതിൽ പണി മേടിക്കുമെന്ന്. പക്ഷെ ഇതുവരെ ഇല്ല. ആ ബോംബിന്റെ ഫോഴ്സ് കൂട്ടാൻ വേണ്ടി അതിൻ്റെ അകത്തിൽ അവൻ ആണി വെച്ചു. എൻ്റെ റീജനറേഷൻ പവർ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വേറെ എന്തോ ഒരു പ്ലാനും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വൃത്തികെട്ടവൻ എല്ലാ ഹാഷറാസും ഇങ്ങോട്ട് കൂടുവാണെന്ന് എനിക്ക് തോന്നുന്നു. ആ തന്ത്രശാലിയായിട്ടുള്ള ഉപയോഗിക്ക് സ്വന്തം ജീവൻ കളഞ്ഞ് സ്വയമായിട്ട് ഒരു കരുവായിട്ട് ഉപയോഗിച്ചു. എന്നോടുള്ള വെറുപ്പും വൈരാഗ്യവും എല്ലാം അവൻ്റെ മനസ്സിൽ ഒരു പാമ്പിനെ പോലെ ചുറ്റിക്കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ കൊലപാതകത്തിൻ്റെ ഇത് അവൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ കാര്യം അറിയായിരുന്നു. ഒന്നോ, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. എൻ്റെ ശരീരം ഞാൻ സമാധാനത്തോടിരുന്ന് റീജനറേറ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൂസാൻ കിബിക്സുജി അവൻ്റെ ശരീരം റീജനറേറ്റ് ആക്കും. പെട്ടെന്നായിരുന്നു കുറെ ബോളുകൾ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ പൊങ്ങി വരുന്നു. ഇതൊരു ബ്ലഡ് ഡീമൻ ആർട്ടാണ്. പറയുന്ന സമയത്ത് തന്നെ ആ ബോളുകൾ ഒരു മുള്ളായിട്ട് മൂസാന്റെ ശരീരത്തിൽ തളച്ചു കയറുന്നു. മൂസാൻ അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇത് ആരുടെ ബ്ലഡ് ഡീമൻ ആർട്ടാ? എൻ്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും സാധിക്കുന്നില്ല. കുഴപ്പമില്ല, എൻ്റെ ശരീരം ചെറുതായിട്ട് അനക്കാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ആരാണ്ട് വന്ന് മൂസാന്റെ വയറ്റിലിട്ട് കുത്തുന്നത്. ആരാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് കാണുന്നത്, തമായോ, നിങ്ങളെന്തോ ഇവിടെ ചെയ്യുന്നത്? ഇതാരാന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ആ സ്ട്രീറ്റിൽ വെച്ച് ഡീമനാക്കി മാറ്റിയ അവൻ. ഇത് അവന്റെ ബ്ലഡ് ഡീമൻ ആർട്ടാ. ഇവൾ ബ്ലഡ് ഡീമൻ ആർട്ട് യൂസ് ചെയ്തിട്ട് ഇവൾ എന്റെ അടുത്ത് വന്നു. ഇവളുടെ ഉദ്ദേശം എന്താണ്? നീ എന്റെ കൈ അബ്സോർബ് ചെയ്ത് മൂസാൻ ഡീമൻ തിരിച്ച് മനുഷ്യരാകാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നു. നിനക്കിപ്പോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മരുന്നില്ല എന്ന് മൂസാൻ പറയുന്നു. അങ്ങനെ ഒരു മരുന്നില്ലായിരുന്നു, പക്ഷെ ഞാനത് ഉണ്ടാക്കി മൂസാൻ. സിറ്റുവേഷനൊക്കെ ഇപ്പൊ ഒരുപാടധികം മൂസാൻ തമായുടെ കാലിൽ തട്ടിട്ട് മൂസാന്റെ അടുത്തോട്ട് വലിക്കുന്നത്. നീ വളരെയധികം ബുദ്ധിമതിയായിട്ടുള്ള സ്ത്രീയാണ്. നിന്റെ ഉള്ളിലുള്ള വെറുപ്പ് എനിക്കിപ്പോ മനസ്സിലായി. നിന്റെ ഭർത്താവിനെ, കുടുംബത്തെ നശിപ്പിച്ചത് ആരാണ്? ഞാനായിരുന്നോ? അല്ല, നീ അവരെ കൊന്ന് തിന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഡീമൻ ആകില്ലായിരുന്നു. അന്ന് അസുഖം മൂലം ഞാൻ മരിക്കണ്ടായിരുന്നു പറഞ്ഞു. എന്റെ കുട്ടി വളരുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും നീ ഒരുപാട് മനുഷ്യരെ കൊന്നില്ലേ? അതെന്റെ തോന്നലാണോ? നീ ഒരുപാട് മനുഷ്യരെ കഴിച്ചിട്ടില്ലേ? അതും എന്റെ തോന്നലാണോ എന്ന് മൂസാൻ കിബിക്സുജി പറയുന്നു. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഒരുപാട് മനുഷ്യരെ കൊന്നു. അതിന്റെ പ്രായച്ചിത്തമായിട്ട് നീ ഞാനിപ്പോ ഇവിടെ മരിക്കാൻ പോവുകയാണ്. ഗിയു സ്റ്റോൺ ഹാഷറ, ഇനി നിന്റെ അവസരമാണ് എന്ന് ലളിതമായി ഉറക്കെ പറയുന്നു. മൂസാൻ ഇത് കേട്ടിട്ടൊന്ന് ഞെട്ടുന്നു. നോക്കുന്ന സമയത്ത് ഗിയു ദ സ്റ്റോൺ ഹാഷറ മാസായിട്ട് വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സാധനം ഉപയോഗിച്ചുകൊണ്ട് മൂസാന്റെ തലയങ്ങ് അടിച്ച് തെറിപ്പിക്കുന്നു. അവന്റെ ശരീരത്തിലെ പകുതി ഭാഗവും തെറിച്ചു പോകുന്നു. ഞാൻ ആദ്യമായിട്ട് മാസ്റ്ററിനെ കാണുന്ന സമയത്ത് മാസ്റ്ററിന് 14 വയസ്സും എനിക്ക് 18 വയസ്സുമായിരുന്നു. മാസ്റ്ററിന്റെ പെരുമാറ്റമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല മാസ്റ്റർ എന്നെക്കാട്ടി 4 വയസ്സിന് ഇളയതായിരുന്നത്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് നീ ഫൈറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഒരു കൊലപാതകയല്ല. ആ ഒരു സമയത്ത് ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയണം
വേണമെന്ന് ആഗ്രഹിച്ചതോ അതാണ് മാസ്റ്റർ പറഞ്ഞത്. അവനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ മുതൽ ഇന്നേക്ക് വരെ ഇതുവരെ മാസ്റ്ററിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. നീക്ക് 5 ദിവസത്തിനുള്ളിൽ മൂസാൻ എന്നെ കാണാൻ വരും. എന്നെ ഒരു കരിവായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മൂസാനെ ഇല്ലാതാക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മൂസാൻ നിങ്ങളെ കാണാൻ വരുമെന്ന് ഇത്രയ്ക്ക് ഉറപ്പ്? ഓ, അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഉപയോഗിക്ക് കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാനും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും. ബാക്കിയുള്ള കുട്ടികളോട് എന്നെ ഒരു കരുവായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറഞ്ഞത്. ആഗ്രഹം അതാണെങ്കിൽ ഞാനത് സാധിച്ചു തരാമെന്ന് ഗിയോമി പറയുന്നു. വളരെയധികം നന്ദിയുണ്ട് ഗിയോമി. എന്റെ മക്കളാരും മരിക്കത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മാസ്റ്റർ പറയും. മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് മൂസാന്റെ തല വെട്ടിയാലും അവന്റെ തല പിന്നെ അവൻ റീജറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ, രാവിലെ ആകുന്നിടം വരെ അവനെ പിടിച്ചു നിർത്തണം. അവന്റെ ദേഹത്ത് സൂര്യവെട്ടം അടിച്ചാൽ മാത്രമേ നമുക്ക് മൂസാനെ ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മാസ്റ്റർ ഉപയോഗിച്ച് ഗിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വേഗം തന്നെ അവന്റെ ശരീരം അവൻ റീജറേറ്റ് ചെയ്തു. ഞാൻ കണ്ടത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീമൻ. ഞാൻ രാവിലെ ആകുന്നിടം വരെ അവന്റെ ദേഹത്ത് സൂര്യവെട്ടം അടിക്കുന്നിടം വരെ ഞാൻ ഇവനെ പിടിച്ചു നിർത്തിയിരിക്കും. പെട്ടെന്ന് തന്നെ മൂസൻ അവന്റെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അത് നമ്മുടെ സ്റ്റോൺ ആസിഡാണെങ്കിൽ സ്റ്റോൺ ബ്രീത്തിങ് 5th ഫോം വെച്ചിട്ട് അതെല്ലാം അടിച്ച് തെറിപ്പിച്ച് തടയുകയാണ്. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് സെൽമി വരുന്നത്. എടാ വൃത്തികെട്ടവനെ, നീ എന്റെ മോസ്റ്ററിനെ കൊന്നു കളഞ്ഞല്ലേ. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് എല്ലാ ഹാഷ്റാസും വരുന്നത്. എല്ലാ ഹാഷ്റാസും ഒന്ന് പകച്ച് നമ്മുടെ മൂസാനെ നോക്കി നിൽക്കുന്നു. എല്ലാ ഹാഷ്റാസും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നല്ലൊരു പ്ലാനാണെന്ന് മൂസാൻ മനസ്സിൽ ചിന്തിക്കുന്നു. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് ടാൻജറോ വരുന്നത്. ടാൻജറോ ഒന്ന് മൂസാനെ നോക്കുന്നു. ഇതാണ് മൂസാൻ കിബിക്സുജി. ഇവന്റെ തല വെട്ടിയാലും ഇവൻ മരിക്കത്തില്ലെന്ന് സ്റ്റോൺ ഹാഷർ അലച്ച് പറയുന്നു. കേട്ടുടനെ എല്ലാ ഹാഷ്റാസും ഒന്ന് പകച്ചു പോകുന്നു. എല്ലാ ഹാഷ്റാസിനും വളരെയധികം ദേഷ്യം വരുന്നു. ഇവനാണ് ആ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാൻജറോ ഫുൾ ഫോമിൽ നിൽക്കുന്നു. മിസ്റ്റ് ബ്രീത്തിങ് 5th ഫോം, ഇൻസെക്ട് ബ്രീത്തിങ് 3rd ഫോം, സർപ്പൻ ബ്രീത്തിങ് 2nd ഫോം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹാഷ്റാസും അവരുടെ ഫോം യൂസ് ചെയ്തിട്ട് നമ്മുടെ മൂസാൻ കിബിക്സുജിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാ ഹാസ്രാസും ടാൻസ്രോയും എല്ലാം ഇൻഫിനിറ്റി ക്യാസിലോട്ട് വീഴുന്നു. എവിടെയോ നിന്ന് ട്രെയിനിങ് ചെയ്തോണ്ടിരുന്ന ഗന്യ, ഇനോസ്കെ, അതുമാത്രമല്ല എല്ലാ ഡീമൺ സ്ലേയേഴ്സും ഇൻഫിനിറ്റി ക്യാസിലോട്ട് വീഴുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതേസമയം തന്നെ അന്തരീക്ഷത്തിൽ ഒരു വാൾ കിടക്കുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് തന്നെ വളരെയധികം സ്പീഡിൽ ഒരാൾ അത് വന്നെടുക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ സെനിറ്റ്സു ആയിരുന്നു. ഈ തവണ ഉറങ്ങാതെ ഒരു പേടി പോലും ഇല്ലാതെ എല്ലാ ഹാസ്രാസും താരോട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗിയോ ടാൻസ്രോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമ്മുടെ ടാൻസ്രോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ടാൻജറോ 2 കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ടാൻജറോയുടെ മുമ്പിൽ മൂസാൻ കിബിക്സുജി. നിങ്ങളെല്ലാവരും വിചാരിച്ചോ നിങ്ങളെല്ലാവരും എന്നെ തോപ്പിച്ചെന്ന്? നിങ്ങളിപ്പോൾ പോകുന്നത് നരകത്തിലോട്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ടാൻജറോ നിന്നിരുന്ന ആ പ്ലാറ്റ്ഫോം അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ടാൻജറോ പറയുകയാണ്, ഞങ്ങളെല്ലാം നരകത്തിൽ പോകാൻ പോകുന്നത് നീയോടാ. നിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ലടാ മൂസാൻ. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കടാ ടാൻജറോ. കമാടോ, അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും മൂസാൻ കിബിക്സുജി. ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അവസാനത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഇനി സീസൺ 5 അല്ല വരാൻ പോകുന്നത്. ഇനി ഒരു 3 മൂവിയായിട്ടാണ് ഇവർ റിലീസ് ആക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ വരാൻ ഒരുപാടധികം സമയം എടുത്ത് കാണും. കാരണം ഒരുപാടധികം കോപ്പിറൈറ്റ് എന്റെ അണ്ണാക്കിൽ എനിക്ക് അടിച്ചു തരും യൂട്യൂബ്. അതെനിക്ക് 100% ഉറപ്പാണ്. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ.